നമ്മളിവിടെ നിങ്ങളോട് സംസാരിക്കാൻ പോണത്. നമ്മുടെ സെഷൻസ് വി ആർ തിങ്കിങ് ദാറ്റ് വി വിൽ കീപ് ദ സെഷൻ ഫോർ അബൌട്ട് 40 minutes. അത് കഴിഞ്ഞിട്ട് ഡിപ്പെൻഡിങ് അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യാം, ഞങ്ങളുടെ ഒപ്പീനിയൻസ് പറയാം. നിങ്ങൾക്ക് എന്തായാലും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നിങ്ങൾ എല്ലാവരും ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ് യു ഫോർ കീപ്പിംഗ് യുവർ സൺഡേ. ഞാൻ സച്ചിൻ പറഞ്ഞ പോലെ തന്നെ ഐ റിയലി 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 ഹോപ്പ് നിങ്ങൾ എല്ലാവരും ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ബിക്കോസ് ഞാൻ സംടൈംസ് ബാക്ക് ഞാൻ ചിന്തിക്കുമായിരുന്നു, ഇവൻ ചാനലിനോട് പറയാണ്, ഞങ്ങൾ ഇന്ന് രാവിലെ കോവിഡിനെ പറ്റിയായിരുന്നു കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വി ഡോണ്ട് വാണ്ട് ടു ഡിസ്കസ് ദാറ്റ് എ ലോട്ട് ഹിയർ ബിക്കോസ് വി വാണ്ട് ടു ബി ഫോക്കസ്ഡ് ഓൺ നമ്മുടെ കയ്യിലുള്ള ടാസ്ക്. പക്ഷേ മെയ് എക്സാമിനേഷനും എനിക്ക് തോന്നുന്നു കോവിഡും തമ്മിൽ എന്തോ ഒരു എക്സ്ട്രാ ബന്ധമുണ്ടെന്ന് തോന്നുന്നു. ലൈക് ദ മൊമെന്റ് ദർ ഇസ് മെയ് എക്സാം, ഇന്ത്യയിലെ കോവിഡ് കേസസ് അഗെയിൻ ഓൺ എ വെരി ഹൈ സർജിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടാസ്ക് അറ്റ് ദിസ് പോയിന്റ് ഇസ് ദാറ്റ് വി ഡോണ്ട് വാണ്ട് എനി വൺ ഓഫ് യു ടു ഫോൾ സിക്ക്. ഓക്കെ, അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ സെയിം ടൈം യു ഷുഡ് എൻഷുർ ദാറ്റ് യുവർ ഫാമിലി ഈസ് ഓൾസോ സേഫ്. നമ്മൾ മൈൻഡ് സെറ്റും കറക്റ്റ് ആയിരിക്കണമല്ലോ. സോ ആ രണ്ട് കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ എൻഷുർ ചെയ്യുക. കാരണം നമ്മളെ ഹെൽത്ത് ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ലൈക്ക് ദ വേൾഡ് യൂണിവേഴ്സ് നമ്മൾ അതാ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യത്തിൽ ഒന്നാണ് നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്നത്. ആൻഡ് യു ഹാവ് ടു എൻഷുർ ദാറ്റ് നിങ്ങൾ എല്ലാ കോവിഡ് പ്രോട്ടോക്കോളും പാലിച്ചുകൊണ്ടായിരിക്കണം ഇപ്പോഴും ഇരിക്കുന്നുണ്ടാവുക. ഡോണ്ട് റൺ അറൗണ്ട് ആൻഡ് കാരണം ഹെൽത്ത് പോയി കഴിഞ്ഞപ്പം എനിക്കറിയാം നമ്മുടെ തന്നെ ഒരുപാട് സ്റ്റുഡൻസ് ദേ ഗോട്ട് ടെസ്റ്റഡ് പോസിറ്റീവ് ആൻഡ് ഓൾ ദാറ്റ് ആൻഡ് ഇറ്റ്സ് നോട്ട് എ വെരി ഗുഡ് ഹാപ്പനിങ് ഓൾ അറൗണ്ട്. സോ എൻഷുർ ദാറ്റ് യു ആർ സേഫ് first of all, stay home, stay safe. And I think ഒരു CA സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഫോഴ്സ്ഫുള്ളി വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് ഒരു പുതിയ കാര്യമായിരിക്കത്തില്ല. നമ്മളെല്ലാവരും ഒരു അൺഅനൗൺസ്ഡ് ക്വാറന്റൈനിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. സോ ആ ഒരു മോഡിൽ തന്നെ നിങ്ങൾ കണ്ടിന്യൂ ആവുക. സോ മേ ബി let us hope that things will get over very soon. Okay, to just start with channel like ഞാൻ എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആയിട്ട് ഞാൻ ഇപ്പൊ മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മൈൻഡ് സെറ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെ, നമ്മള് മെയ് എക്സാമിനേഷൻ വരുന്നു. ഇനി നിങ്ങൾക്ക് ആസ് പെർ ദ അനൗൺസ്ഡ് ഡേറ്റ്, എനിക്കറിയാം നിങ്ങളിപ്പോ ചാറ്റ് ബോക്സിൽ അടിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, ഇനി എക്സാം പോസ്റ്റ്പോൺ ആവോ? Okay, which we will try to answer it in some time. പക്ഷെ let me first tell you, like നിങ്ങളുടെ എക്സാമിനേഷൻ ഒരു മാസം കൊണ്ടുവരുന്നു എന്നുള്ള ഒരു പൊസിഷനിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ, പ്ലസ് നമ്മൾ ഇതുവരെ കണ്ടതിനേക്കാളും കൂടുതൽ മോശമായിട്ടുള്ള ഒരു ഹെൽത്ത് ക്രൈസിസിലോട്ട് പോകുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ മൈൻഡിൽ ഇപ്പോൾ ഇരിക്കാൻ പോണ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രോബ്ലം ആയിരിക്കുന്നത് നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും. കാരണം നമ്മളിപ്പം ഞങ്ങൾക്ക് എക്സാം ഇല്ലെങ്കിൽ പോലും I was telling Channel that my mindset was really disturbed. Okay, for a couple of days. കാരണം നിങ്ങൾ കാണുന്ന ന്യൂസും നിങ്ങൾ വായിക്കുന്ന കാര്യങ്ങളും എല്ലാം നെഗറ്റീവ് ആയിപ്പോ. Okay, it's a fact that we are all going through a very 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 tough time that നമുക്ക് ആർക്കും കൺട്രോൾ ഇല്ലാത്ത ഒരു ടഫ് ടൈമിലൂടെയാണ് നമ്മൾ എല്ലാവരും ഗോ ത്രൂ ചെയ്യുന്നത്. പക്ഷെ ആസ് എ സ്റ്റുഡന്റ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു ടാസ്ക് ഇരിക്കുന്നുണ്ട്, ദാറ്റ് നമ്മൾ എക്സാമിനേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത്. അപ്പൊ അതിൽ നിന്ന് ഒരുപാട് ഡീവിയേറ്റ് ചെയ്യുന്ന ഒരുപാട് ഇൻഫർമേഷൻ നിങ്ങളുടെ ഹെഡിലേക്ക് എടുത്തു വെക്കരുത്. ദാറ്റ് വിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് നമ്മുടെ അപ്രോച്ചും മൈൻഡ് സെറ്റും ഫോക്കസും ഒക്കെ അതുകൊണ്ട് അഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ ഫസ്റ്റ് തിങ് ദാറ്റ് വി ഷുഡ് ഓൾ ഫോക്കസ് upon here is to have a positive outlook for the next till the examination. Your mindset is correct ആയിട്ട് കൊണ്ടുപോകണം. So Shanul, what do you think about that? നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ എങ്ങനെയായിരിക്കും? ഒരു ഫാക്ടർ സാധാരണ ഇപ്പൊ എക്സാം അടുത്ത് വരുമ്പോഴും എല്ലാരും ബാധിക്കുന്ന ഒരു വിഷയമാണത്. നല്ലോണം പഠിക്കുന്ന ഒരാൾക്കും ഒരുപാട് വി ആൾസോ നോ ദാറ്റ് നമ്മൾ സ്റ്റുഡന്റ് ആയി നിൽക്കുന്ന സമയത്ത് എത്രമാത്രം എന്തൊക്കെ കൺസേൺസ് ഉണ്ടാവും. ഈ കൊറോണ എന്നുള്ള സാധനം തന്നെ മാറ്റി വെക്കാം, ഈവൻ എല്ലാം നോർമലായി പോണ സമയത്ത് തന്നെ നമ്മൾ എക്സാം എടുത്ത് വരുമ്പോഴുള്ള ഒരുപാട് കൺസേൺസ് നമുക്ക് വരാൻ പോകുന്നുണ്ട്. നോർമലി പല ടൈപ്പ് മെസ്സേജസ് ആണ് സ്റ്റുഡൻസ് സെൻഡ് ചെയ്യാൻ. പലർക്കും എന്താ പറയാ, മെജോറിറ്റി നെഗറ്റിവിറ്റി ആയിരിക്കും. ഒരുപാട് നല്ല പഠിക്കുന്ന ആൾക്കാർ വരെ അവർക്ക് കിട്ടുന്ന ന്യൂസുകൾ അല്ലെങ്കിൽ അവരെ ഫ്രണ്ട്സിന്റെ അടുത്തുള്ള കൺസേൺസ് അല്ലെങ്കിൽ അവർ കാണുന്ന ആൾക്കാർ ഇപ്പൊ പലരും മീൻസ് വിൽ ട്രൈ ടു അസസ് വൺ ബൈ വൺ. ഇപ്പൊ ചില സ്റ്റുഡൻസ് ഒക്കെ പറയുന്നത് എന്താ വെച്ചാൽ, സാറേ എന്റെ നെയ്ബർ ഞാൻ കാണുന്നതാണ്, ആ കുട്ടി നല്ലോണം പഠിക്കുന്ന ഒരു കുട്ടിയാണ്, പക്ഷെ അവൾക്ക് കിട്ടിയില്ല സാറേ. അപ്പൊ അവൾക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ എങ്ങനെ പാസ്സാവുക? ഈ പ്രാവശ്യത്തെ എക്സാം എന്താവുക? എക്സാം നടക്കുമോ? ഇനി നടക്കുകയാണെങ്കിൽ തന്നെ ടഫ് ആവുമോ? പലരും പറയുന്നുണ്ട് ടഫ് ആവും, ഇവാലുവേഷൻ ടഫ് ആവും, അങ്ങനെയാണ് എങ്ങനെയാണ്. ദീസ് ആർ ഫാക്ടേഴ്സ് ഫസ്റ്റ് ഓഫ് ഓൾ വിച്ച് ആർ ബിയോണ്ട് അവർ കൺട്രോൾ. ഓക്കെ, നമ്മൾ കുറച്ച് വോളിയംനെസ് ആയിട്ടുള്ള ഒരു കോഴ്സ് നമ്മൾ പെർസ്യൂ ചെയ്യാണ്, നമുക്കൊരു പക്ഷെ ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നടന്നിട്ടുണ്ടാവില്ല കാര്യങ്ങൾ. ബട്ട് വാട്ട് എവർ, അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഞാൻ ഒരുപാട് സ്റ്റുഡൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്ത ഫാക്ടേഴ്സിന്റെ ബേസിൽ മനസ്സിലാക്കിയ ഒരു സംഭവം എന്താ വെച്ചാല്,
ഫെയിൽ ആവുന്നതിനേക്കാളും കൂടുതൽ റിഗ്രറ്റ് പല സ്റ്റുഡൻസും പറഞ്ഞിട്ടുള്ളത്, സാറേ നമ്മൾ വെറുതെ അറ്റംപ്റ്റ് വേസ്റ്റ് ചെയ്തു സാറേ. ഇതിപ്പോ എന്റെ 4ാമത്തെ അറ്റംപ്റ്റ് ഞാൻ എഴുതാൻ പോകണം, 5ാമത്തെ അറ്റംപ്റ്റ് എഴുതാൻ പോകണം, ആദ്യത്തെ 2-3 അറ്റംപ്റ്റ് ഒന്നും കാര്യമാക്കി എടുത്തില്ല. ഇപ്പൊ എനിക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലായപ്പോ, അല്ലെങ്കിൽ എഴുതിയാൽ കിട്ടും എന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങി, എന്റെ ഫ്രണ്ട്സ് ഒക്കെ പാസ് ആവുന്നുണ്ട്, അപ്പോഴേക്കും നമ്മൾ സിറ്റുവേഷൻസ് ഒക്കെ മാറി, വീട്ടിലെ റെസ്പോൺസിബിലിറ്റീസ് കൂടി. അപ്പോൾ ദിസ് ഇസ് വൺ ഫാക്ടർ ദാറ്റ് ഐ ഓൾവേസ് ട്രൈ ടു അഡ്രസ് സ്റ്റുഡൻസ്. ഇപ്പോ എന്റെ കേസിൽ, ലിജലിന്റെ കേസിൽ എനിക്കറിയില്ല, എന്റെ കേസിൽ ഞാൻ എക്സാം ഹാളിൽ പോകുമ്പോൾ CA ഇന്റർ ആവട്ടെ, CA ഫൈനൽ ആവട്ടെ, ഞാൻ പാസ് ആവും എന്നുള്ള എക്സ്പെക്ടേഷനോട് കൂടിയല്ല പോയത്. എന്റെ ഫെയിൽ ആവാനുള്ള ചാൻസസ് കൂടുതൽ കണ്ടിട്ടാണ് ഞാൻ പോയത്. മോർ ദാൻ ദാറ്റ്, നമ്മള് റിസൾട്ട് വാട്ട് എവർ ഇറ്റ് മേ ബി, നമ്മൾ എഫേർട്ട് ഇട്ടോ ഇട്ടില്ല, ദാറ്റ് ഇസ് വാട്ട് അൾട്ടിമേറ്റ്ലി മാറ്റേഴ്സ്. അപ്പൊ ആ ഒരു റിഗ്രറ്റ് വരാതെ നിങ്ങൾ നോക്കുക. ബാക്കി എന്തൊക്കെ ചാലഞ്ചസ്, ഇപ്പൊ കഴിഞ്ഞ കൊല്ലം പറഞ്ഞ പോലെ തന്നെ, ഇപ്പൊ ലിജിൽ ഭായ് ഇപ്പൊ പറഞ്ഞ പോലെ ഈ പ്രാവശ്യത്തെ കുറച്ച് സീരിയസ് ആട്ടോ. കൊറോണന്റെ ആസ്പെക്ട് ഒന്ന് നോക്കുകയാണെങ്കിൽ, ഞാനും തന്നെ 3-4 ദിവസം മുന്നേ വരെ അത്യാവശ്യം നല്ല പുറത്തൊക്കെ കറങ്ങിയൊക്കെ നടന്നിങ്ങനെ പോണത്. പിന്നെ ന്യൂസ് കാര്യങ്ങളൊക്കെ കേട്ട് വന്ന് നമുക്ക് തന്നെ അറിയുന്ന ആൾക്കാർക്കൊക്കെ കൊറോണയും കാര്യങ്ങളും വന്ന് തുടങ്ങിയപ്പോഴേക്കും, പ്ലസ് ഇപ്രാവശ്യത്തെ സിംറ്റംസും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ദിസ് ഇസ് എ ബിറ്റ് സീരിയസ്. ഇപ്രാവശ്യത്തെ നമ്മളെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളെ ഹെൽത്ത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയാൽ തന്നെ അത്രയും നല്ല അച്ചീവ്മെന്റ് ആണ്. എനിവേസ്, ലൈക്ക് CA സ്റ്റുഡൻസ് പോയിന്റ് ഓഫ് വ്യൂ ഇതൊന്നും അവരെ ബാധിക്കുന്ന വിഷയങ്ങളല്ല. ലിജിൽ ഭായ് പറഞ്ഞ പോലെ നമ്മൾ 24/7 വീടിന്റെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ട് പഠിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ലിജിൽ ഭായ്, ഞാൻ എന്റെ മൈൻഡിലുള്ള സംഭവം എന്താ വെച്ചാൽ, നമ്മളിപ്പോ ഈ സെഷൻ അറ്റൻഡ് ചെയ്യുന്ന പല സ്റ്റേജിലുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും. ഫൗണ്ടേഷൻ ഉണ്ടാവും, ഇന്റർ ഉണ്ടാവും, ഫൈനൽ ഉണ്ടാവും. നമുക്ക് കോമൺ ആയിട്ട് എങ്ങനെ എക്സാമിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ടോപ്പിക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ആൻഡ് ദെൻ ആഫ്റ്റർ ദാറ്റ്, ലൈക്ക് യു സെഡ്, നമുക്കൊരു ഇന്ററാക്റ്റീവ് സെഷനിൽ അവരെ ക്വസ്റ്റ്യൻസ് നമുക്ക് അഡ്രസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് പോയി നോക്കാം. അപ്പൊ എന്റെ ഒരു ഹൗ ഐ എം പ്ലാനിങ് ദിസ് സെഷൻ ഇസ്, നമ്മളെ പ്രിപ്പറേഷൻസ് ഫസ്റ്റ് തിങ്. നമുക്ക് ഇനിയിപ്പോ ഇപ്പോഴത്തെ സ്കെഡ്യൂൾ പ്രകാരം നമുക്ക് എക്സാമിന് ഒരു 1 month ഉണ്ടാവും. സോ വാട്ട് ആർ വി സപ്പോസ് ടു ഡു, ഹൗ ആർ വി സപ്പോസ് ടു അപ്രോച്ച് ദ സബ്ജക്ട്സ് ഡ്യൂറിംഗ് ദിസ് പീരിയഡ്, ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, എക്സാം ടൈമിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള ഈ 2 ആസ്പെക്ട് നിന്നാണ് ഞാൻ എന്റെ മൈൻഡിൽ ഈ സെഷനെ പറ്റിയുള്ള ഒരു പ്ലാനിങ് ഉള്ളത്. അപ്പൊ ഇതിൽ തന്നെ ഇപ്പൊ പ്രിപ്പറേഷൻ പോയിന്റ് ഓഫ് വ്യൂ എന്ന്, നോർമലി ഐ ഗെറ്റ് ദിസ് മെസ്സേജസ് ഫ്രം സ്റ്റുഡൻസ് സെയിങ്, സാർ നിങ്ങൾ നമുക്കൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി തരും, ഞാൻ ഇന്ന് എന്ത് പഠിക്കണം, നാളെ എന്ത് പഠിക്കണം, ഈ ഒരാഴ്ച എന്ത് പഠിക്കണം. ദാറ്റ് ഇസ് നോട്ട് സംതിങ് ദാറ്റ് വി ക്യാൻ ഡു ഇറ്റ്. കാരണം ഓരോരുത്തരുടെ അറ്റ്മോസ്ഫിയർ ഡിഫറെന്റ് ആണ്. നിങ്ങളെ ലെവൽ ഓഫ് സ്റ്റഡീസ് നിങ്ങൾ എവിടെ എത്തി എന്നുള്ളത്, നിങ്ങളിപ്പോ പഠിക്കാനിരിക്കുന്ന സിറ്റുവേഷൻ എല്ലാം ഡിഫറെന്റ് ആണ്. ഇപ്പൊ എനിക്കൊക്കെ നല്ല ഓർമ്മയുണ്ട്, സ്കൂളിലൊക്കെ എന്റെ ടീച്ചേഴ്സൊക്കെ എനിക്ക് പഠിപ്പിച്ചെന്ന സംഭവം, ഏർലി ടു ബെഡ് ആൻഡ് ഏർലി ടു റൈസ് മേക്സ് എ മാൻ ഹെൽത്തി വെൽത്തി ആൻഡ് വൈസ്. നമ്മൾ നേരത്തെ കിടന്നുറങ്ങുക, നേരത്തെ എണീറ്റ് നേരത്തെ പഠിക്കാൻ തുടങ്ങിയ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ തലയിൽ നല്ലോണം കയറും എന്നൊക്കെ പറയലുണ്ടായിരുന്നു. പക്ഷെ ഞാൻ CA ഇന്ററിന് പഠിക്കുന്ന സമയത്ത് എന്റെ ഹോസ്റ്റലിൽ ഫുൾ ഒച്ചയും ബഹളാണ്. സോ അവിടെ പഠിക്കുന്ന ഒരു സംഭവം നടക്കൂല. വാട്ട് ഐ ഡിഡ് വാസ്, എല്ലാരും ഉറങ്ങണ സമയത്ത് അത്രയും ലേറ്റ് ആയിട്ട് ഇരുന്ന് പഠിക്കും, രാവിലെ കിടന്നുറങ്ങും. ദാറ്റ് വാസ് സംതിങ് ദാറ്റ് ഐ ഡിഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ്. അപ്പോ അങ്ങനെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിട്ട് ചെയ്തതല്ല, വേറെ സിറ്റുവേഷൻസ് അങ്ങനെയായിരുന്നു. ബാക്കി റൂംസിലൊക്കെ ഫുൾ ഒച്ചയും ബഹളവും കാര്യങ്ങളും നടക്കുമ്പോൾ നമുക്ക് അവിടെ ഇരുന്ന് പഠിത്തം നടക്കൂല. സോ വാട്ട് ഐ ഡിഡ് വാസ്, എല്ലാവരും ആക്റ്റീവായി നിൽക്കുന്ന സമയത്ത് ഞാൻ കിടന്നുറങ്ങും, അവരൊക്കെ ഉറങ്ങുന്ന സമയത്ത് ഇരുന്ന് പഠിക്കും. സോ ഓരോരുത്തരുടെ അറ്റ്മോസ്ഫിയർ ഡിഫറെന്റ് ആയിരിക്കും. നമുക്കൊരു ജനറൽ പ്ലാൻ പറഞ്ഞു കൊടുക്കാനേ നമുക്ക് പറ്റുള്ളൂ. വാട്ട് യു തിങ്ക് ലിജിൽ ഭായ്, അങ്ങനെ അപ്രോച്ച് ചെയ്യാം അല്ലെ? യെസ്. എനിക്ക് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പൊ ഷാനിൽ പറഞ്ഞ അതേ പോയിന്റ് ഒന്നുകൂടെ സ്ട്രെസ് ചെയ്യാണ്. കുറെ ആൾക്കാരുന്നു, നിങ്ങളിപ്പോ എടുത്തു നോക്കുവാണെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോ 72 പേര് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഞാൻ എല്ലാവരോടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് എത്ര പേർക്ക് ഒരു പ്ലാൻ ഉണ്ട്? നമ്മൾ പലപ്പോഴായിട്ട് നമ്മൾ സ്റ്റുഡൻസ് ഉണ്ട്, ഞാൻ ഒരുപാട് പേരെ കണ്ടിരിക്കുന്ന ഒരു പ്രശ്നം ഇതാണ്, ദേ നോട്ട് ഹാവിങ് എ പ്ലാൻ. ഇപ്പോൾ റാൻഡം ആയിട്ട് ഇങ്ങനെ പഠിച്ചു തുടങ്ങുകയാണ്. ഓർ അവരുടെ പ്ലാൻസ്, ലൈക്ക് പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു, എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു സയന്റിഫിക് പ്രോസസ്സാണ്. നമ്മൾ പ്ലാൻ, യു കനോട്ട് ഗോ എക്സ്ട്രീം വിത്ത് പ്ലാനിങ്. നമ്മൾ മറ്റേ സ്കൂളിൽ ഇരുന്ന് പ്ലാൻ ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട്. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന അതിന്റെ മുകളിൽ ഒരു ബോർഡ് ഒട്ടിക്കും, എന്നിട്ട് അവിടെ പറയും 7 മുതൽ 7 വരെ ഇംഗ്ലീഷ്, 7 മുതൽ 8 മണി വരെ മലയാളം, അത് കഴിഞ്ഞ് 8 to 8:30 എന്ന് പറയുന്നത് സയൻസ്. ഇങ്ങനെ നമുക്ക് ഒരിക്കലും CA എക്സാംസിന് പഠിക്കാൻ പറ്റില്ല. സോ ഫസ്റ്റ് തിങ് ദാറ്റ് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് we need to have a plan, okay, but we cannot have a complete rigid plan, okay. ചാനൽ പറഞ്ഞ ഒരു പോയിന്റ് ഞാൻ വീണ്ടും പറയാണ്, many students think that നിങ്ങൾക്ക് പാസ് ആവണമെങ്കിൽ 100% സിലബസ് കംപ്ലീറ്റ് ചെയ്യണമെന്ന്. ഞാൻ എന്റെ കാര്യം പറയാം, എനിക്ക് ഇപ്പോഴും കുറച്ച് പഠിക്കാനുണ്ട്. എനിക്കൊന്ന് ചാനലിലെ ക്ലാസ് ഇരിക്കേണ്ടി വരും. ലോയിലെ കുറച്ച് കാര്യങ്ങൾ ഇനി ഞാൻ പഠിച്ചിട്ടില്ല. Okay, there is some SEBI guidelines that in final I left out. ഞാൻ പഠിച്ചില്ല, മൈൽ പാസ്സായി. So don't think that you have to complete 100% of your syllabus. അങ്ങനെ ഒരു കാര്യമില്ല. And even if you are aiming 100 marks,
Okay, it's not going to be like coming from all the pages in the institute material. അങ്ങനെയല്ല ഒരിക്കലും CA എക്സാംസ് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ 100% പഠിച്ച് തീർന്നാലേ എനിക്ക് എക്സാം എഴുതാൻ പറ്റൂ എന്നുള്ള കാര്യം നമ്മൾ മാറ്റി വെക്കുക. വി നീഡ് ടു ഹാവ് എ പ്ലാൻ ഫോർ ഷുവർ. ആൻഡ് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു പോയിന്റ് ഓഫ് വ്യൂ ഇതായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചെന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര അവർ പുട്ട് ഔട്ട് ചെയ്യുന്നു അതിലാണ് മൊത്തം കാര്യം. അപ്പൊ ഞാൻ എന്റെ തൊട്ട് മുന്നിൽ CA പാസ്സായിരിക്കുന്ന കുറച്ച് സീനിയേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അവരിങ്ങനെ കാണുവാണ്. അവരെ കാണുമ്പോൾ അവർ ഭയങ്കര സ്റ്റുഡിയസ് ആയിട്ടുണ്ടായിരുന്നു. അവർ എക്സാമിനേഷൻ ലീവിന് പോയ സമയത്താണ് ഫുൾ ഒരു ഉറക്കമൊന്നും ഇല്ലാത്ത ഒരു രീതിയിൽ ഒരു പ്രത്യേക രീതിയിലുള്ള അറ്റയറിലാണ് അവരിങ്ങനെ വാക്ക് ചെയ്യുന്നത്. അപ്പൊ അവനെ കണ്ടു വെച്ചാൽ എന്ത് പറ്റി, എത്ര മണിക്കൂർ നീ പഠിക്കുന്നുണ്ട്? അവൻ കണ്ടറിയാം ഭയങ്കരമായിട്ട് പഠിക്കേണ്ടത്. പറഞ്ഞു എടാ CA എക്സാംസ് പാസ്സാവണമെങ്കിൽ മിനിമം 16 മണിക്കൂർ പഠിക്കണം. ലൈക് ഷോക്ഡ്. ഞാൻ സൂപ്പർ ഷോക്ഡ് ആയിരുന്നു. കാരണം എന്റെ ലൈഫിൽ ഞാൻ ഇതുവരെ 16 മണിക്കൂർ ഒരു കാര്യം ഫോക്കസ്ഡ് ആയിരുന്നു ചെയ്തിട്ടില്ല. സോ 16 hours study was like impossible for me. And he told me that you have to study for 16 hours to pass the examination. ഞാൻ ആലോചിക്കുമായിരുന്നു നമുക്ക് ഉറങ്ങാനുള്ള സമയം വേണം, നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം വേണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഓക്കെ ഞാനപ്പോ പ്രിപ്പറേഷൻ തുടങ്ങിയപ്പോൾ ഐ കെപ്റ്റ് എ വെരി പ്രോഗ്രസീവ് പ്ലാൻ. ഞാൻ പറഞ്ഞു എന്റെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13 മണിക്കൂർ പഠിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്, ഞാൻ ഫസ്റ്റ് ഡേ ഓഫ് മൈ പ്രിപ്പറേഷൻ ഞാൻ ചെയ്തിരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ പഠിക്കുന്ന സമയത്ത് ഞാൻ ഓൺ ഔട്ട് എന്നിട്ട് പഠിക്കാതിരിക്കുന്നത്. എന്നിട്ട് അത് ഞാൻ ബ്രേക്ക് എടുക്കുമ്പോൾ ഞാൻ പോസ് ചെയ്ത് വെക്കും. എന്നിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും, വീണ്ടും പോസ് ചെയ്യും, വീണ്ടും സ്റ്റാർട്ട് ചെയ്യും, വീണ്ടും പോസ് ചെയ്യും. എന്നിട്ട് 10 മണിക്കൂർ ഞാൻ സ്പെൻഡ് ചെയ്തു എന്നുള്ളത് ഭയങ്കര ഹാപ്പി. 10 മണിക്കൂർ ഞാൻ സ്പെൻഡ് ചെയ്തല്ലോ. ഞാൻ വെച്ചു അത് മതി, ഇനിയിപ്പൊന്നും നോക്കാനില്ലേ, അത് വണ്ടർഫുൾ ആയിട്ട് പോണത്. രണ്ടാമത്തെ ദിവസത്തെ എന്റെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ റെക്കോർഡിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പൊ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും ബുക്കൊക്കെ മറിക്കുന്നുണ്ട്. കാരണം എന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്പ് വാച്ച് നിൽക്കാൻ പാടില്ല, അത് കൂടുതലാക്കുക എന്നുള്ളതായിരുന്നു. But then second day when I was ഞാൻ ബെഡിൽ പോകുന്നതിന് തൊട്ട് മുമ്പ് I was actually looking at what have I studied. Literally you won't believe, ഞാൻ പ്രത്യേകിച്ച് ഒന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ബുക്ക് വെറുതെ ഇങ്ങനെ മറിച്ചുകൊണ്ട് തിരിച്ചുകൊണ്ടിരിക്കില്ല. അപ്പൊ സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് അബൌട്ട് ഹൗ മച്ച് ടോപ്പിക് യു കവർ. ഒരിക്കലും ഒരു കാരണവശാലും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ മിസ്റ്റേക്ക് വരുത്തിയിട്ട് കറക്റ്റ് ചെയ്യണമെന്നില്ല. ബാക്കിയുള്ളവരുടെ മിസ്റ്റേക്കും നിങ്ങൾക്ക് ലേൺ ചെയ്യാം. അതിനൊക്കെയാണ് നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. നമ്മുടെ മിസ്റ്റേക്സിനെ പറ്റിയിട്ട് പറയണം, നമ്മുടെ എക്സ്പീരിയൻസിനെ പറ്റി പറയണം. So first of all, we need to ensure that our plan is to cover a certain topic. അപ്പൊ നിങ്ങളുടെ ഡെയിലി ടാർഗറ്റ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു വീക്ക്ലി ടാർഗറ്റ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടു ദ എക്സാമിനേഷൻ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ടു കവർ എ ടോപ്പിക്. ഓക്കെ, അപ്പൊ നിങ്ങൾ 13 മണിക്കൂർ പഠിച്ചോ അല്ലെങ്കിൽ 16 മണിക്കൂർ പഠിച്ചോ ആരും ആ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോലും നിങ്ങൾ പാസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഓൺലി തിങ് ദാറ്റ് ഇസ് ഗോയിങ് ടു മാറ്റർ ഇൻ ദ എക്സാമിനേഷൻ എത്രത്തോളം നിങ്ങൾ ടോപ്പിക് കവർ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ കീപ് ദ ടാർഗറ്റ് അവിടെ, അത് എവിടെയെങ്കിലും നിങ്ങൾ എഴുതി വെക്കണം. ആൻഡ് റിട്ടൺ പ്ലാൻ ഹാസ് ഹ്യൂജ് ബെനിഫിറ്റ്സ്. കാരണം അത് നമുക്കൊരു ഡിസിപ്ലിൻ തരും കുറച്ചുകൂടെ. നമ്മൾ റാൻഡം ആയിട്ട് ഇപ്പൊ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് തീരുമാനിക്കുകയാണ് ഇന്ന് എന്ത് പഠിക്കാം, ഇന്ന് പിന്നെ ഇന്ന് ഓഡിറ്റ് പഠിക്കാം എന്ന് പറഞ്ഞിട്ട് ഓഡിറ്റിന്റെ ബുക്ക് എടുക്കുക അല്ല ചെയ്യേണ്ടത്. ഓക്കെ, സോ വി ഷുഡ് ഹാവ് എ പ്ലാൻ. ഞാൻ എന്താ ഏറ്റവും വലിയ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിനേഷൻ ക്ലോസർ ആകുന്നതിന് കണക്കായിട്ട് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ലാവിഷായിട്ട് ഓക്കെ, ഇപ്പം ഫോർ എക്സാമ്പിൾ അമാൽഗമേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നിങ്ങൾ ഒരാൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ 5 ദിവസം നമുക്ക് അമാൽഗമേഷൻ പഠിച്ചുകൊണ്ടിരിക്കാം. പക്ഷേ എക്സാമിന് 1 മാസം മുമ്പ് ഇരുന്നിട്ട് 5 ദിവസം അമാൽഗമേഷൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അക്കൗണ്ട്സ് വേറൊന്നും പഠിക്കാൻ സമയം കിട്ടുന്നില്ല. സോ എൻഷുർ ദാറ്റ് നിങ്ങൾക്ക് എത്ര സമയമുണ്ട് ഓരോന്നിലും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ തന്നെ നമ്മൾ കോർപ്പറേറ്റിൽ പറയുന്ന ഒരു പ്രത്യേക വേർഡ് ഉണ്ട്, യു ഗെറ്റ് വാട്ട് യു മെഷർ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്നുള്ളതിന്റെ ഒരു സ്റ്റാറ്റസ് നിങ്ങളുടെ കയ്യിൽ വേണം. ഇനി എന്താ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, ആ പഠിക്കാനുള്ളതിൽ നിങ്ങൾക്ക് എത്ര സമയം അലോക്കേറ്റ് ചെയ്യാൻ പറ്റും, ആ സമയത്തിൽ ഹൗ കെൻ യു കവർ ഇറ്റ്. ഇതാണ് നിങ്ങളുടെ പ്ലാനിനെ കംപ്രൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ. സോ യു ഷുഡ് റൈറ്റ് ഡൗൺ സംവെയർ, ഓക്കെ ഇതാണ് എന്റെ പ്ലാൻ, ഇതിൽ ഞാൻ ഇന്ന് ടോപ്പിക്സ് ആണ് കവർ ചെയ്യാനുള്ളത്. ആൻഡ് ഡോണ്ട് ബി സോ റിജിഡ് ലൈക്ക് ഈ മണിക്കൂറിൽ ഞാൻ ഇത് ഫിനിഷ് ചെയ്യണം. ഇമ്പോസിബിൾ ടു ഡു. എല്ലാവരും ഹ്യൂമൻസ് ആണ്. അപ്പൊ ഇറ്റ് ഇസ് നോർമൽ ദാറ്റ് അവർ പ്ലാൻസ് മൈറ്റ് ചേഞ്ച്. ഞാൻ ഐ സ്റ്റിൽ റിമെമ്പർ, ഞാൻ CA ചാനലിന് പ്ലാൻ ഉണ്ടാക്കിയിട്ട് ഫണ്ണി തിങ് ഹാപ്പൻ. ഞാൻ പ്ലാൻ ഉണ്ടാക്കി എന്റെ ഫ്രണ്ട്സ് കൂടെ, ഞങ്ങൾ റൂംമേറ്റ്സ് ഒക്കെ വെച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ ഞാൻ പ്ലാൻ ഉണ്ടാക്കിയിട്ട് വലിയ പ്ലാൻ ആയിരുന്നു. അത് വലിയ മറ്റേ A3 പേപ്പറിൽ എടുത്ത് ഒട്ടിച്ച്. ഞാൻ വിചാരിച്ചു എല്ലാം പക്ക ഫിഗേർഡ് ഔട്ട് ആയി, എല്ലാ ടോപ്പിക്ക് കവർ ചെയ്യുന്ന പ്ലാൻ. അത് കഴിഞ്ഞ് എന്റെ ഫ്രണ്ട് റൂമിൽ വന്നിട്ട് ഇങ്ങനെ പ്ലാൻ വായിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് അവൻ പറഞ്ഞാ ഇവിടെ ഹിസ്റ്ററി കാണുന്നില്ലല്ലോ. അതില് ഞാൻ മൊത്തം പ്ലാൻ ഇട്ടു, ഒരു സബ്ജക്ട് വിട്ടുപോയി. സോ ഇറ്റ് ഹാസ് ടു ബി ചേഞ്ചബിൾ. അപ്പൊ നമ്മൾ പ്ലാൻ വീണ്ടും മാറ്റി വേറൊരു പ്ലാൻ ഉണ്ടാക്കി. സോ ഇറ്റ് ഹാസ് ടു ബി ഫ്ലെക്സിബിൾ. നമുക്ക് ഇറ്റ്സ് നോട്ട്, നമ്മൾ ഫുൾ റിജിഡ് ആയിട്ട് പോകാനൊന്നും പറ്റത്തില്ല. വി ആർ ഗോയിങ് ടു മേക്ക് സം മിസ്റ്റേക്സ്. അപ്പൊ 2 രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യാറുണ്ട്. ലൈക്ക് ഒന്ന്, ആൾക്കാർ മൾട്ടിപ്പിൾ സബ്ജക്ട്സ് ഒരു ദിവസം ഹാൻഡിൽ ചെയ്യും, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു സബ്ജക്ട് മൊത്തമായിട്ട് പഠിക്കും. ഇൻ മൈ പേഴ്സണൽ ഒപ്പീനിയൻ, ഓഫ് കോഴ്സ് ചാനൽ ഓൾസോ ഐ വാണ്ട് യു ടു കമന്റ് ഓൺ ദിസ്.
ഇതൊരു ജനറിക് ആയിട്ടുള്ള ഒരു ഡൗട്ട്. ഇപ്പൊ നമ്മൾ ഒരു സബ്ജക്ട് എടുത്തിരുന്ന് പഠിക്കണോ അതോ നമ്മൾ മൾട്ടിപ്പിൾ സബ്ജക്ട് എടുത്ത് പഠിക്കണോ ഒരു ദിവസം? ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, നിങ്ങൾക്ക് ഒരു ദിവസം തന്നെ ഒരു ഫുൾ സബ്ജക്ട് പഠിക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫോക്കസ് ഉണ്ട്, ഒരുപാട് ടോപ്പിക് കവർ ചെയ്യാൻ പറ്റും. അത്രയും ഫോക്കസ് ഉണ്ടെങ്കിൽ ഡു ദാറ്റ്. ഇഫ് യു ആർ നോട്ട് ഹാവിംഗ് ദാറ്റ്, നിങ്ങൾ ഒരു സബ്ജക്ട് കുറെ വായിക്കും, നിങ്ങൾക്ക് ബോർ അടിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡ് ടു വൺ മോർ 2 സബ്ജക്ട്. എന്നിട്ട് ബോർ അടിക്കേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ആഡ് വൺ മോർ വിച്ച് വുഡ് ബി എ തിയറി ഓർ എ ലൈറ്റർ സബ്ജക്ട്. ബട്ട് 3 സബ്ജക്റ്റിനെക്കാളും കൂടുതൽ നിങ്ങൾ ഒരു ദിവസം എടുത്ത് അതിനെ പെരുമാറാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡ് ഓഫ് ദ ഡേ, നമ്മളെല്ലാവരും ഹ്യൂമൻ മൈൻഡ് വർക്ക്സ് ഇൻ ആൻ ഓർഡർ. നമുക്ക് ഒരു ദിവസം ഈവനിങ് ഫിനിഷ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്ത കാര്യത്തിന് സാറ്റിസ്ഫാക്ഷൻ വേണം. അപ്പോഴാണ് നന്നായി സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. ഒരു പ്രിപ്പറേഷൻ സമയത്ത് എനിക്ക് ഏറ്റവും സുഖം കിട്ടിയിരിക്കുന്ന ഉറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് പ്ലാൻ ചെയ്തല്ല ഇങ്ങനെ ടിക്കറ്റ് പഠിച്ചു കഴിഞ്ഞു എന്നുള്ള ഉറപ്പ് വന്നപ്പോൾ അന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. അതാണ് ഏറ്റവും ഹാപ്പിനെസ് കിട്ടുന്ന ഒരു കാര്യം. അപ്പോൾ എൻഷുർ ദാറ്റ് യു ഡോണ്ട് ടേക്ക് ടു മച്ച് ഓഫ് സബ്ജക്ട്സ് പെർ ഡേ. അതങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ടോപ്പിക് കവർ ചെയ്യാൻ പറ്റത്തില്ല. സോ ഒറ്റ അടിക്ക് നിങ്ങൾക്ക് ഒരു സബ്ജക്ട് ഫിനിഷ് ചെയ്ത് അടുത്തേക്ക് പോകാൻ പറ്റുന്നത് ബെസ്റ്റ് തിങ് ടു ഡു. ഓക്കെ, സോ ഹാവ് എ പ്ലാൻ. Ensure that you write the plan somewhere, even if it's just 1 month. Ensure that okay, എനിക്കറിയാം ഈ 1 monthൽ ഞാൻ എന്ത് ചെയ്യണമെന്നുള്ളത്. And ensure that you create a target for topics to cover. ആ ഒരു ടോപ്പിക്കിന് എത്ര സമയം ഉണ്ടാവും എന്നുള്ള കാൽക്കുലേഷൻ നിങ്ങളുടെ മൈൻഡിൽ വേണം. ആൻഡ് at the same time നിങ്ങൾ I know that it's നിങ്ങൾ എക്സാമിനേഷൻ ഓൾറെഡി നിങ്ങളിപ്പം പല സ്ട്രീമിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. IPCC ഉണ്ടാവും, നിങ്ങൾ ഫൗണ്ടേഷൻ ഉണ്ടാവും, ഫൈനൽ ഉണ്ടാവും. അപ്പൊ എല്ലാവരും ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് സ്റ്റഡീസിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങളിപ്പോ ഓൾ ഓഫ് യു ഇപ്പൊ നിങ്ങൾ കുറെ ആൾക്കാർ ഇരിക്കുന്നത് ഫൈനൽ റിവിഷൻ സ്റ്റേജിലാന്ന് വെച്ചോ. ഓഫ് കോഴ്സ് നമുക്ക് ഫസ്റ്റ് ടൈം പ്രിപ്പറേഷനുമായിട്ട് ഒരു എക്സാമിന് ഫുൾ ടൈം പ്രിപ്പയർ ചെയ്തിട്ട് ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ എക്സാമിന്റെ തലേന്ന് ക്ലിയർ ചെയ്യാന്നുള്ള ഒരു പ്ലാൻ ഇടാൻ പറ്റില്ല. വി നീഡ് ടു റിവൈസ് ഇറ്റ്. എന്നാൽ മാത്രമേ അവർ നമ്മുടെ മൈൻഡിൽ നിൽക്കത്തുള്ളൂ. അപ്പൊ നിങ്ങളുടെ പ്ലാൻ ഷുഡ് ബി സച്ച് ദാറ്റ് നിങ്ങളുടെ പ്ലാനിൽ റിവിഷൻ ഇസ് ഓൾസോ കവേർഡ്. ഓക്കെ, ആൻഡ് വെരി ഇമ്പോർട്ടന്റ് തിങ് ദാറ്റ് യു ഹാവ് ടു ഡു നിങ്ങൾ എക്സാമിനെ കൺസേൺ ചെയ്യുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ മോഡൽ എക്സാം. ഞാൻ ഒരുപാട് സ്റ്റുഡൻസിനെ കണ്ടിട്ടുണ്ട്. ഞാൻ ചോദിക്കാറുണ്ട് അവർ നിങ്ങൾ എത്ര മോഡൽ എക്സാംസ് എഴുതിയിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, സോ എനിക്ക് തോന്നുന്നു കുറെ സ്റ്റുഡൻസിന്റെ ആൻസേഴ്സ് വുഡ് ബി ലൈക്ക് സർ ഞാൻ മോഡൽ എക്സാം എഴുതിയിട്ടില്ല. നിങ്ങൾ ലാസ്റ്റ് ടൈം എഴുതിയിട്ടുണ്ടാവത്തില്ല. ദാറ്റ് ഈസ് ഓക്കെ. ലൈക്ക് ഇൻ കേസ് യു ഹവ് റിട്ടൺ ആൻ എക്സാം, നിങ്ങൾ ആ എക്സാം ക്ലിയർ ആയിട്ടില്ല and then you are writing an exam, last time ചിലപ്പോൾ അത് ചെയ്തിട്ടുണ്ടാവത്തില്ല. Now there's an opportunity for you to change it. നമുക്കത് മാറ്റാനുള്ള ഒരു ചാൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. So ensure that your next plan also include model exam inside it. Okay, ഇനി എങ്ങനെ ഈ പെർട്ടിക്കുലർ പ്ലാൻ നിങ്ങൾക്ക് എങ്ങനെ ഒരു പ്രിപ്പറേഷൻ പ്ലാൻ നിങ്ങൾക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റും? ലൈക്ക് ചാനൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇപ്പൊ എന്റെ പ്ലാൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി എനിക്ക് അനുസരിച്ചിട്ടായിരിക്കും. ഓക്കെ, സോ ഞാൻ സ്റ്റുഡൻസിനോട് ചോദിക്കാറുണ്ട്, ഞാൻ ഇതേ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ലൈക്ക് ഏത് സമയത്ത് പഠിക്കുന്നത് ഏറ്റവും ബെറ്റർ, രാവിലെയാണോ വൈകുന്നേരമാണോ എന്നുള്ളത്. അപ്പോൾ എല്ലാ സ്റ്റുഡൻസും ഓരോരോ ആൻസർ പറയണ, അവർക്ക് തന്നെ അറിയാം ഏത് സമയം അവർക്ക് ബെറ്റർ എന്നുള്ളത്. അതാണ് അവർ ആൻസർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പൊ ഷാനിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ IPCC പഠിച്ചുകൊണ്ടിരുന്നത് നൈറ്റിലായിരുന്നു, ഏറ്റവും സൈലന്റ് ആയിട്ടുള്ള സമയം. ഞാൻ ഫൈനൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഏർലി മോർണിംഗ് ആയിരുന്നു. അപ്പൊ ആ ഓരോരോ ആൾക്കും ഓരോ സമയത്ത് വാട്ട് വർക്ക്സ് ഫോർ യു. ഈ സമയത്ത് നിങ്ങൾ പോയിട്ട് വേറൊരു കാര്യം ട്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇപ്പം ഓൺലൈനിൽ പോയി കഴിഞ്ഞാൽ പല മെത്തേഡ് ഉണ്ടാവും. 5 മണിക്ക് എഴുന്നേറ്റ് പഠിക്കുന്ന ഒരു മെത്തേഡ്, ദിസ് ക്യാൻ മേക്ക് യു ക്ലിയർ ദ എക്സാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സാധനങ്ങളുണ്ട്. ഡോണ്ട് ബോദർ, ഓൾ ദോസ് തിങ്സ് ആർ, അതൊക്കെ വെറും മിത്താണ്. ഇതിനെ കൊണ്ടൊന്നും പ്രത്യേകിച്ച് മാറ്റമില്ല. നിങ്ങളുടെ ടോപ്പിക് കവർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, നിങ്ങളുടെ എഫക്റ്റീവ് ടൈം, നിങ്ങളുടെ ഹൈ പ്രൊഡക്ടിവിറ്റി ടൈം ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ആ സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ട് പഠിക്കാൻ കഷ്ടമുള്ള സാധനം എടുത്ത് അവിടെ കൊണ്ടിടുക. അപ്പൊ നിങ്ങൾ കൂടുതൽ പഠിക്കും. ഒരു ഭയങ്കര കോമൺ സെൻസ് ആയിട്ടുള്ള കാര്യമാണ്. Janil, what do you think? What else do you think should be included in their preparation plan? ഇതില് ഈ സ്റ്റഡി പ്ലാന്റെ വിഷയം ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ നമ്മള് ഇപ്പൊ ഞാനും ലിജിൽ ഭായും പറയുന്ന ഈ ടിപ്സ്, ഈ പോയിന്റ്സ് ആർക്കാണ് ഹെൽപ്ഫുൾ ആവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ ടോട്ടലി ബ്ലാങ്ക് ആണ്. വി നീഡ് ടു സ്റ്റാർട്ട്. എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ വി ക്യാൻ ഗിവ് ഇൻപുട്സ് ഫോർ ദം. നമുക്ക് ഈ ടിപ്സ് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ആൻഡ് ദെൻ വെൻ യു സ്റ്റാർട്ട് യുവർ സ്റ്റഡീസ്, പിന്നെ നിങ്ങളുടെ മൈൻഡ് നിങ്ങളോട് പറയാൻ തുടങ്ങും നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതിനേക്കാളും മേ ബി ദിസ് ഇസ് വാട്ട് ഇസ് ഗോയിങ് ടു വർക്ക് ഫോർ മീ എന്നുള്ളത്. അങ്ങനെ നിങ്ങൾ മൈൻഡ് പറയുമ്പോൾ യു അഡാപ്റ്റ് ടു ദാറ്റ്. അപ്പോൾ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് തിങ് ഐ വാണ്ട് ടു സേ. അപ്പോൾ ഇപ്പൊ ലെറ്റ്സ് ടേക്ക് ഇറ്റ് ദിസ് വേ. ഇപ്പൊ നമുക്ക് ഇപ്പൊ തൊട്ട് എക്സാം വരെയുള്ള ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ വി ആർ ഹാവിംഗ് അറൌണ്ട് 30 days. ലിജിൽ ഭായും പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ സ്ട്രെസ് ചെയ്ത അതേ ഫാക്ടർ, വി നീഡ് എ പ്ലാൻ. നമ്മൾ അത് പ്രകാരം നമുക്ക് ചെയ്യാൻ പറ്റില്ല, ദാറ്റ്സ് എ ഡിഫറെന്റ് തിങ്. ബട്ട് അറ്റ്ലീസ്റ്റ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഓരോ ദിവസം നമ്മൾ ടാർഗറ്റ് എത്ര ആയിരുന്നു, നമ്മൾ എവിടെ എത്തി എന്നുള്ളത് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. പ്ലാൻ ഒന്നും ഇല്ലാതെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ വിൽ ബി ഹാപ്പി വിത്ത് വാട്ട് എവർ വി ഡിഡ്, ബട്ട് നമ്മളെ വോളിയം വെച്ച് നോക്കുമ്പോൾ നമ്മൾ എവിടെ എത്തിയിട്ടുണ്ടാവില്ല. സോ ഫസ്റ്റ് തിങ്, നമുക്കിപ്പോൾ ഒരു 30 days നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ബാക്ക് വർക്ക് ചെയ്യാം. എക്സാമിന് ബാക്ക് ഒക്കെ വരാം. ഹൗ മെനി ഡേയ്സ് യു വാണ്ട് ഫോർ റിവിഷൻ, ദാറ്റ് ഇസ് ദ ഫസ്റ്റ് തിങ്.
ഇപ്പൊ അപ്രോക്സിമേറ്റ്ലി ഇപ്പൊ ഫോർ സിംപ്ലിസിറ്റി സേക്ക് നമ്മൾ ഒരു ഗ്രൂപ്പ് ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു 4 സബ്ജക്ട് ചെയ്യുന്ന ഒരാളെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഇഫ് യു വാണ്ട് 2 days per സബ്ജക്ട് ഫോർ റിവിഷൻ ഒരു 8 days മാറ്റി വെക്കുക ബാക്കൊക്കെ വന്ന് അപ്രോക്സിമേറ്റ്ലി നിങ്ങൾക്ക് ഒരു 5 days per സബ്ജക്ട് സ്റ്റഡീസിന് കിട്ടും. Now, ഈ 5 days per സബ്ജക്റ്റിൽ വാട്ട് ആർ യു സപ്പോസ് ടു കവർ എന്നുള്ളത് നമുക്ക് ഇതെല്ലാം പറയുമ്പോൾ നമ്മൾ ഒരു ഫാക്ടർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ പറയാ, ഇപ്പൊ പലരും പറയുന്നത് എനിക്ക് സ്കൂളിലൊക്കെ ഇത്രയും മാർക്ക് ഉണ്ടായിരുന്നു, പ്ലസ് ടുവിലൊക്കെ ഇത്രയും മാർക്ക് ഉണ്ടായിരുന്നു, സി എക്ക് എനിക്ക് പ്ലാനിങ് നടക്കുന്നില്ല, സ്റ്റഡി ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ഫാക്ടർ, നമ്മൾ വി ആർ കമ്മിങ് ഫ്രം സച്ച് എ സിലബസ് വേർ നമുക്ക് ഓരോ സബ്ജക്റ്റിന് ചിലപ്പോൾ 4-5 ദിവസമൊക്കെ ലീവ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു സ്കൂളിൽ. അപ്പോ ഒന്നും പഠിക്കാത്ത ഒരാള് എല്ലാം കൊണ്ടേ ലാസ്റ്റ് മൊമെന്റിൽ വെച്ചിട്ട് ഇരുന്ന് പഠിച്ചാലും ചിലപ്പോൾ ക്രാക്ക് ചെയ്യാൻ പറ്റും. സി എ എക്സാംസിൽ അങ്ങനെയല്ല നമുക്ക് വരുന്നത്, നമുക്ക് 1 day കിട്ടുന്നുള്ളൂ എക്സാമിന്റെ തലേന്ന്. അപ്പൊ ഈ ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ ടാക്സ് തീർക്കണം, ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ കോസ്റ്റിംഗ് തീർക്കണം, ഒറ്റ ദിവസം അക്കൗണ്ട്സ് തീർക്കണം. ഹൗ ഇസ് ഇറ്റ് പോസിബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ആ സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യുന്നത്, എങ്ങനെ പഠിക്കുന്നു, അതിന് ഡിപ്പെൻഡ് ചെയ്യും അത് പോസിബിൾ ആവോ അല്ലേ എന്നുള്ളത്. അപ്പൊ നമ്മൾ ഇപ്പൊ തന്നെ പഠിക്കുമ്പോൾ തിയറി സബ്ജക്ട്സ്, പ്രാക്ടിക്കൽ സബ്ജക്ട്സ്, തിയറിയിൽ തന്നെ ആവശ്യമുള്ള തിയറി, ആവശ്യമില്ലാത്ത തിയറി, ഐ ഡോണ്ട് നോ വെദർ ദാറ്റ് എന്താണ് ഒരു ആപ്റ്റ് ഇതാണോ എന്നുള്ളത്, ബട്ട് ഫ്രം മൈ പോയിന്റ് ഓഫ് വ്യൂ ഐ എം സെയിങ് ചില തിയറി ഒക്കെ നമുക്ക് വെറുതെ ഐ സ്റ്റിൽ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് പർപ്പസ് ഹാസ് IT ഇൻ മൈ ലൈഫ്, അറിയില്ല. അപ്പോ വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് ടു ദാറ്റ് സബ്ജക്ട്, അപ്പോൾ ചില സബ്ജക്ട്സ് നമ്മൾ ചിലപ്പോൾ അതേപോലെ ബൈ ഹാർട്ട് പഠിക്കേണ്ട സബ്ജക്ട്സ് ഉണ്ടാവും, ചിലത് ചിലപ്പോൾ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള തിയറി ഉണ്ടാവും, ലോ, ഓഡിറ്റിംഗ് ഒക്കെ. അപ്പോൾ എങ്ങനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും? ഇപ്പൊ ഒരു പ്രാക്ടിക്കൽ പേപ്പർ പോയിന്റ് ഓഫ് വ്യൂ അപ്പൊ നമ്മൾ പറഞ്ഞു 5 days per സബ്ജക്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ 5 days വി നോ ദാറ്റ് ദീസ് മെനി ചാപ്റ്റേഴ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ ഇതിൽ ഓരോ ചാപ്റ്ററിൽ ഇത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ തന്നെ ഒരു പക്ഷേ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡിറ്റോ സെയിം ആക്കാറ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. വി നീഡ് നോട്ട് വേസ്റ്റ് ടൈം ഓൺ ദാറ്റ് അഗൈൻ. തേർഡ് ക്വസ്റ്റ്യനിൽ ചിലപ്പോ ഫസ്റ്റ് 2ന്റെ 80% സെയിം ആയിരിക്കും, ബാക്കി 20% മാത്രം ചിലപ്പോൾ കുറച്ച് എക്സ്ട്രാ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും. ഐ എം സ്പീക്കിംഗ് ഫ്രം ദ വ്യൂ പോയിന്റ് ഓഫ് അക്കൗണ്ട്സ്, ഐ എം സ്പീക്കിംഗ് ഫ്രം ദ വ്യൂ പോയിന്റ് ഓഫ് ടാക്സ്. ടാക്സിലൊക്കെ നമുക്കിപ്പോ ഇപ്പൊ ഫോർ എക്സാമ്പിൾ PGBP അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻസിലൊക്കെ നമുക്ക് ഒരു 50-60 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ 1-2 എൻട്രീസ് അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കും പുതിയതായിട്ട് ഉണ്ടാവുക. ആ എക്സ്ട്രാ അഡ്ജസ്റ്റ്മെന്റ് എന്താ, എൻട്രി എന്താന്നുള്ളത് നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കണ മെറ്റീരിയലിന്റെ സൈഡിൽ തന്നെ എഴുതിയിടുക. അക്കൗണ്ട്സിലൊക്കെ ഇപ്പൊ നമുക്കിപ്പോ ഒരു ക്വസ്റ്റ്യന് 5-6 അഡ്ജസ്റ്റ്മെന്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ വി നോ ദാറ്റ് ഈ ഓരോ 5-6 അഡ്ജസ്റ്റ്മെന്റും 5-6 വർക്കിംഗ് നോട്ട് വേണം. അപ്പോൾ അതിൽ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ ഇപ്പൊ തന്നെ എഴുതിയിടുക. കാരണം എക്സാമിന്റെ തലേന്ന് നമുക്ക് ഈ പേപ്പേഴ്സ് ഫുള്ള് പ്രാക്ടീസ് ചെയ്തിട്ട് തീർക്കാൻ പോസിബിൾ ആവില്ല. അന്ന് നമ്മൾ എക്സാമിന്റെ തലേന്ന് ടാക്സും അക്കൗണ്ട്സും ഇങ്ങനത്തെ പ്രാക്ടിക്കൽ പേപ്പേഴ്സ് ഫുള്ള് വായിച്ചിട്ടായിരിക്കും തീർക്കുക. അപ്പോൾ ആ ഹൈലൈറ്റ് ചെയ്യേണ്ട പോയിന്റ് ഏതാ, ഞാൻ ഫോക്കസ് ചെയ്യേണ്ട പോയിന്റ് ഏതാന്നുള്ള ആദ്യം നിങ്ങൾ ഇപ്പൊ തന്നെ എഴുതിയിട്ടൊക്കെ. ദാറ്റ് ഇസ് വൺ തിങ് റിഗാർഡിംഗ് പ്രാക്ടിക്കൽ പേപ്പേഴ്സ്. തിയറി പേപ്പേഴ്സിൽ ലോ ആവട്ടെ, ഓഡിറ്റിംഗ് ആവട്ടെ, വാട്ട് ഐ യൂഷ്വലി ടെൽ സ്റ്റുഡൻസ് ഇസ് നമ്മൾ പിക്ചേഴ്സ്, ചാർട്ട്സ്, ഇപ്പൊ എന്റെ ക്ലാസ്സസ് ഒക്കെ ഞാൻ യൂഷ്വലി എടുക്കുന്ന അപ്രോച്ച് തന്നെ അതാണ്. പിക്ചേഴ്സ്, ചാർട്ട്സിലൂടെ ഒക്കെ ഒരു സെക്ഷൻ നമുക്ക് എൻറ്റയർ ഒരു ചാർട്ടായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റിയാൽ, അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ നമുക്ക് പിക്ചേഴ്സ് ആയിട്ട്, ചാർട്ടായിട്ട്, കാരണം നമ്മളെ മൈൻഡ് റീകോൾ ചെയ്യുന്ന ഒരു മെത്തേഡ് അതാട്ടോ. നമ്മൾ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ട് 5-6 വട്ടം വായിച്ച ഒരു ടെക്സ്റ്റ് ബുക്കിലെ പ്രൊവിഷൻസ് ചിലപ്പോൾ എക്സാം ഹോളിൽ നമുക്ക് പോയാൽ ഓർമ്മ ഉണ്ടാവില്ല. നേരെ മറിച്ച് ഒരു പ്രാവശ്യം മാത്രം കണ്ട ഒരു പടത്തിലെ സീനായിരിക്കും, അല്ലെങ്കിൽ 1-2 പ്രാവശ്യം മാത്രം കേട്ട ഒരു പാട്ടിന്റെ ലിറിക്സ് ആയിരിക്കും. അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡ് നമുക്ക് അങ്ങനെ പറഞ്ഞുതരും ഓരോ വേർഡ് ബൈ വേർഡ്. വൈ ഇസ് ഇറ്റ് വർക്കിംഗ് ദാറ്റ് വേ? ദാറ്റ് ഇസ് നമ്മളെ മൈൻഡ് വർക്ക് ചെയ്യുന്ന ഒരു മെത്തേഡ് അങ്ങനെയാണ്. നമ്മളെ മൈൻഡ് ഏറ്റവും പെട്ടെന്ന് ക്യാച്ച് ചെയ്യുക പിക്ചേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻസിഡൻസ്, സിനാരിയോസ്. സെക്കൻഡ് മോസ്റ്റ് എഫക്റ്റീവ് ആണ് ഓഡിയോ. ദ ലീസ്റ്റ് എഫക്റ്റീവ് ഇസ് വേർഡ്സ്. അപ്പൊ നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റണം. നമ്മൾ വായിക്കുന്ന പ്രൊവിഷൻസ് ആക്ച്വൽ കേസ് ലോസ് അല്ലെങ്കിൽ ഓരോ സിനാരിയോസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കമ്പനീസ്, സംഭവങ്ങളായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റി നമ്മളത് പിക്ചേഴ്സ് ആയിട്ട്, ഷോർട്ട് നോട്ട്സ് ആക്കിയിട്ട്, ചാർട്ട്സ് ആക്കിയിട്ട് ഉണ്ടാക്കാൻ പറ്റിയാൽ അതിൽ നിന്ന് നമുക്ക് ആ കീവേഡ്സ്, കാര്യങ്ങൾ കിട്ടും. എക്സാമിന്റെ തലേ നിങ്ങൾക്ക് നമ്മൾ ഇപ്പോൾ ഒരു 500-600 പേജുള്ള ഒരു ബുക്ക് ഇഫ് യു ക്യാൻ കൺവേർട്ട് ഇറ്റ് ടു 150 pages or 200 pages, അറ്റ്ലീസ്റ്റ് മെന്റലി നിങ്ങൾ നോട്ട് ഉണ്ടാക്കി എന്നുള്ള ഞാൻ പറയുന്നത്, അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് അതിൽ പ്രൊവിഷൻസ്, കാര്യങ്ങൾ ഫുൾ ഏതൊക്കെയാണ് കീവേഡ്സ് എന്നുള്ള ഉണ്ടാക്കി കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഗോയിങ് ടു ഹെൽപ്പ് യു ഓൺ ദ ഡേ ബിഫോർ ദി എക്സാം. അപ്പോൾ ആ ഒരു ഫാക്ടർ നിങ്ങൾ മൈൻഡിൽ വെക്കണം. നമ്മൾ റിവിഷന്റെ ടൈമിൽ നമുക്ക് ഇത്ര ഷോർട്ട് ടൈമേ കിട്ടുള്ളൂ. ഇപ്പൊ 5 ദിവസം ഞാൻ പറഞ്ഞ സാധനം നമുക്ക് റിവിഷന്റെ ടൈമിൽ 2 ദിവസം നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. ഈ 2 ദിവസത്തിന്റെ സാധനം എക്സാമിന്റെ തലേ നമുക്ക് 1 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇപ്പോഴത്തെ നമ്മൾ പ്രിപ്പറേഷൻ എത്രമാത്രം സോളിഡ് ആണ് ഓൺ ദാറ്റ് റിവിഷൻ നമ്മൾ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് ഡിപ്പെൻസ്. പ്രോപ്പർ തിയറി സബ്ജക്ട് IT എങ്ങനെ പഠിക്കുക, ഐ ഡോണ്ട് നോ. what I used to do was, എനിക്കത് എത്ര പഠിച്ചാലും എനിക്കത് റീകോൾ ചെയ്യാൻ പറ്റില്ല. 5-6 വട്ടം ഞാൻ റിവൈസ് ചെയ്തിട്ടുണ്ട്. IT കാരണം CA ഫെയിൽ ആവരുത് എന്നുള്ളത് 5-6 വട്ടം റിവൈസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് തന്നെ I ended up getting 40 marks in that. So what I used to do was,
ഇത് മിക്സിംഗ് അപ്പ് ആണ്. ഓരോ ടോപ്പിക്സ് അതും ഇതും എല്ലാം കൂടി മിക്സ് ആയി പോവാണ്. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് മറ്റേന്റെ ആൻസർ ഓർമ്മ വരും, മറ്റേന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇതിന്റെ ആൻസർ ഓർമ്മ വരും. ഡെയിലി ഇരുന്ന് പഠിച്ചു IT. സംതിങ് ലൈക്ക് ലിറ്റിൽ ബൈ സെറ്റ്. നമുക്ക് എപ്പോഴാണ് ഏറ്റവും എഫക്റ്റീവ് ടൈം? ഏർലി മോർണിംഗ് ആണെങ്കിൽ അപ്പൊ മേ ബി 1 മണിക്കൂർ ഡെയിലി രാവിലെ തുടങ്ങുന്ന IT വെച്ചിട്ടാണ്. തലേന്ന് പഠിച്ചതിന്റെ ജസ്റ്റ് റിവിഷൻ പെട്ടെന്ന് ചെയ്യും, പിന്നെ ബാക്കിയുള്ള അന്ന് പഠിക്കാനുള്ള പുതിയ ടോപ്പിക്സ് നമ്മൾ പഠിക്കും. അപ്പൊ അങ്ങനെ പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഫോക്കസ് ചെയ്ത് എങ്ങനെയാ വെച്ചാൽ, ഞാൻ എന്റെ ഓരോ ടെക്സ്റ്റിൽ ഓരോ പേജിൽ ഒരു ചെറിയ സ്ലിപ്പ് പോലെ ഇട്ടേക്കും. അപ്പൊ ആ 2 പേജിലുള്ള ഇപ്പൊ ഒരു 10 പോയിന്റ്സ് ഉള്ള ഒരു ആൻസർ ആണെന്ന് നോക്കാം, ആ പോയിന്റ്സ് എന്താണെന്നുള്ളത് മാത്രം എഴുതിയിടും. കാരണം ആ പോയിന്റ്സ് ഫസ്റ്റ് നമുക്ക് കിട്ടണം. അതിന്റെ ഉള്ളിലുള്ള കത്തിയടിക്കാനുള്ള സാധനങ്ങളൊക്കെ പോട്ടെ, ആദ്യം ആ പോയിന്റ്സ് കിട്ടിയാൽ മാത്രമേ പിന്നെ ഉള്ളിൽ എഴുതാനുള്ള കണ്ടന്റ് കിട്ടുള്ളൂ. അത് കിട്ടി കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളിലുള്ള കീവേഡ്സ്, പ്രൊവിഷൻസ്, പാരഗ്രാഫ് എന്തൊക്കെയാണെന്നുള്ളത് ഫോക്കസ് ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു അപ്രോച്ച് ചെയ്തത്. ഫോർ സബ്ജക്ട്സ് സച്ച് പ്യൂർലി തിയറി ഓറിയന്റഡ് സബ്ജക്ട്സ്. ബാക്കി ഓഡിറ്റിംഗ് ലോ ഒക്കെ ഞാൻ പറഞ്ഞ പോലെ പ്രൊവിഷൻ മനസ്സിലാക്കി നമ്മൾ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി വെക്കുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഫാക്ടർ, എനിക്ക് ടാക്സ് ഭയങ്കര ഇഷ്ടമാണ് സാറേ, അല്ലെങ്കിൽ എനിക്ക് ലോ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് കോസ്റ്റിംഗ് ഇഷ്ടമല്ല, അപ്പൊ ഞാൻ കുറെ ടാക്സ് പഠിക്കുക. നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ യു ക്യാൻ സ്പെഷ്യലൈസ് ഇൻ വാട്ട് എവർ യു ലൈക്ക്. പക്ഷെ പാസ് ആവണ വരെ നമുക്ക് CA കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത പെർട്ടിക്കുലർ സബ്ജക്റ്റ് നമ്മൾ പഠിച്ചേ മതിയാവും. അപ്പോ ട്രൈ ടു സ്പെൻഡ് എന്താണ് എല്ലാ സബ്ജക്റ്റിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ നോക്കുക. വെദർ യു ലൈക്ക് ഇറ്റ് യു ഡോണ്ട് ലൈക്ക് ഇറ്റ്, നമുക്കത് ക്ലിയർ ചെയ്യണം. എങ്ങനെയെങ്കിലും ക്ലിയർ ആയി കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം വാട്ട് യു വാണ്ട് ടു സ്പെഷ്യലൈസ് എന്നുള്ളത്. എല്ലാ സബ്ജക്റ്റിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ നോക്കുക. ഇനി ആ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ തന്നെ മാക്സിമം ഇഫ് പോസിബിൾ സെലക്റ്റീവ് സ്റ്റഡി ചെയ്യാതെക്കാൻ നോക്കുക. ഒരു ടോപ്പിക് ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യുക. കാരണം ഇതൊക്കെ എനിക്ക് പറ്റിയ മിസ്റ്റേക്സ്, അല്ലെങ്കിൽ ഞാൻ സ്റ്റുഡൻസിൽ കാണുന്ന മിസ്റ്റേക്സിന്റെ ബേസിലാണ് പറഞ്ഞിട്ടോ. നമുക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ സാറേ, എക്സാമിൽ നമുക്ക് 7 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 6 എഴുതിയാൽ മതിയല്ലോ, ഒന്ന് സ്കിപ്പ് ചെയ്താലും ഇപ്പൊ എന്താ പറ്റുക? യൂഷ്വലി ദ ടൈപ്പ് ഓഫ് ഓപ്ഷൻസ് ദാറ്റ് ഐ ഗിവ് യു ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 1ന്റെ A നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ 1ന്റെ B നിങ്ങൾക്ക് അറിയില്ല, ക്വസ്റ്റ്യൻ 2ന്റെ A അറിയില്ല, B അറിയാം. ക്വസ്റ്റ്യൻ അപ്പൊ ഈ രീതിയിൽ നമുക്കൊരു ഓപ്ഷൻ തന്നു എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ആൻഡ് ICAക്ക് ക്ലിയർലി അറിയാം ഒരു സ്റ്റുഡന്റിന്റെ വീക്ക് പോയിന്റ് എവിടെയാന്നുള്ളത്. അവർക്ക് എങ്ങനെ അറിയാം? നമ്മൾ ഇവാലുവേറ്റേഴ്സ് റിപ്പോർട്ട് എന്നുള്ള സംഭവമൊക്കെ ഓരോ പ്രാവശ്യം എക്സാം കഴിയുമ്പോൾ ICA റിലീസ് ചെയ്യാറുണ്ട്. അപ്പൊ അതിൽ ക്ലിയർലി പറയാറുണ്ട് ക്വസ്റ്റ്യൻ നമ്പർ 1 സ്റ്റുഡൻസിന് ഒരു പ്രോപ്പർ ക്ലാരിറ്റി കിട്ടില്ലായിരുന്നു, ഒരു വേഗ് ആയിട്ടാണ് ആൻസർ എഴുതിയത്. ക്വസ്റ്റ്യൻ നമ്പർ 2 ഇപ്പൊ ഒരു ലോ ഫാക്കൽറ്റി എന്നുള്ള നിലക്ക് എനിക്ക് ക്ലിയർലി അറിയാം എന്റെ സ്റ്റുഡൻസിന് വീക്ക് പോയിന്റ്സ് ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയായിരിക്കും. ഇപ്പോ അതർ ലോസിൽ ജനറൽ ക്ലോസസ് ആക്ട് ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട് അവർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. കമ്പനീസ് ആക്ടില് പബ്ലിക് ഡെപ്പോസിറ്റ് എന്നുള്ള ചാപ്റ്റർ മിക്കവാറും സ്കിപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഈ ടോപ്പിക്കില് ഈ അമെന്റ്മെന്റ് അവർ കാണാനുള്ള ചാൻസ് ഇല്ല. അല്ലെങ്കിൽ ഈ സെക്ഷന്റെ ഈ സബ് സെക്ഷന്റെ ഈ ക്ലോസിന്റെ സബ് ക്ലോസിൽ അവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ടായിരുന്നു അവർ കാണാൻ ചാൻസ് ഇല്ല. വി നോ ദി മെന്റാലിറ്റി ബിക്കോസ് നമ്മൾ ഒരുപാട് കാലമായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന സംഭവം. ഇതേപോലെ ICAക്ക് പറയാം. സോ വാട്ട് ഐം ട്രൈങ് ടു ടെൽ യു ഇസ് സെലക്ടീവ് സ്റ്റഡി ചെയ്യാതെ ഇഫ് പോസിബിൾ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിനെപ്പറ്റി എന്തെങ്കിലും എഴുതി കൊടുക്കാനുള്ള ഒരു നോളജ് ഉണ്ടാക്കിയിടാൻ നോക്കുക. യു ഡോണ്ട് ലൈക്ക് എ പെർട്ടിക്കുലർ ചാപ്റ്റർ, കുഴപ്പമില്ല, നിങ്ങൾ ഫുൾ ആയിട്ട് പഠിക്കണം എന്നല്ല, അറ്റ്ലീസ്റ്റ് അതിനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ സംതിങ് എന്തെങ്കിലുമൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്തിടാം. സോ ദാറ്റ് നിങ്ങൾ ഒരു സേഫ് സോണിലാണ്. നമ്മൾ വിചാരിച്ച പോലെ എക്സാം ആയില്ലെങ്കിലും, നമ്മൾ വിചാരിച്ച പോലെ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നില്ലെങ്കിലും, ഈവൻ ഇഫ് യു ആർ ഫോഴ്സ്ഡ് ടു അറ്റംപ്റ്റ് എ പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഫ്രം എ ചാപ്റ്റർ ദാറ്റ് യു സ്കിപ്ഡ്, നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതി കൊടുക്കാൻ പറ്റും. എന്തായാലും നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. അപ്പോ ആ ഒരു ഫാക്ടർ ഫോക്കസ് ചെയ്യുക. ദാറ്റ് ഈസ് വൺ തിങ് ഐ വാണ്ടഡ് ടു ടെൽ യു. നമുക്ക് ഫേവറേറ്റ് സബ്ജക്ട്സ് ഒക്കെ ഉണ്ടാവും, പക്ഷെ നമ്മൾ എല്ലാ സബ്ജക്റ്റിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ നോക്കുക. സെക്കൻഡ് തിങ്, റിപ്പീറ്റേഴ്സ് ഉണ്ടെങ്കിൽ, ഒരു പ്രാവശ്യം എക്സാം എഴുതിയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ, ഇഫ് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ അക്കൗണ്ട്സിൽ നിങ്ങൾക്ക് 55 ഒക്കെ ഉണ്ടായിരുന്നു, കോസ്റ്റിംഗിൽ നിങ്ങൾക്ക് 35 ഉള്ളായിരുന്നു, യു നോ ദാറ്റ് യു നീഡ് ടു പുട്ട് എക്സ്ട്രാ എഫേർട്ട് ഇൻ കോസ്റ്റിംഗ്. പക്ഷെ അക്കൗണ്ട്സിന് അപ്പം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനും പാടില്ല. ഞാൻ ഒരുപാട് പഠിക്കാതെ എനിക്ക് 55 കിട്ടി സാറേ, അപ്പൊ പിന്നെ ഇനിയിപ്പോ അതിൽ വല്ലാതെ എഫേർട്ട് ഇടേണ്ട ആവശ്യമില്ല. ഇറ്റ് നീഡ് നോട്ട് ബി ദാറ്റ് വേ. പല സ്റ്റുഡൻസും പറയാറുണ്ട് ഞാൻ പഠിക്കാതെ എഴുതിയ അറ്റംപ്റ്റിൽ എനിക്ക് ഒരുപാട് മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് എഫേർട്ട് ഇട്ടിട്ട് പഠിച്ചിട്ട് ഈ അറ്റംപ്റ്റിൽ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ അത്ര മാർക്ക് പോലും കിട്ടിയില്ല. സോ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റിൽ സ്കോർ ചെയ്ത് എന്നുള്ളത്, ഇഫ് യു യുവർ സെൽഫ് നോ ദാറ്റ് നിങ്ങൾ ആ സബ്ജക്റ്റിന് വേണ്ട അത്ര ടൈം എഫേർട്ട് ഇട്ടിട്ടില്ല, ബട്ട് സ്റ്റിൽ നിങ്ങൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് കിട്ടി, ആ സബ്ജക്ട് യു ഷുഡ് നോട്ട് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്. അതിലും നിങ്ങൾ വേണ്ട ടൈം ഇടണം. നിങ്ങൾ വീക്ക് ആയിട്ടുള്ള സബ്ജക്റ്റിൽ എക്സ്ട്രാ എഫേർട്ട് ഇടണം, ബട്ട് മറ്റേ സാധനം ഒഴിവാക്കാനും പാടില്ല. ഐ തിങ്ക് ലിജിൽ ഭായ് ഏറെക്കുറെ പ്രിപ്പറേഷൻ പോയിന്റ് ഓഫ് വ്യൂ എനിത്തിങ് ഫർദർ പ്രാക്ടിക്കൽ പേപ്പേഴ്സ് എന്തെങ്കിലും പ്രത്യേകിച്ച്? ഞാനിപ്പോ ഷാനിൽ പറഞ്ഞ ഒരു പോയിന്റിൽ ഐ വുഡ് ലൈക്ക് ടു ആഡ് ഇറ്റ്സ് ഓൺ ദ റിപ്പീറ്റർ പാർട്ട്. ഇത് പ്രിപ്പറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അല്ല, എന്റെ ഒരു ജനറൽ മൈൻഡ് സെറ്റ് അപ്രോച്ചാണ് ഞാൻ പറയണത്. എനിക്ക് പലപ്പോഴായിട്ട് പല സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ
ലാസ്റ്റ് കൊറോണയൊക്കെ കഴിഞ്ഞ എക്സാം വന്നപ്പോൾ ഞാൻ കുറച്ച് ഒരു മെന്റർഷിപ്പ് പ്രോഗ്രാം ഒക്കെ റൺ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് സ്റ്റുഡൻസിനെ വി വർ ട്രൈങ് ടു ഹെൽപ്പ് പ്രിപ്പയർ ആൻഡ് ഓൾ ദാറ്റ്. ആൻഡ് നമുക്ക് കുറെ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഓരോ കുട്ടികളുടെ മൈൻഡ് സെറ്റ് കൊണ്ടുപോകുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഞാനാണെങ്കിലും ഐ എം വെരി ഷുവർ ഷാനിലും ഞാൻ ഇപ്പൊ പറയുന്നത് യു വുഡ് അഗ്രി ടു വാട്ട് ഐ എം സെയിങ്. നിങ്ങളിപ്പോ മൈൻഡ് സെറ്റ് ഉണ്ടാകുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ഫീലിംഗ്, ലൈക്ക് ചിലപ്പോൾ നിങ്ങളിപ്പോ ഫീലിംഗ് ഉണ്ടാവും, അയ്യോ ഞാൻ ഒന്നും ഇന്നിപ്പോ ഇങ്ങനെ ആലോചിച്ചു, അയ്യോ ഞാൻ എക്സാമിന് ഒന്നും പഠിച്ചിട്ടില്ലല്ലോ, എനിക്കൊന്നും ഓർമ്മയുണ്ടാവില്ലല്ലോ. ഇതേപോലെ ഞാനും ഐ എം വെരി ഷുവർ ഷാനൽ ഓൾസോ ഐ തിങ്ക് ഐ വോണ്ട് യു ടു വാച്ച് എന്താ നിങ്ങൾക്കും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പോയിന്റ് എത്തുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ സി എ ഇന്റർ പഠിച്ച സമയത്തും സി എ ഫൈനൽ പഠിച്ച സമയത്തും ഇങ്ങനെ ഏതെങ്കിലും ഒരു ദിവസം എഴുന്നേറ്റിട്ട് നമ്മൾ ബുക്ക് നോക്കുമ്പോൾ എനിക്കിതൊരു വസ്തു ഓർമ്മയില്ല എന്നുള്ള ഒരു പേടിയും ദേഷ്യവും എല്ലാം കൂടിയുള്ള ഒരു ഫീലിംഗ്. അതൊക്കെ ഉണ്ടായിട്ടും നമ്മളൊക്കെ പാസ്സാവും. ഓക്കെ, ദാറ്റ്സ് വാട്ട് ഫസ്റ്റ് തിങ് ഐ വാണ്ടഡ് ടു ടെൽ യു. ഇതൊക്കെ നോർമലാണ്. നിങ്ങളിപ്പോ ഗോ ത്രൂ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നോർമലാണ്. നിങ്ങൾക്ക് ഒരു സബ്ജക്ട് എടുത്തു പോകുമ്പോൾ ഇതിൽ ഒരു കാര്യവും എനിക്ക് ഓർമ്മയില്ല എന്നുള്ള തോന്നൽ വരാം. ആൻഡ് ദാറ്റ്സ് ഓക്കെ. ഐ ജസ്റ്റ് വാണ്ടഡ് ടു ടെൽ യു ദാറ്റ്സ് ഓക്കെ. നിങ്ങളിപ്പോ another very important thing is that നിങ്ങളിപ്പോ എക്സാമിനേഷൻ മൾട്ടിപ്പിൾ ടൈം എഴുതുന്ന ചാനലിപ്പോ മൾട്ടിപ്പിൾ അറ്റംപ്റ്റ് എടുക്കുന്ന ആൾക്കാരെ പറ്റിയിട്ട് പറഞ്ഞു. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിട്ട് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഫെയിലിയർ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഒരു എക്സാം എഴുതിയിട്ടുണ്ടാവും, നിങ്ങൾ ആ എക്സാം നിങ്ങൾ അത് ക്ലിയർ ആയിട്ടുണ്ടാവത്തില്ല. ആൻഡ് എനിക്കറിയാം കുറെ സ്റ്റുഡൻസ് എന്നോട് പറഞ്ഞു, സാർ ഇനി എനിക്ക് വീട്ടിൽ ഇത് അവതരിപ്പിക്കാൻ പറ്റില്ല, ലൈക്ക് ഞാൻ ഫെയിൽ ആയെന്നുള്ള ആസ്പെക്ട് അവതരിപ്പിക്കാൻ പറ്റത്തില്ല, ബിക്കോസ് അവരെങ്ങനെ എടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഈ കാര്യം. പിന്നെ എന്നോട് കുറെ സ്റ്റുഡൻസ് പറഞ്ഞിട്ടുണ്ട്, സാർ ഇത് എന്റെ ഏറ്റവും അവസാനത്തെ അറ്റംപ്റ്റ്, ഇനി ഒരു അറ്റംപ്റ്റ് എടുക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. I've seen a lot of students thinking in this order, and it's okay. Like നിങ്ങൾക്ക് ഇപ്പൊ ഫീൽ ചെയ്യുന്ന ആ ഒരു പെയിൻ ടുവേർഡ്സ് ഇറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അവരോട് പറയാനുള്ള ഒരു ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് CA എക്സാംസ് ആണ്. നിങ്ങൾ I know that most of us could have chosen something lesser. നമുക്കറിയാം ഈ എക്സാംസ് CA എക്സാംസ് comes with a lot of difficulty. നമ്മള് ചില ആൾക്കാർ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ് ആയിട്ടുണ്ടാവും, പക്ഷെ സ്റ്റിൽ ദേ വുഡ് ഹാവ് ഗോൺ ത്രൂ എ ലോട്ട് മെന്റലി. അവർക്ക് ഒരുപാട് സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ടുള്ള ദിവസങ്ങൾ ഉണ്ടാവും. എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഒരു സ്റ്റുഡന്റ് ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്കറിനോട് പോയി ചോദിക്കുവാണെങ്കിൽ, എനിക്ക് റാങ്ക് കിട്ടിയ കുറെ സ്റ്റുഡൻസിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ ബാച്ചിൽ ഉണ്ടായിരുന്നവരോട് ചോദിച്ചിട്ടുണ്ട്, ഡിഡ് യു എക്സ്പെക്ട് എ റാങ്ക്? അവർ എന്നോട് പറഞ്ഞിട്ടുള്ള ആൻസർ ഇതാണ്, പാസ്സാവുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പിന്നെയാണ് സാർ റാങ്കിന്റെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ എനിക്ക് തോന്നുന്നു CA എക്സാംസ് ആയിരിക്കും ഇന്ത്യയിലെ ഓൺലി എക്സാം വെറിൻ ഓൾ ഇന്ത്യ റാങ്ക് കിട്ടിയ കുട്ടിക്ക് പോലും പാസ്സാവുന്ന ഒരു ഉറപ്പുണ്ടായിരുന്നില്ല. ബട്ട് ദെൻ പാസ്സായപ്പോൾ റാങ്ക് കിട്ടി. ദാറ്റ് ഈസ് ദ സിറ്റുവേഷൻ. നിങ്ങൾ അതുപോലുള്ള ഒരു എക്സാം എഴുതാൻ പോകുന്നത്. അപ്പോ ഡോണ്ട് സമൺ എൽസ് വേറൊരാള് ഒരു കമന്റോ വേറൊരാൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതോ നിങ്ങൾ അഫക്ട് ചെയ്യാതിരിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇറ്റ്സ് വെരി ടഫ്. ഫെയിലിയർ ഇസ് ഇൻ ഈസി തിങ് ടു ഡീൽ വിത്ത്. നമ്മൾ കുറെ എനിക്ക് വേണമെങ്കിൽ ഫോർ ദ സേക്ക് ഓഫ് ലാംഗ്വേജ് ആൻഡ് മോട്ടിവേഷൻ എനിക്ക് പറയാം ഫെയിലിയർ ഇസ് സംതിങ് ദാറ്റ് ദിസ്. പക്ഷെ ഫെയിലിയർ ഇസ് നോട്ട് ഈസി ടു ടേക്ക് ഇറ്റ്. അത് ഒരിക്കലും ഈസി അല്ല, ഒരു കാരണവശാലും ഈസി അല്ല. അപ്പൊ ഞാൻ ഒരുപാട് കാര്യങ്ങളിൽ ഫെയിൽ ആയിട്ടുണ്ട്. സോ ഇപ്പൊ വൺസ് യു സ്റ്റാർട്ട് പ്രാക്ടീസ് യു വിൽ കീപ് ഫെയിലിംഗ് ഓൺ യുവർ ഡേ ടു ഡേ ആക്ടിവിറ്റി ഓൾസോ. നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് ചലഞ്ചസ് ലൈഫിൽ ഉണ്ടാവും. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരിക്കുന്ന ഒരാള് ലൈക്ക് വൺസ് ദേ ഹാവ് ഗോട്ട് ഫെയിലിയർ ഇൻ ദർ ലൈഫ്, എന്നിട്ട് അവർ വീണ്ടും അറ്റംപ്റ്റ് ചെയ്ത ഒരു കാര്യം എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ലൈഫിലെ ഫെയിലിയേഴ്സ് ഒരുപാട് ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്ക് തോന്നുന്നു ICA ഉദ്ദേശിക്കുന്നത് നിങ്ങളെ ഏറ്റവും മോശമായിട്ട് അങ്ങ് ട്രെയിൻ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, സോ ദേ വിൽ ഗിവ് യു സ്ട്രെസ്. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ദേഷ്യം വരുന്ന ദിവസങ്ങൾ ഉണ്ടാവും. നിങ്ങൾ ഒന്നും കൊള്ളാത്തതാണെന്നുള്ളത് നിങ്ങളോട് തോന്നും. നിങ്ങളുടെ ഫ്രണ്ട്സ് പാസ് ഔട്ട് ആവും. നിങ്ങൾ സ്റ്റിൽ വിൽ ബി സ്റ്റക്ക് ഇൻ സംതിങ്. പക്ഷെ ബിലീവ് മീ, once you come out you will be a different person. എനിക്ക് അതിൽ ഗ്യാരണ്ടി തരാൻ പറ്റും. ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് ഫ്രണ്ട്സിനെ, ലൈക്ക് ഐ നോ എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ്. ഇപ്പം ഞാൻ പാസ്സായതിനു ശേഷം എന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ ഞാൻ പാസ്സായതിനു ശേഷം പാസ്സായിട്ട് ഐ നോ ഹൗ ബ്യൂട്ടിഫുള്ളി ദേ ഹാവ് ഡെവലപ്ഡ് ദിയർ ലൈഫ്. ആൻഡ് ഐ എം വെരി ഷുവർ അവരുടെ ഒരു ലൈഫ് ചേഞ്ചിങ് ആസ്പെക്ട് നടന്നിട്ടുണ്ടായിരുന്നത് ഈ എക്സാമിനേഷൻ ഗോ ത്രൂ ചെയ്ത പ്രോസസ് ആയിരിക്കും. അവരുടെ ലൈഫിൽ അവർക്ക് കിട്ടിയിരിക്കുന്ന ഫയർ അതായിരിക്കും. എല്ലാ ആൾക്കാർക്കും ഒരു പോയിന്റ് എത്തുമ്പോൾ എനിക്കിത് വേണ്ട, എനിക്ക് മതിയായി എന്നുള്ള തോന്നൽ വരുത്തുന്ന വരെ നിങ്ങളുടെ ലൈഫ് ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ നിങ്ങളുടെ ചോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിൽക്കണോ അതോ അവിടെ നിന്ന് വീണ്ടും ട്രൈ ചെയ്യണോ എന്നുള്ളതാണ്. എനിക്ക് ആ ഒരു കാര്യം നിങ്ങൾ കംപ്ലീറ്റ്ലി കൺവിൻസ്ഡ് ആയിരിക്കണം. കാരണം നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, നിങ്ങൾ ഇപ്പോൾ എക്സാം എഴുതുന്നു എന്നുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഡിഫൈൻ ചെയ്യാൻ പോണില്ല.
even if you are like even if you are of our age, like even if you are in going to 30s and still you're writing examination, it does not matter. It does not matter. The reason, നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ കരിയർ എന്ന് പറയുന്നത്, CA കരിയർ എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങൾ അപ്പം NM ശാലിനിയൊക്കെ പോലെ പ്രാക്ടീസിലാണെങ്കിൽ നമുക്ക് റിട്ടയർമെന്റ് പോലും ഇല്ല. നമ്മുടെ കരിയർ നമ്മുടെ കൈ നോക്കിയിട്ട് നമുക്ക് സൈൻ ചെയ്യാൻ പറ്റുന്നിടത്തോളം കാലമാണ്. സോ ദാറ്റ് കുഡ് ബി 30 years 40 years. ഇത് ഒരുപാട് വർഷത്തെ കാര്യമാണ്. അപ്പോ you have a huge career ahead. Okay, whatever may be the age that you are at, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടാവും. I know that it is difficult. I know that you will be going through a lot more than what നമുക്ക് പേഴ്സണലി അറിയുന്നുണ്ടാകത്തില്ല. But still, I just wanted to tell you this. ഈ ഒരൊറ്റ കാര്യം എനിക്ക് പറയണമെന്നുണ്ട്. That നിങ്ങൾ ഇതിന് ശേഷം ഉണ്ടാകുന്ന കാര്യങ്ങളിൽ നിങ്ങൾ റിസൾട്ട്സ് ആർ ഗോയിങ് ടു ബി ലൈക്ക് there are so many factors that will be affecting that. Okay, പക്ഷേ one exam to next exam, are you able to perform better എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് എൻഷുർ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ലൈഫിൽ നിങ്ങൾ സക്സസ്ഫുൾ ആവുന്നുള്ളതിന്റെ ഒരു ഡൗട്ടും ഇല്ല. അപ്പോ ഒരു റിപ്പീറ്റർ എന്നുള്ള രീതിയിൽ വാട്ട് ഈസ് ദാറ്റ് യു ഹാവ് ടു ഡു? നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം മേക്ക് ചെയ്തിരിക്കുന്ന മിസ്റ്റേക്സ് നിങ്ങൾ ഈ പ്രാവശ്യം മേക്ക് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ അവസാനത്തെ ഒരു മാസം, ഞാൻ മിക്കവാറും സ്റ്റുഡൻസിനെ കണ്ടിട്ടുള്ളത് ഏറ്റവും അവസാനത്തെ ആ പീരീഡിലാണ് അവരിങ്ങനെ നമ്മുടെ പണ്ട് എക്കണോമിക്സ് പഠിച്ച പോലെ മറ്റേ ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി കർവ് പോലെയാണ്. അതിങ്ങനെ ഇങ്ങനെ പഠിച്ച് പോകുന്നു, പിന്നെ എന്ന് പറഞ്ഞ താഴത്തേക്ക് വരുന്നു. പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഒരു ദിവസം പഠിച്ചിട്ടില്ല എന്നുള്ള തോട്ടം കൊണ്ട് ഇന്നലെ പഠിക്കാൻ പറ്റിയില്ല എന്നുള്ള വിഷമം കൊണ്ട് ഞാൻ ഇന്ന് പഠിക്കൂല, ഇന്ന് 2 ദിവസം പഠിച്ചിട്ടില്ല എന്നുള്ള വിഷമം കൊണ്ട് 3-ാം ദിവസം പഠിക്കില്ല, അങ്ങനെ 3 ദിവസം എങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്ത് പോയി കാര്യം. സോ ആ ഒരു കാര്യം നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ഇന്ന് ചിലപ്പോൾ ഇന്ന് നിങ്ങൾ ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് വിചാരിച്ചതിന്റെ റീസൺ അതായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും കുറച്ച് ദിവസമായിട്ട് എന്റെ പഠിത്തം ഒന്നും ശരിയാകുന്നില്ല. മേ ബി ഇവർ രണ്ടുപേരും സംസാരിക്കുന്നുണ്ട്, ഇത് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും if you are looking forward to that, നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാത്രം കേട്ടോ. നിങ്ങൾ ഇന്നിപ്പോ ഫ്രഷ് ആയിട്ട് നിങ്ങളെ മൈൻഡിനോട് പറയണ ഇത് കുഴപ്പമൊന്നുമില്ല, അപ്പൊ ഇന്ന് എനിക്ക് പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞാലും. പക്ഷെ എന്നോട് ആൾക്കാർ ചോദിക്കാനുള്ള ഒരു റീസൺ ഉണ്ട്, സർ ഇന്ന് മുതൽ പഠിച്ചാൽ പാസ്സാവോ? നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതില് നിങ്ങൾക്കാണ് കംപ്ലീറ്റ് കൺട്രോൾ ഉള്ളത്. ആൻഡ് വെദർ യു ക്യാൻ ക്ലിയർ ഫ്രം ഹിയർ, യെസ് യു വിൽ ബി ഏബിൾ ടു ഡു ഇറ്റ്. പക്ഷെ നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി വേണം. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ഈ എക്സാം പ്രിപ്പറേഷനിൽ ഉണ്ടാകുന്ന പല ചലഞ്ചസും നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കവറപ്പ് ചെയ്യാൻ പറ്റും. ഒരു കോമൺ സെൻസിൽ ആലോചിച്ചാൽ മതി. നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ ഇന്ന് പഠിക്കാതിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും ഇല്ല എന്നുള്ളത്. ഓക്കെ, നിങ്ങൾ ഒരു അരമണിക്കൂർ ഇരുന്നിട്ട് മര്യാദയ്ക്ക് ഒരു പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ നാളത്തെ പ്രിപ്പറേഷൻ ബെറ്റർ ആവുന്നുള്ളത് 100% നിങ്ങൾക്ക് ഉറപ്പുണ്ട്. പക്ഷേ എന്നാലും നിങ്ങൾക്ക് ആ ഒരു എക്സ്റ്റേണൽ പുഷ് വേണമെന്ന് തോന്നുന്നുണ്ട്. കാരണം നമ്മളെല്ലാവരും ഹ്യൂമൻ ബീങ്സ് ആണ്. ഓക്കെ, ഇതൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇനി ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ എനിക്കും ഉണ്ടാവും ചലഞ്ചസ്. ഐ വിൽ ഓൾസോ, ഞാൻ ചിലപ്പോൾ യൂട്യൂബ് പോയിട്ട് ഒരു മോട്ടിവേഷൻ വീഡിയോ കണ്ടിട്ട് വേണം മോട്ടിവേഷൻ എടുക്കാൻ. ഇറ്റ് ഈസ് വെരി നോർമൽ. നിങ്ങൾ ഫീൽ ചെയ്യുന്ന അതേ കാര്യം തന്നെയാണ് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നത്. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി നോർമൽ വാട്ട് യു ഫീൽ. പക്ഷെ നിങ്ങൾക്കും എനിക്കും ഷാനിലും എല്ലാവർക്കും വി ക്യാൻ ചേഞ്ച് തിങ്സ്. നമ്മൾ കുറച്ച് സമയം എടുത്തിട്ട് നമ്മളൊന്ന് ഇൻട്രോസ്പെക്ട് ചെയ്ത് ഓക്കെ ഇനിയുള്ള സമയത്ത് ഇപ്പൊ ഞാൻ ഷാനിലിനോട് ഇത് പറയണം, ഞാൻ പഠിക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ പല മോട്ടിവേഷണൽ വീഡിയോസ് ഒക്കെ കാണുമല്ലോ, 1 മോട്ടിവേഷണൽ വീഡിയോ ഇതെല്ലാം കണ്ടിട്ട് പക്ഷെ ഒരാൾ എന്നോട് പറഞ്ഞ ഒരൊറ്റ കാര്യം ദാറ്റ് മോട്ടിവേറ്റഡ് മീ ലൈക്ക് ടിൽ ടുഡേ. പുള്ളിയെ പറഞ്ഞവര് എന്റെ ഒരു സീനിയർ ആണ്. പുള്ളി എനിക്ക് അന്നൊരു പറഞ്ഞു തന്നൊരു മറ്റേ ഭഗവത്ഗീതയിൽ പറയുന്ന പോലെ കൃഷ്ണൻ പറഞ്ഞ മറ്റേ സാരോപദേശം പോലത്തെ ഒരു സാധനമാണ്. പുള്ളി ഒരു വേർഡേ പറഞ്ഞല്ലോ, പക്ഷെ ആ സാധനം എന്നെ എന്റെ പ്രിപ്പറേഷനിൽ ഹ്യൂജ് ആയിട്ട് ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എപ്പോഴെങ്കിലും സ്റ്റുഡൻസ് ഇങ്ങനെ വിളിച്ചൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട്, പുള്ളിയുടെ പേര് വാസു എന്നാണ്, ഒരു തമിഴനാണ് പുള്ളി ഒരു ബിഗ് 4 വർക്ക് ചെയ്യുന്ന ഒരു പുള്ളിയായിരുന്നു. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു സീനിയർ ഉണ്ടാവുമല്ലോ, വെൻ വി ടേക്ക് സജഷൻസ്. കാരണം നമ്മൾ സിഎയില് നമ്മൾ സീനിയേഴ്സിനെ ഫുൾ ട്രസ്റ്റ് ചെയ്യുന്നത്, സീനിയേഴ്സിനെ ഫാക്കൽറ്റീസിനെ ഫുൾ ട്രസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കുറെ ബേർഡൻ റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഇപ്പോ. സോ ഈ പുള്ളി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളിപ്പോ ഈ വെബിനാർ അറ്റൻഡ് ചെയ്യുന്ന പോലെ ഞാൻ ആ സമയത്ത് നമുക്ക് വെബിനാർസ് ഇല്ല. അപ്പൊ ഞാൻ ഈ പുള്ളിനെ വിളിച്ചത് ഒരു ദിവസം CA ഫൈനൽ പ്രിപ്പയർ ചെയ്ത്, ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് കണ്ണൂർ ഇരുന്നിട്ടാണ്. കണ്ണൂരിലൊരു എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഞങ്ങളോട് ഒരു ഫ്ലാറ്റിലേക്ക് ഇരുന്നിട്ട് പ്രിപ്പറേഷനൊക്കെ കണ്ടിരുന്നത്. ഒരു ദിവസം ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന പേപ്പേഴ്സ് തുറന്നു നോക്കിയപ്പോൾ എനിക്ക് ഒന്നും ഓർമ്മയില്ല. ആൻഡ് സ്പെസിഫിക്കലി ഇറ്റ് വാസ് ടാക്സ് പേപ്പർ. ടാക്സ് വാസ് ലൈക്ക് ഭയങ്കര വോളിയം ആണല്ലോ ഡയറക്ട് ടാക്സസിന്. ഇൻഡയറക്ട് ടാക്സസ് ഇല്ല, ഇൻഡയറക്ട് ടാക്സസ് പാവമാണ്, നമ്മുടെ സബ്ജക്റ്റ് ആണ്. ഇറ്റ്സ് ഈസി ടു ഗോ ത്രൂ. ഡയറക്ട് ടാക്സസ് ഫോർ CA ഫൈനൽ ഭയങ്കര വോളിയൂമിനസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് തീരുന്നില്ല, ഇത് കവർ ചെയ്ത് തീരുന്നില്ല. അപ്പൊ ഞാൻ പുള്ളിനെ വിളിച്ചിട്ട് പറഞ്ഞു, അണ്ണാ നമ്മുടെ പുള്ളി തമിഴനാ, അപ്പോ അത്യാവശ്യം തമിഴൊക്കെ ഉള്ളതൊക്കെ വെച്ച് പുള്ളിനോട് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഇനി ആകെ ഉള്ളത് 1 മാസത്തെ സമയം.
ഓക്കെ, എനിക്ക് എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല ഈ പരിപാടി. എന്നെ കൊണ്ട് ഈ പറഞ്ഞ ഡയറക്ട് ടാക്സ് പേപ്പർ മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഡയറക്ട് ടാക്സിന് ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മ വരുന്ന അക്കൗണ്ട്സ് ഇത് ഫിനിഷ് ചെയ്യാനുണ്ടല്ലോ എന്നാണ്. അക്കൗണ്ട്സ് എടുത്തിരിക്കുമ്പോൾ ഡയറക്ട് ടാക്സ് ഫിനിഷ് ചെയ്യാനുണ്ടല്ലോ എന്നാണ് ഓർമ്മ വരുന്നത്. അങ്ങനെ ഓരോ സബ്ജക്ട് എടുക്കുമ്പോൾ മറ്റേ സബ്ജക്ട് എന്റെ തലകേറി വരുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല, നിങ്ങൾ പാസ്സായതല്ലേ, യു ടെൽ മീ വാട്ട് ഈസ് ദാറ്റ് യു ഹാവ് ഡൺ. അപ്പൊ പുള്ളി പറഞ്ഞൊരു സാരോപദേശം ഉണ്ട് എന്നോട്. ആൻഡ് ഐ സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് ഈ ഒരു കാര്യം നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആലോചിക്കുവാണെങ്കിൽ ഇറ്റ് മൈറ്റ് ബി ഹെൽപ്ഫുൾ ഫോർ യു. പുള്ളി എന്നോട് പറഞ്ഞ ലിജിൽ, നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇറ്റ്സ് അബൌട്ട് നിങ്ങൾ ഓൾറെഡി സ്പെൻഡ് ചെയ്തിരിക്കുന്ന സമയത്തിനെ പറ്റി ഒരു കാരണവശാലും നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല. ദാറ്റ് ഈസ് ലൈക്ക് നമ്മളെ കോസ്റ്റിംഗിൽ പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ്, സങ്ക് കോസ്റ്റ്. അത് തീർന്നു, അതിനെ കൊണ്ടിനി നമുക്ക് ഒരു കാര്യമില്ല. സോ നീ ചിലപ്പോൾ ഒരു മാസം വേസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു 2 മാസം വേസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ 5 ദിവസം വേസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ വാട്ട് എവർ മേ ബി ദ തിങ്, that is not going to be beneficial for you. പക്ഷേ ഏത് സമയത്ത് നീ ഇരുന്നു കഴിഞ്ഞാലും നീ ചിന്തിക്കേണ്ടത് നിന്നെ കൊണ്ട് പറ്റുന്നതും ഒരേ ഒരു കാര്യം മാത്രമാണ്, ഇനി എത്ര സമയമുണ്ട്. യു മൈറ്റ് ബി ഹാവിംഗ് 1 month. ഇതേ തോട്ട് ഞാനിപ്പോ പറഞ്ഞിരിക്കുന്ന ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല എന്ന തോട്ട് ചിലപ്പോ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഓക്കെ മോട്ടിവേഷണൽ റീചാർജ് കിട്ടിയില്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും വരും. അപ്പൊ ആ സമയത്തും he said you might think the same on the day before the exam. എക്സാമിന്റെ തലേന്ന് പഠിച്ചില്ല, ആ സമയത്തായിക്കോട്ടെ, വാട്ട് എവർ മേ ബി ദ ടൈം, ഇങ്ങനെ ഒരു തോട്ട് വരുന്ന സമയത്ത് നമുക്ക് ബെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, ഇനി എത്ര സമയമുണ്ട് ലെഫ്റ്റ് ഔട്ട്. ഓക്കെ, മേ ബി ഇറ്റ്സ് 1 month, മേ ബി ഇറ്റ്സ് 2 months, ഓർ മേ ബി ഇറ്റ് ഇസ് 1 week, ഒരു ദിവസമേ ഉള്ളൂ. ആ സമയം നിങ്ങൾ നോക്കുക. ഓക്കെ, എനിക്ക് 1 മാസം ഇനി അവൈലബിൾ ആയിട്ടുണ്ട്. ഈ 1 മാസത്തേക്ക് എത്ര അവേഴ്സ് എനിക്ക് പഠിക്കാൻ പറ്റും? ഓക്കെ, ഇത്ര അവേഴ്സ് എനിക്ക് എന്റെ ബെസ്റ്റ് എഫേർട്സിൽ ഇത്ര അവേഴ്സ് എനിക്ക് പഠിക്കാൻ പറ്റും. അതിന്റെ ബെസ്റ്റ് എനിക്ക് ചെയ്യാൻ പറ്റും, അത് ചെയ്യാം. അത് മാത്രമേ നമ്മുടെ കയ്യിൽ ഇനി ഉള്ളൂ. ഇനിയിപ്പോ എക്സാമിന് ഒരാഴ്ച ഉള്ളൂ, ഒരാഴ്ച ഉണ്ട് ഇനി എനിക്ക്. ഓക്കെ, എത്ര സമയം വേസ്റ്റ് ചെയ്ത് വെച്ച് ഓക്കെ, അതിലൊന്നും എനിക്കൊന്നും ചെയ്യാനില്ല. പക്ഷേ ഇനി ഉള്ള സമയത്ത് എനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, നിങ്ങൾ ബെസ്റ്റ് ഓഫ് എഫേർട്സിലാണ്. നമ്മൾ ചിലപ്പോൾ 1 മാസം എടുത്തിട്ട് പഠിക്കുന്ന സാധനം നമ്മൾ ബെസ്റ്റ് ഓഫ് എഫേർട്സിലും ബെസ്റ്റ് ഓഫ് മൈൻഡ് സെറ്റിലും ആണ് ചിലപ്പോൾ നമുക്കതൊരു ആഴ്ച കൊണ്ട് പഠിക്കാൻ പറ്റും. ആൻഡ് എസ്പെഷ്യലി നമ്മൾ ഈ സ്കൂൾസിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഈ അവസാനത്തെ നിമിഷം പഠിച്ചോണ്ട് അവസാനം ആകുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫോക്കസ് ഒക്കെ കിട്ടുവാണെങ്കിൽ ചിലപ്പോൾ എക്സാമിന്റെ തലേ ദിവസം ഇരുന്നിട്ട് ഒരു സബ്ജക്റ്റ് ഒക്കെ തീർത്തോളൂ. ഓക്കെ, സോ യു മൈറ്റ് ഹാവ് ദാറ്റ് തിങ്. നമ്മൾ ആ ഒരു ഫുൾ ഫോക്കസ്ഡ് ആയിരിക്കുവാണെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് എത്ര സമയമാണോ അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ ബെസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഷാനിൽ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അറിയാം ഓൾറെഡി നിങ്ങളുടെ ബെസ്റ്റ് എന്താണ്, നിങ്ങൾ എവിടെയാണ് ലാക്ക് ചെയ്യുന്നത്, എവിടെയാണ് കൂടുതലാവുന്നത്. നിങ്ങൾ ആ ഒരു അസസ്മെന്റ് എടുക്കണം. അഗെയിൻ ഐ എം ടെലിംഗ് യു ഗെറ്റ് വാട്ട് യു മെഷർ. നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ള ഇടയ്ക്കിടയ്ക്ക് അസസ് ചെയ്തുകൊണ്ടിരിക്കണം. അസസ് ചെയ്യാനുള്ള ബെസ്റ്റ് മെത്തേഡ് മോഡൽ എക്സാം കേട്ടോ. ഇനി നിങ്ങൾ ആ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഒരു 30 മണിക്കൂർ ഇനിയുള്ളത്, അല്ലെങ്കിൽ ഇനിയുള്ളത് ഒരു 20 മണിക്കൂറാ, അല്ലെങ്കിൽ ഇനിയുള്ളത് 8 മണിക്കൂറാ, എന്താ നിങ്ങളുടെ ബെസ്റ്റ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുക, ദാറ്റ് യു ഗിവ്. പുള്ളി എന്നോട് അന്ന് പറഞ്ഞൊരു കാര്യം ഇത്. ഐ വാസ് തിങ്കിങ്, അത് ഞാൻ കുറച്ച് ആലോചിച്ചപ്പോൾ അത് കറക്റ്റ് ആണ്. നമ്മുടെ കയ്യിലുള്ള സമയം ബെസ്റ്റ് ആയിട്ട് കൊടുക്കാന്നുള്ളൂ. നമ്മൾ പഴയത് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സമയം വേസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവും. ആൻഡ് ഇതുപോലെ തന്നെ ആയിരിക്കും നമ്മുടെ സീനിയേഴ്സും ചെയ്യുന്നുണ്ടാവുക. ഇപ്പൊ ഞാനും അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ. ഓക്കെ, പക്ഷെ അതൊന്നും ദാറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് വി വിൽ നോട്ട് റീച്ച് എനിവേർ. വി സ്റ്റിൽ ഹാവ് എ പോസിബിലിറ്റി ഗൈസ്. അപ്പൊ ഈ സമയത്തും വാട്ട് ഈസ് ദാറ്റ് ബെസ്റ്റ് യു ക്യാൻ ഡു എന്നുള്ളതിന്റെ തിങ്കിങ്, അതാണ് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എസ്പെഷ്യലി വെൻ യുവർ റിപ്പീറ്റേഴ്സ് നോ, യു ഷുഡ് തിങ്ക് ഓക്കെ, ഞാൻ ലാസ്റ്റ് ടൈം ഈ സമയം വേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഹൗ ക്യാൻ ഐ മേക്ക് ഇറ്റ് ബെറ്റർ ദിസ് ടൈം. ലാസ്റ്റ് ടൈം ഞാൻ ഇപ്പം ഒരു സബ്ജക്ട് എടുക്കുവാണെങ്കിൽ കംപ്ലീറ്റ് കൺട്രോൾ വേണമെന്നാണ് നമ്മൾ ഷാനിൽ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് ഞാൻ സ്ട്രെസ് ചെയ്യുവാണ്. നമ്മളൊരു സബ്ജക്ട് എടുക്കുമ്പോൾ നമുക്ക് അറിയണം ഇതിൽ എന്താ ഉള്ളതെന്നുള്ളത്. ഓക്കെ, എനിക്ക് ഒരു അക്കൗണ്ട്സ് എടുക്കുവാണെങ്കിൽ എനിക്കറിയാം ഇതിലൊരു 18 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈ 18 ചാപ്റ്റേഴ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് എനിക്ക് ചെയ്യാനുണ്ട്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതിൽ പകുതി ക്വസ്റ്റ്യൻസ് ചെയ്തത്. അപ്പൊ ഇപ്രാവശ്യം ഞാൻ എന്താ ചെയ്യേണ്ടത്? ഐ നീഡ് ടു ഡു സംതിങ് ബെറ്റർ. ഈ ഒരൊറ്റ കാര്യം മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി. ഞാൻ ചോദിക്കാറുണ്ട്, ലൈക്ക് വെൻ സം ഓഫ് മൈ സ്റ്റുഡൻസ് നോ, ലൈക്ക് അവര് എക്സാം റിസൾട്ട്സ് പറയുമ്പോൾ ഞാൻ അവരോട് പറയും, ലൈക്ക് നിങ്ങൾ പാസ്സായി എന്നുള്ളത് മാത്രം എന്നെ വിളിച്ചു പറയരുത്, നിങ്ങൾ ഫെയിൽ ആയാലും വിളിച്ചു പറയും എന്നോട്. ആൻഡ് ഐ യൂസ് ടു ആസ്ക് ദെയർ റിസൾട്ട്സ് ആൻഡ് ദേ സേ ദാറ്റ് സർ മാർക്ക് ഞാൻ പറയണോ? ഐ സെഡ് യു ടെൽ മീ ദ മാർക്സ്. ഓൾസോ യു ടെൽ മീ വാട്ട് ഈസ് യുവർ ഏർലിയർ മാർക്സ്, ആർ യു ഇംപ്രൂവിംഗ് ഓൺ ഇറ്റ്? അതാണ് എനിക്ക് അറിയേണ്ട കാര്യം. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതിനേക്കാളും ബെറ്റർ ആയിട്ട് ചെയ്തിട്ടുണ്ടോ? അടുത്ത പ്രാവശ്യം ഇറ്റ് ഇസ് ഗോയിങ് ടു ബി മച്ച് ബെറ്റർ ഇഫ് യു പുട്ട് മോർ എഫേർട്സ്. ആൻഡ് നിങ്ങൾ ഇരുന്ന് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത്. നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു, ഷാനില് സ്ട്രെസ് ചെയ്ത പോയിന്റ്, റിഗ്രറ്റ്. അത് കൊടുക്കാതിരിക്കുക. ഓക്കെ, നിങ്ങൾ എക്സാമിനേഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് നിങ്ങൾ അവിടെ ഇരുന്നിട്ട് നമ്മൾ എക്സാം ടു എക്സാം ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ നിങ്ങൾ ഇരുന്ന് ആലോചിക്കുമല്ലോ, ചേടാ എനിക്ക് ഇത്രയും ദിവസം ഉണ്ടായിരുന്നു, അവസാനത്തെ 1 മാസം മര്യാദയ്ക്കൊന്ന് പഠിച്ചാൽ മതിയായിരുന്നു, പക്ഷെ ഞാൻ പഠിച്ചില്ല. ആ ഒരു ഫീലിംഗ് നിങ്ങൾ കൊടുക്കാതിരിക്കുക.
ബിക്കോസ് എനിക്ക് തോന്നുന്നു ലൈഫിൽ ഏറ്റവും മോശം ഫീലിംഗ് അത് ദേഷ്യവും സാഡ്നെസ്സും ആങ്കറും ഒന്നല്ല, ഇറ്റ് ഇസ് റിഗ്രറ്റ്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മൾ ബ്യൂട്ടിഫുൾ ആയി ചെയ്തില്ലല്ലോ എന്നുള്ള തോന്നലാണ്. അത് ഭയങ്കര ഹോണ്ട് ചെയ്തോണ്ടിരിക്കും നമ്മളെ. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ ഏറ്റവും മിനിമൽ ആക്കുക. അത് നമുക്ക് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. വി ഓൾ നമ്മൾ ഭയങ്കര ഒപ്റ്റിമിസ്റ്റ് ആണ് എല്ലാവരും. അപ്പൊ നമുക്ക് എല്ലാം ബെസ്റ്റ് ആയിട്ട് ചെയ്യണമെന്നാണ് ആഗ്രഹം ഉണ്ടാവുക. നമ്മുടെ എല്ലാ പ്ലാനും ഒപ്റ്റിമിസ്റ്റിക് പ്ലാൻ ആണ്. പക്ഷെ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നമ്മൾ ആ ഒരു മിനിമൽ ആസ്പെക്ടിൽ റിഗ്രറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എഫേർട്സ് ഇടുക. ആൻഡ് ഇറ്റ്സ് നോട്ട് ഈസി. നമുക്ക് പറയാൻ ഭയങ്കര ഈസിയാണ്. എഫേർട്സ് എല്ലാം നിങ്ങളുടെ കയ്യിൽ നിന്ന് വരണം. അപ്പോൾ അറ്റ് സം പോയിന്റ് യു ഷുഡ് സിറ്റ് ദേർ ആൻഡ് ദെൻ മേക്ക് ദാറ്റ് തിങ്കിങ് ഇൻ യുവർ ഹെഡ്. ഓക്കെ, ഇനി എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? പറ്റും. നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, വേറെ ആരെ കൊണ്ട് പറ്റാനാ? Okay, so you can do it. Only thing that you have to put some time. You have to think about it. You need to create a plan. A plan has to be like, നിങ്ങൾക്ക് അറിയാം ഞാൻ ലാസ്റ്റ് ടൈം ചെയ്ത പ്ലാനിനെക്കാളും ബെറ്റർ പ്ലാൻ ആയത്. ആൻഡ് 1-2 ദിവസം നിങ്ങൾ അത് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ അറിയാം നൗ തിങ്സ് ആർ ഗോയിങ് വെൽ. അപ്പോൾ അതിങ്ങനെ കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, സോ ഐ തിങ്ക് അതാണ് എനിക്ക് ഏറ്റവും സ്ട്രെസ് ചെയ്ത് പറയേണ്ടതുള്ളത് ഫോർ ദോസ് പീപ്പിൾ ഹു ആർ റൈറ്റിംഗ് ഫോർ writing examination multiple times. അവരായിരിക്കും എസ്പെഷ്യലി ഇങ്ങനെ ഒരു ഫീലിംഗ് ഗോ ത്രൂ ഉണ്ടാവുക. എപ്പോഴും അവരെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും പഴയ കാര്യങ്ങൾ. ട്രൈ ടു ലീവ് ഇറ്റ്. ഇറ്റ്സ് നോട്ട് ഈസി. ട്രൈ ടു ലീവ് ഇറ്റ് ആൻഡ് സ്റ്റാർട്ട് ഫോക്കസിങ് ഓൺ വാട്ട് ഇസ് ബെസ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യു. ആൻഡ് അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അതൊരു ലൈഫ് ലെസൺ ആണ്. ദാറ്റ്സ് ഗോയിങ് ടു ബി ഇൻക്രെഡിബിളി വെൽ ഫോർ യു ഇൻ ദ ഫ്യൂച്ചർ. വാട്ട് ഡു യു തിങ്ക് ശാന്ത്? ലിജിൽ ഭായ് താങ്ക്സ് a lot. ഞാൻ ഇന്ന് രാവിലെ കൂടി ലിജിനോട് പറഞ്ഞിട്ടുള്ളത് നമ്മള് ഹൗ ആർ വി പ്ലാനിങ് ടു ഗോ അഹെഡ് വിത്ത് ദിസ് സെഷൻ എന്നുള്ള. കാരണം നമ്മൾ രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് ഇതേ സെഷൻസ് കഴിഞ്ഞ കുറച്ച് അറ്റംപ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഒന്നിച്ച് പോകുമ്പോൾ ഹൗ ആർ യു ഗോയിങ് ടു പ്ലാൻ അബൌട്ട് ദിസ് സെഷൻ. അപ്പൊ കുറെ കാഷ്വൽ ഡിസ്കഷൻ നടന്ന് ഞാൻ പറഞ്ഞു ലിജിൽ ഭായ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ സ്റ്റുഡൻസ് മെസ്സേജ് അയക്കാൻ എന്താ ചെയ്യേണ്ടത്, അങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങളാണ്. ഞാൻ പറഞ്ഞു ലിജിൽ ഭായ് ഞാൻ തന്നെ ആകെ ഡെസ്പായിരിക്കും, എനിക്ക് കുറച്ച് മോട്ടിവേഷൻ വേണം. അതിന്റെ ഇടയിലാണ് ഓരോരുത്തരും സ്റ്റുഡൻസ് മെസ്സേജ് അയക്കും. നമ്മളിപ്പോ ഞാൻ ആരെടുത്ത് സാധാരണ എന്റെ ഫ്രസ്ട്രേഷൻസ് അല്ലെങ്കിൽ കുറച്ചൊന്ന് എനർജി കിട്ടാൻ വേണ്ടി ബൈക്കിന്റെ ത്രോട്ടിൽ കൊടുക്കില്ല, ബൈക്ക് എടുത്ത് റോട്ടിൽ ഇറങ്ങും. അപ്പൊ റോട്ടിക്ക് ഇറങ്ങാൻ പറ്റൂല, വീക്കെൻഡ് ലോക്ക്ഡൌൺ, മറ്റേ ലോക്ക്ഡൌൺ, എന്താ ചെയ്യാന്നുള്ള രീതിയിൽ അങ്ങനെ പറയുന്നു. സോ ഐ വാസ് റിയലി ഇൻസ്പയർഡ്. ഓക്കെ, ഞങ്ങളെ വേർഡ്സ് കുറെ സംഭവം സ്റ്റുഡൻസ് എന്നുള്ള പോയിന്റ് ഓഫ് വ്യൂ പറഞ്ഞാണെങ്കിലും നമ്മുടെ ലൈഫിലുള്ള അപ്രോച്ച് ചെയ്യാൻ ഒരുപാട് പോയിന്റ്സ്, ഒരുപാട് ഫാക്ടേഴ്സ് എനിക്ക് എക്സാക്ട്ലി I had this particular friend. എനിക്കുണ്ടായിരുന്നു ഒരു സീനിയർ, ടെലിംഗ് ഹിസ് നെയിം ഓൾസോ, ബഷീർ. ഞാൻ ബഷീർജി എന്ന് വിളിക്കുന്നത്. മൂപ്പര് എക്സാക്ട്ലി എക്സാമിന് ഒരു മാസമൊക്കെ ബാക്കി ഉണ്ടാകുമ്പോൾ ഓരോ സ്റ്റേജിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മൂപ്പരെ മെസ്സേജ് അയക്കും, ബഷീർജി ഒന്നും ആയിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ബഷീർജി RTP നോക്കിയിട്ടില്ല. RTP ഒക്കെ ആരാ നോക്കല്? അതൊക്കെ നോക്കേണ്ട ആവശ്യമുണ്ടോ? ബഷീർജി ഈ ടോപ്പിക്കിൽ ഇത്ര കേസ് ലോസ് എനിക്ക് ഇത്ര നോക്കിയാൽ പറ്റും. അയ്യോ, അത്രയൊക്കെ പഠിച്ചോ? ഞാനൊന്നും അത്ര എത്തിയിട്ടില്ല. I don't know whether he was lying to me. പക്ഷെ അവരാ വേർഡ്സ് ഉണ്ടല്ലോ, ദാറ്റ് ഇസ് സംതിങ് ലൈക്ക് ഓക്കെ നമ്മളെ കൊണ്ട് ഇത് കഴിയും എന്നുള്ള ഇൻസ്പിറേഷൻ. ആൻഡ് ഫോർ ദാറ്റ് റീസൺ ഇന്നും എക്സാമിന്റെ തലേന്ന് ഞാൻ വാട്സാപ്പിൽ സ്റ്റേറ്റസ് ഇടുമ്പോൾ ഞാൻ എപ്പോഴും ഇടല്, കഴിഞ്ഞ അറ്റംപ്റ്റും അതിന്റെ മുന്നത്തെ അറ്റംപ്റ്റ് എപ്പോഴും ഇടല്, ഞാൻ സാധാരണ ഇടല് യുവർ പ്രിപ്പറേഷൻസ് ആർ സഫിഷ്യന്റ്, ഡു വെൽ, അത്ര ഇടാറുള്ളൂ. നമ്മൾ എത്ര ചെയ്തിട്ടുണ്ടോ ദാറ്റ് ഇസ് മോർ ദാൻ ഇനഫ്. ഇപ്പോ ഓൾ ഇന്ത്യ റാങ്ക് ഹോൾഡേഴ്സിനോടുള്ള ഇന്ററാക്ഷൻ സെഷൻസ് ഞാൻ 2-3 നടത്തിയിരുന്നു. ഇപ്പോൾ ഓൾ ഇന്ത്യ റാങ്ക് 1 അച്ചീവ് ചെയ്ത ആൾക്കാരും കഴിഞ്ഞ പ്രാവശ്യം കേരളത്തിൽ നിന്ന് ഓൾ ഇന്ത്യ റാങ്ക് അടിച്ച 2 സ്റ്റുഡൻസും. അപ്പോൾ എല്ലാവരും പറയുന്ന ഒരു കോമൺ ഫാക്ടർ, പലർക്കും എന്താണ് അറ്റംപ്റ്റ് ഡെഫർ ചെയ്യായിരുന്നു സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാം എക്സ്റ്റെൻഡ് ചെയ്തതുകൊണ്ട് അവർക്ക് എക്സ്ട്രാ ടൈം കിട്ടി, അവർ ആ ടൈം യൂട്ടിലൈസ് ചെയ്ത് അവർക്ക് ക്ലിയർ ചെയ്യാൻ പറ്റി. അപ്പൊ നമ്മൾ എല്ലാവരും ഫാക്ടർ തന്നെയാണ്. നമ്മൾ എക്സാമിലേക്ക് പോകുമ്പോൾ നമുക്ക് 100% കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവണമെന്നില്ല. വാട്ട് എവർ വി ഹാവ് ഡൺ, കംപ്ലീറ്റ് ചെയ്യാത്ത ഫാക്ടറിനെ പറ്റി ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ട് അറിയണ ഏരിയയും കൂടിയും കൊണ്ടുപോയി കൊളാക്കാൻ നിൽക്കരുത്. നമ്മള് ഓൾമോസ്റ്റ് നമ്മൾ സെഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ 5:45 ആയി. ഓക്കെ, അടിപൊളി ലിജിൽ ഭായ്. നമ്മൾ ഇന്ററാക്ഷൻ സെഷൻ എന്നൊക്കെ പറഞ്ഞ ടൈമൊക്കെ ആവാനായി. 40 minutes നമ്മുടെ ടോക്ക് എന്ന് പറഞ്ഞിട്ട് കപ്പിൾ ഓഫ് ടോപ്പിക്സ് ഐ വാണ്ട് ടു സേ. നമ്മൾ പ്രിപ്പറേഷനെ പറ്റിയൊക്കെ പറഞ്ഞു. ഇനി എക്സാമിന് പോയി കഴിഞ്ഞാൽ വാട്ട് ആർ വി സപ്പോസ് ടു ഡു എന്നുള്ള, എക്സാം ഹാളിൽ നിങ്ങൾ എന്തൊക്കെ ഫാക്ടേഴ്സ് ശ്രദ്ധിക്കണം എന്നുള്ളത്. ഇത് എന്നോട് എന്റെ ഫാക്കൽറ്റി പലരും പറഞ്ഞ സംഭവം, ഞാൻ ലൈവായിട്ട് കണ്ടിരുന്ന സംഭവം അന്നത്തെ. അപ്പൊ ഇന്ന് പല സ്റ്റുഡൻസ് എന്നോട് പറയുന്ന ഫാക്ടറിന്റെ ബേസിൽ പറയാണ്, ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പൊ നമ്മള് ഒരു എക്സാം ടഫായി എന്നുള്ളത് കൊണ്ട് നമ്മൾ അടുത്ത എക്സാം എഴുതാതെക്കരുത്. ഇപ്പൊ നോർമലി കാണുന്ന ഒരു സംഭവമാണ്, ഫസ്റ്റത്തെ എക്സാം ടഫായി കഴിഞ്ഞാൽ സെക്കൻഡത്തെ എക്സാമിന് പിന്നെ എക്സാം ഹാളിലെ സ്ട്രെങ്ത് തന്നെ കുറയും, കുട്ടികളെ എണ്ണം കുറയും, ഇനി ഹോപ്പില്ല, ഇനി എഴുതിയിട്ട് കാര്യമില്ല, ആ രീതിയിൽ. വാട്ട് എവർ, ഒരു എക്സാം കഴിഞ്ഞു അതിനെ പറ്റി ചിന്തിക്കണ്ട. അടുത്ത എക്സാം, കഴിഞ്ഞ എക്സാമിനെ പറ്റി നമ്മൾ ഫ്രണ്ട്സിനായിട്ട് ആരായിട്ട് അതിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നും ഡിസ്കസ് ചെയ്യാനൊന്നും കണ്ട, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അടുത്ത എക്സാം അതിൽ ഫോക്കസ് ചെയ്യുക. പല കേസസിലും ഇപ്പൊ എന്റെ കേസിൽ തന്നെ ഞാൻ ഒട്ടും ഉറപ്പിച്ച സബ്ജക്ട് ചെയ്യുന്ന ഡയറക്ട് ടാക്സ്. I ended up getting exemption in that.
സോ ദാറ്റ് ഇസ് നോട്ട് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ഫാക്ടർ കേട്ടോ. ഞാൻ അറിയണ ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ സാറേ. എക്സാമിൽ 40 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ എനിക്ക് അറിയുള്ളൂ, 40 ഞാൻ അങ്ങനെ ചെയ്യാൻ നിൽക്കരുത്. വി നോ ദാറ്റ് നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല, എല്ലാം അറ്റൻഡ് ചെയ്തിടുക, എല്ലാം അറ്റൻഡ് ചെയ്യാം. നമ്മൾ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാത്ത ഒരു പോയിന്റ്, ഇപ്പൊ എന്റെ കേസിലൊക്കെ സംഭവിച്ചാൽ ഡയറക്ട് ടാക്സിൽ എങ്ങനെ ആലോചിച്ചിട്ടും യുനോ പല ക്വസ്റ്റ്യൻസും ഞാൻ സിലബസിൽ കണ്ടിട്ട് പോലും ഇല്ലായിരുന്നു. പക്ഷെ ആർട്ടിക്കിൾഷിപ്പിൽ ഉണ്ടായിരുന്ന പല പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിന്റെ ബേസിസിൽ അല്ലെങ്കിൽ എന്റെ പ്രിൻസിപ്പൾ ആയിട്ട് ചെയ്തിരുന്ന പല ഡിസ്കഷന്റെ ബേസിൽ എന്തൊക്കെ എഴുതി കൊടുത്തു, ഫുള്ള് കത്തിയടിക്കാൻ എഴുതാന്നുള്ള ഉറപ്പായിരുന്നു. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ എക്സെപ്ഷൻ അടിച്ചു. ആൻഡ് ഇറ്റ് വാസ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം ഐ ഗോട്ട് ടു നോ ഞാൻ എഴുതിയത് ഫുള്ള് കറക്റ്റ് ആയിരുന്നു എന്നുള്ളത്. സോ ശ്രദ്ധിക്കേണ്ട ഒരു ഫാക്ടർ, ഒരു എക്സാം ടഫായി, വി ആർ നോ വൺ ടു ജഡ്ജ് ഞാൻ പൊട്ടാൻ പോവാണ്. ഇറ്റ് ഇസ് ഓൾ ലൈക്ക് നമ്മളായിട്ട് നമ്മളെ ഓപ്പർച്യൂണിറ്റി കളയാണ്. ഒരു എക്സാം ടഫായി നമ്മൾ അടുത്തത് എഴുതിയില്ല, എന്നിട്ട് റിസൾട്ട് വന്ന് നോക്കിയപ്പോ ആ എക്സാം പാസ്സായിടാം, ബാക്കിയുള്ളതൊക്കെ ആബ്സെന്റ്. ആ പരിപാടിക്ക് നിൽക്കരുത്. നമ്മൾ ഒരു എക്സാം ടഫ് വി കംപ്ലീറ്റ് ഇറ്റ്. നമ്മൾ ഈ കോഴ്സിന് ജോയിൻ ചെയ്ത് നമ്മളത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. നമ്മളത് ഫുൾ എഫേർട്ട് ഇട്ടിട്ട് നമ്മൾ എക്സാംസ് ഫുൾ കംപ്ലീറ്റ് തന്നെ ചെയ്യും. ഇവൻ വാട്ട് ഹാവ് ഹാപ്പൻ വിത്ത് വൺ പെർട്ടിക്കുലർ എക്സാം ടഫ് ആയാലും അടുത്തതിൽ എന്റെ മൂഡ് പോയി പഠിച്ചില്ല, അതിനൊന്നും നിൽക്കരുത്. ദാറ്റ് ഇസ് ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, എല്ലാ എക്സാംസും ട്രൈ ടു മേക്ക് ഇറ്റ് എ ഹാബിറ്റ്. എല്ലാ എക്സാംസും 100 മാർക്സിന് അറ്റൻഡ് ചെയ്തിട്ട് പുറത്തിറങ്ങാം. വെൻ ഐ സേ 100 മാർക്സിന് എഴുതുക, ഐ എം നോട്ട് സെയിങ് ദാറ്റ് 100 മാർക്സിനും നമ്മൾ പഠിച്ച് എല്ലാം നമുക്ക് അറിയണമെന്നുള്ളതല്ല. നമ്മൾ അറിയണ ആൻസേഴ്സ് വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. എങ്ങനെ നമ്മൾ ടൈം മാനേജ്മെന്റ്, ഹൗ ഇസ് ഇറ്റ് പോസിബിൾ 100 മാർക്സിന് എങ്ങനെ എഴുതുക? അവിടെ വൺ ഫാക്ടർ ദാറ്റ് ഐ ഓൾവേസ് ടെൽ ദി സ്റ്റുഡൻസ്, 5 മാർക്ക് ക്വസ്റ്റ്യൻ എത്ര വേർഡ്സ് എഴുതണം, എത്ര പേജ് എഴുതണം, ദാറ്റ് ഇസ് നോട്ട് വാട്ട് ഇസ് റെലവെന്റ്. നമുക്ക് 5 മാർക്ക് ക്വസ്റ്റ്യൻ എത്ര ടൈം ഉണ്ട്, ദാറ്റ് ഇസ് വാട്ട് വി നീഡ് ടു ഫോക്കസ്. ഐ വുഡ് സേ 5 മാർക്ക് ക്വസ്റ്റ്യൻ 9 മിനിറ്റ്. അത് എങ്ങനെ 9 മിനിറ്റ് കിട്ടി? നമുക്ക് 180 മിനിറ്റ്സ് ആണ് നമ്മൾ ടോട്ടൽ എക്സാം ഉള്ളത്, 3 മണിക്കൂർ. ഈ 180 മിനിറ്റ്സിൽ നമുക്ക് 100 മാർക്സ് അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഓരോ മാർക്കിന് 1.8 മിനിറ്റ്. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 9 മിനിറ്റ്. സോ യു ആർ അറ്റൻഡിങ് എ 5 മാർക്സ് ക്വസ്റ്റ്യൻ, യു ഹാഡ് ഓൾറെഡി സ്പെൻഡ് 9 മിനിറ്റ്സ് ഇൻ ഇറ്റ്. കംപ്ലീറ്റ് ആയിട്ടില്ലേ, സ്പേസ് വിടുക, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. ബിക്കോസ് ഇഫ് യു സ്പെൻഡ് എക്സ്ട്രാ ടൈം ഓൺ ദാറ്റ്, നിങ്ങൾ 10 മിനിറ്റ് 11 മിനിറ്റ് 12 മിനിറ്റ് ഒക്കെ ആ ക്വസ്റ്റ്യൻ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആക്ച്വലി വേറെ ഏതോ ക്വസ്റ്റ്യന് കൊടുക്കേണ്ട 3 മിനിറ്റാണ് നിങ്ങൾ ഇവിടെ ബോറോ ചെയ്ത്. ഇത് ക്യുമുലേറ്റ് ചെയ്ത് വരുമ്പോഴാണ് പല സ്റ്റുഡൻസും ദേ എൻഡ് അപ്പ് സേയിങ് എനിക്ക് 60 മാർക്കിന് എഴുതാൻ പറ്റിയിട്ടുള്ളൂ, 65 മാർക്കിന് എഴുതാൻ പറ്റിയിട്ടുള്ളൂ എന്നൊക്കെ. അപ്പോൾ ട്രൈ ടു മേക്ക് ദിസ് എ ഹാബിറ്റ്. 100 മാർക്സിന് അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ഞാൻ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ റാങ്ക് ഹോൾഡേഴ്സും എല്ലാവരും പറഞ്ഞ ഫാക്ടർ ഇതായിരുന്നു. 100 മാർക്സിന് അവർ എഴുതാതെ അവർ എക്സാം ഹാളിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. ഇപ്പൊ എന്റെ കേസിലും ഞാനിപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിലാണ് എല്ലാം ക്ലിയർ ചെയ്തെന്ന് പറയുമ്പോഴും CA ഇന്റർ ആവട്ടെ ഫൈനൽ ആവട്ടെ എല്ലാം 100 മാർക്കിന് എഴുതിയിട്ട് പുറത്തിറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ നമുക്ക് നല്ലോണം അറിയുന്ന ആൻസേഴ്സ് വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ലാസ്റ്റ് എത്തുമ്പോൾ നമുക്ക് അറിയാത്ത ആൻസേഴ്സ് ആയിരിക്കും. അപ്പൊ അറിയാത്ത ആൻസേഴ്സ് ഒക്കെ 5 മാർക്കിന് നമ്മൾ 9 മിനിറ്റ് കത്തി അടിക്കേണ്ട ആവശ്യമില്ല. യു റൈറ്റ് 6 മിനിറ്റ്സ്. നമ്മൾ എന്തായാലും കത്തി അടിക്കാണല്ലോ, ഒരു 6 മിനിറ്റ് എഴുതിയാൽ മതി. ബാക്കിയുള്ള ആ ടൈം നമുക്ക് കിട്ടിയത് ഇങ്ങോട്ട് തിരിച്ചു വരിക, ആ ഫസ്റ്റ് സ്പേസ് വിട്ടതൊക്കെ ഫില്ല് ചെയ്യാൻ നോക്കുക. ആൻസേഴ്സ് ഒക്കെ എഴുതുമ്പോൾ ഫസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കണ്ടന്റ് കൊടുത്തിടാൻ നോക്കുക. ബാക്കി ഡെക്കറേഷൻസ് കാര്യങ്ങളൊന്നും ടൈം വേസ്റ്റ് ചെയ്യാതെ. ഇപ്പൊ അക്കൗണ്ട്സ് ഒക്കെ ഇപ്പൊ ഞാൻ ചെയ്തത് നമ്മള് ലൈന് പോലും വരച്ചിട്ടില്ലായിരുന്നു. ഫുള്ള് പെർട്ടിക്കുലേഴ്സ് അമൗണ്ട് ഫുൾ എഴുതി അറ്റ്ലീസ്റ്റ് ഒരു അലൈൻമെന്റ് ആണെന്നുള്ള ഉറപ്പ് വരുത്തിട്ടോ ഫുള്ള് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ലാസ്റ്റ് 2 മിനിറ്റ് തിരിച്ചു വന്നിട്ട് ഓരോന്ന് ലൈൻ വരച്ചു കൊടുക്കുക, ആ വരച്ചു കൊടുക്കുക, പെർട്ടിക്കുലേഴ്സ് അമൗണ്ട് അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പൊ അവിടെയൊക്കെ എഴുതുന്ന പെർട്ടിക്കുലേഴ്സ് എഴുതുന്ന സാധനം വലിയ നീറ്റ് ഒന്നും ഉണ്ടാവില്ല, ബട്ട് അറ്റ്ലീസ്റ്റ് എന്റെ ആൻസറിലെ കണ്ടന്റ് ഫുൾ അവിടെ ഉണ്ടാവും. ദിസ് വൺ ഫാക്ടർ ഇസ് വെരി ഇമ്പോർട്ടന്റ്. കാരണം ഇവാലുവേറ്റ് ചെയ്യുന്ന ആളെ പോയിന്റ് ഓഫ് വ്യൂ തന്നെ 100 മാർക്ക് അറ്റൻഡ് ചെയ്യുന്ന പോപ്പുലേഷൻ വളരെ കുറവാണ് CA എക്സാംസിൽ. അപ്പൊ നിങ്ങൾക്ക് ഇഫ് യു ക്യാൻ അച്ചീവ് ഇറ്റ്, നിങ്ങൾ ഓൾറെഡി 100 മാർക്സിന് എഴുതിയെന്ന് കണ്ടാൽ തന്നെ ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് ആൻ ആഡഡ് ഇംപ്രഷൻ. അപ്പൊ ആ ഒരു ഫാക്ടർ ശ്രദ്ധിക്കുക. I think we need to give them time for question answer as well. Lejal bhai. Yes. 10-12 മിനിറ്റ്. ഞാൻ ഒരു പോയിന്റ് ഞാൻ ഇപ്പം ചാനൽ പറഞ്ഞ പ്രിപ്പറേഷൻ എക്സാം ടൈമിലുള്ള ഒരു പോയിന്റ് എനിക്ക് ഒന്ന് ആഡ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റീഡിംഗ് ടൈം, ഒരു കൂൾ ഓഫ് ടൈം എന്നൊരു 15 മിനിറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു അഡീഷണൽ കൺഫ്യൂഷൻസ് ആൾക്കാർക്ക് ഉണ്ടാവാറുണ്ട്. ലൈക് സ്പെഷ്യലി നിങ്ങൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പോകുമ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ആൾക്കാർ ഒരു ക്വസ്റ്റ്യൻ മൊത്തമായിട്ട് വായിച്ചു നോക്കുന്ന ഒരു പ്രവണത കാണാറുണ്ട്. ഞാൻ സ്റ്റുഡൻസിനോട് എപ്പോഴും അഡ്വൈസ് ചെയ്യാറുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിക്കാനുള്ള സമയമല്ല ഈ 15 മിനിറ്റ് സ്കൂൾ ഓഫ് ടൈം എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഫോർ ലൈക്ക് ഇപ്പം ചാനൽ പറഞ്ഞ ഒരു പോയിന്റിലേക്ക് എത്തുവാണ് ഞാൻ. നമ്മൾ ഏറ്റവും നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം എഴുതുക, ആ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുക, നമ്മൾ 100 മാർക്സും ഫിനിഷ് ചെയ്യാൻ ശ്രമിക്കുക. ഇതെല്ലാം ആഡഡ് ആയിട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഓർഡർ പ്ലാൻ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഏതായിരിക്കും നമ്മളെ ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ എന്നുള്ളത്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് ഏറ്റവും നിങ്ങൾ തൊട്ട് തലേ ദിവസം കണ്ട ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് 100% ഉറപ്പായി ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഇത് ഏതോ ബുക്കിൽ കണ്ടിട്ടുണ്ട്, നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്പർ പോലും മാറ്റമില്ല എന്ന് അറിയാം. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ അപ്പിയർ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിച്ച സമയത്തേക്കാൾ മുമ്പ് നമുക്ക് അത് ഫാസ്റ്റ് ആയിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യത്തെ 1 മണിക്കൂറിൽ, ആദ്യത്തെ ആ ബെല്ല് വരുന്ന സമയത്ത് നിങ്ങൾ ഓൾറെഡി
നിങ്ങൾ ഓൾറെഡി വിചാരിച്ചിരിക്കുന്ന സാധനം, ലൈക് സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾ 3 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തു എന്ന് വെച്ചോ, ദാറ്റ്സ് ലൈക്ക് ഓൾമോസ്റ്റ് നിങ്ങൾ 20 മാർക്സ് ഓർ ലൈക്ക് നിങ്ങൾ യു ആർ ഗോയിങ് ഫ്രം ലൈക്ക് 40 മാർക്സ് ടു 50 മാർക്സ്, ആ റേഞ്ചിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ദാറ്റ്സ് എ ഹ്യൂജ് അഡ്വാൻറ്റേജ് ഫോർ യു. പിന്നെ നിങ്ങൾക്ക് 100 മാർക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും എന്നുള്ളത് തോട്ട് നിങ്ങളുടെ വരും. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് തന്നെ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുന്നത് എപ്പോഴും നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന, ഏറ്റവും ബെസ്റ്റ് ആൻസർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഡെക്കറേഷൻ കൊടുക്കലല്ല, എന്നാൽ പിന്നെ നമുക്ക് വൃത്തിക്കൊക്കെ വരച്ച് അതെല്ലാം വൃത്തിക്കൊക്കെ എഴുതി എന്നിട്ട് പിന്നെ അവസാനത്തെ ആൻസേഴ്സ് വായിച്ചു കൊടുക്കാൻ വേണ്ടി നിങ്ങൾ പോകേണ്ട അവസ്ഥ, ആ പോലെ എഴുതാൻ പാടില്ല. നമ്മൾ എല്ലാത്തിനും ഒരു മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ മതി. നമ്മൾ അവിടെ ഒരു ഹാൻഡ് റൈറ്റിംഗ് കോമ്പറ്റീഷൻ അല്ലല്ലോ പോകുന്നത്. അയാൾക്ക് വായിക്കാൻ പറ്റണം, അയാളെ കൺഫ്യൂസിങ് ചെയ്യാൻ പാടില്ല, പക്ഷെ നമ്മൾ ഫാസ്റ്റ് ആയിട്ട് ഫിനിഷ് ചെയ്യാം. അപ്പൊ ആ 15 minutes കൂൾ ഓഫ് ടൈമിൽ എൻഷുർ ദാറ്റ് യു ഫൈൻഡ് ഔട്ട്. നിങ്ങൾ പെട്ടെന്ന് മറിച്ചു നോക്കുക, എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ എനിക്ക് നന്നായിട്ട് അറിയാം, അപ്പൊ ഈ ക്വസ്റ്റ്യൻ എനിക്ക് കുറച്ചറിയാം, ഓക്കെ അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ എനിക്ക് 3A ആയിരിക്കും. ഞാൻ എവിടെയും പറയുന്നില്ല നിങ്ങൾ കമ്പൽസറി ക്വസ്റ്റ്യൻ ആദ്യം അറ്റംപ്റ്റ് ചെയ്യണമെന്ന്. യു ക്യാൻ അറ്റംപ്റ്റ് എനി ക്വസ്റ്റ്യൻ, പക്ഷെ ഒരിക്കലും പോയിട്ട് 1A അറ്റംപ്റ്റ് ചെയ്ത് പിന്നെ 3B അറ്റംപ്റ്റ് ചെയ്ത് പിന്നെ 2C അറ്റംപ്റ്റ് ചെയ്ത് അങ്ങനെ കൊളാക്കരുത്. ഓക്കെ, വെൻ യു ആർ അറ്റംപ്റ്റിംഗ് സബ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലീവ് ദ സ്പേസ് ദേ. പക്ഷെ എൻഷുർ ദാറ്റ് യു അറ്റംപ്റ്റ് യുവർ ഈസിയസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആദ്യം കയറി അറ്റംപ്റ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഫിനിഷ് ചെയ്യാൻ പറ്റും. ആ ഡിസിഷൻ ആണ് ഏത് ഓർഡറിൽ അറ്റൻഡ് ചെയ്യണം എന്നുള്ള ഒരു ഓവറോൾ ഡിസിഷൻ. നിങ്ങൾ 15 minutes, അത് ആ ഡിസിഷൻ നിങ്ങൾക്ക് 5 minute തീർക്കാൻ പറ്റി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വായിച്ചോ, പിന്നെ നിങ്ങൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിച്ചൊക്കെ തുടങ്ങിയോ. ഓക്കെ, സോ ആ ഒരു എൻഷുർ ദാറ്റ് യു യൂസ് ദിസ് ടൈം പെർഫെക്റ്റ്ലി. പ്ലസ് ഇപ്പൊ ഷാനിൽ പറഞ്ഞ ഒരു പോയിന്റ് ഓഫ് റൈറ്റിംഗ് 100 marks, ഇറ്റ് ഡസ് നോട്ട് മീൻ, ഓക്കെ പുള്ളി പറഞ്ഞപ്പോ 100 marks നിങ്ങൾ കറക്റ്റ് ആൻസർ എഴുതണമെന്നല്ല നമ്മൾ മീൻ ചെയ്യുന്നത്. We mean, like, see, even if you're like people used to ask me, like, I used to tell a lot of students that നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് എൻഷുർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 2 പേപ്പറിൽ എക്സാംഷൻ ഉണ്ടെങ്കിൽ that's more or less clear that you're going to pass out in a group. അപ്പോൾ നിങ്ങൾ how people reach to exemption, കുറെ ആൾക്കാർ എന്ത് ചെയ്യുന്ന പറഞ്ഞു 70 മാർക്കിന് എഴുതിയിട്ട് they expect an exemption of 60 marks, which is very tough. People attempt for 50 marks and they say that I want to clear this exam. അതൊക്കെ 50 മാർക്കിലാണ് നിങ്ങൾ 40 എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെ തന്നെ ഒരു എക്സ്പെക്ടേഷണൽ എറർ ഉണ്ടായി. നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങൾക്ക് ഇഫ് യു വാണ്ട് ആൻ എക്സാംഷൻ, നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങൾക്ക് ഒരു 60 to 70 മാർക്സിന്റെ കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് അറിയാമെന്നുള്ള വെച്ച് നിങ്ങൾ അത്ര എഴുതി, ബാക്കിയുള്ള ഒരു another 20 മാർക്സിന് ഇഫ് യു ആർ ഏബിൾ ടു ഗിവ് എ ഫെയർ അറ്റംപ്റ്റ്, ഐ മീൻ ഫെയർ അറ്റംപ്റ്റ്, എന്തെങ്കിലുമൊക്കെ അറിയാം അത് വെച്ചൊരു അറ്റംപ്റ്റ് കൊടുക്കാം, ഫൈനൽ ആൻസർ ശരിയാണെന്നില്ല, പക്ഷെ ഐ ഗിവൺ ആൻ അറ്റംപ്റ്റ്, ബാക്കി 10 മാർക്കിന് നിങ്ങൾ പ്ലഫ് ചെയ്ത് കുഴപ്പമില്ല, എന്നാൽ പോലും യു വിൽ ബി സ്റ്റിൽ എൻഡിങ് അപ്പ് സംവെയർ ടു എക്സാംഷൻ. ഭയങ്കര കാര്യമല്ല. പലപ്പോഴും സ്റ്റുഡൻസിന് എന്താ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, 60-70 മാർക്കിന് എഴുതും, ഇതേ അറിയുള്ളൂ, അറിയാത്ത വെറുതെ എന്തിനാ അറ്റംപ്റ്റ് ചെയ്യുന്നത്, എന്നാ പിന്നെ ഇതിനു വേണ്ടി ഫുൾ ടൈം സ്പെൻഡ് ചെയ്തേക്കാന്ന് വിചാരിക്കും. നോട്ട് ലൈക്ക് ദാറ്റ്. നിങ്ങൾ 4 കറക്റ്റ് ആൻസർ എഴുതുന്നതും 5 ആവറേജ് ആൻസർ എഴുതുന്നതും 5 ആവറേജ് ആൻസർ വിൽ ക്യാരി മോർ മാർക്സ്. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ കീപ് ദാറ്റ് പോയിന്റ് ഇൻ മൈൻഡ്. ആൻഡ് പ്ലസ് നിങ്ങൾ ഇന്ന് പ്രിപ്പയർ ചെയ്യുമ്പോൾ യു ഷുഡ് ബി നോയിങ് വാട്ട് യു ഷുഡ് ഡു ഡേ ബിഫോർ ദ എക്സാം. ഇന്ന് നിങ്ങളിപ്പോ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങളിപ്പോ ഒരു സബ്ജക്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചു, ഇപ്പോൾ ഫസ്റ്റ് റിവിഷനിലേക്ക് പോകണം, അല്ലെങ്കിൽ ഒരു സബ്ജക്ടിന്റെ ലാസ്റ്റ് ചാപ്റ്റർ തീർക്കുക നിങ്ങൾ, അല്ലെങ്കിൽ ഒരു സബ്ജക്ടിന്റെ ഏതെങ്കിലും ഒരു പോർഷൻ നിങ്ങൾ തീർക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് അറിയണം നിങ്ങൾ ഏത് ചാപ്റ്ററിൽ ഏത് ക്വസ്റ്റൻ ആ എക്സാമിന്റെ തലേന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകണം, അല്ലെങ്കിൽ എന്ത് വെച്ചിട്ടാണ് നിങ്ങൾ തലേന്ന് പ്രിപ്പയർ ചെയ്യുമ്പോൾ. സം ഓഫ് യു മൈറ്റ് ബി ഹാവിംഗ് എ നോട്ട്സ്. എന്നാ പിന്നെ ഇന്ന് മുതൽ എല്ലാവരും പറഞ്ഞല്ലേ നോട്ട്സ് ആ വേണ്ട, ഇന്ന് മുതൽ നോട്ട്സ് പ്രിപ്പറേഷൻ ആവാം ഇനി ഒരു 10 ദിവസത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല നമ്മൾ മീൻ ചെയ്യേണ്ടത്. നോട്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ട സമയമൊക്കെ കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് നോട്ട്സ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ദാറ്റ് ഷുഡ് ബി ഫിനിഷ്ഡ് ഇൻ എ ഡേ. അപ്പോ യു ഷുഡ് നോ വാട്ട് യു ഷുഡ് ഡു. ലൈക് നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യുന്ന പ്രോസസ് ചെയ്യാൻ പാടില്ല. നമ്മളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആക്ടിവിറ്റി ചെയ്തിട്ട് കാര്യമില്ല. നമ്മളെ എക്സാമിന് യൂസ് ആവുന്ന ഒരു ആക്ടിവിറ്റി വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. സോ എൻഷുർ ദാറ്റ് യു ഹാവ് സംതിങ്. ഞാൻ ചില സ്റ്റുഡൻസിനോട് ചോദിച്ചിട്ടുണ്ട്, ഇപ്പൊ റാങ്കേഴ്സുമായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്താ എക്സാമിന്റെ തലേദിവസം റെഫർ ചെയ്തത്? അപ്പൊ ചില ആൾക്കാർ എന്നോട് പറയാറുണ്ട്, സർ ഞാൻ റെഫർ ചെയ്തത് മെയിൻ ബുക്ക് തന്നെയാണ്, ഞാൻ അതിൽ ഓൾറെഡി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഗോ ത്രൂ ചെയ്തു, ഞാൻ മൾട്ടിപ്പിൾ ടൈം ഗോ ത്രൂ ചെയ്താണ് ഐ എം ഏബിൾ ടു ഡു. ചില ആൾക്കാർ പറയും ഞാൻ മെയിൻ ബുക്ക് തന്നെ ഗോ ത്രൂ ചെയ്തത്, പക്ഷെ എനിക്ക് അത് ഗോ ത്രൂ ചെയ്യാൻ പകുതി എത്തുമ്പോഴേക്കും എന്റെ സമയം കഴിഞ്ഞു. സോ ആ ഒരു തലേത്തെ ദിവസം കറക്റ്റ് ആയിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യണം. ആൻഡ് ദാറ്റ് 3 hours ഡോണ്ട് ഗിവ് അപ്പ്. ഇപ്പം ഷാനിൽ എഴുതിയിരിക്കുന്നത് May 2014 എക്സാം അല്ലേ? 14 May. എക്സാം തന്നെ എഴുതിയത്, ഞാനും ആ എക്സാമിലെ പാസ്സായത്. അന്നത്തെ ഡയറക്ട് ടാക്സ് പേപ്പർ വാസ് റിയലി ബാഡ്. കാരണം കുറെ അമെന്റ്മെന്റ്സ് ഒക്കെ ഉണ്ട്, അമെന്റ്മെന്റ്സ് ഒന്നും ചോദിച്ചില്ല. എന്റെയും സിമിലർ സിറ്റുവേഷൻ ആയിരുന്നു. എനിക്ക് 1A അറിയാം, 1B അറിഞ്ഞൂടാ, 2A അറിഞ്ഞൂടാ, 2B കുറച്ച് എനിക്ക് എഴുതാൻ പറ്റും. ഇങ്ങനെയായിരുന്നു പേപ്പർ ഉണ്ടായിരുന്നത്. ഈവൻ ഐ എൻഷുർഡ് ദാറ്റ് ഐ ഹാവ് റിട്ടൺ എവറിത്തിങ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ പേപ്പർ. അതെല്ലാം അറിയുന്നതും അറിയാത്തതും ഗസ് ചെയ്തതും, ബിക്കോസ് ഐ വാസ് നോട്ട് റെഡി ടു ഗിവ് അപ്പ് ഇൻസൈഡ് ദ എക്സാമിനേഷൻ ഹാൾ. കാരണം അവിടെ എത്തി, ഇനിയിപ്പോ എന്തോ പോവാനാ, മറ്റേ നമ്മൾ പറയാല്ലേ ഇനി നനഞ്ഞു പിന്നെ ഇനിയിപ്പോ കുളിച്ചിട്ട് കയറാം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ആ ഒരു എക്സാമിനേഷൻ ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ
പലപ്പോഴായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. സ്കൂളിൽ നിങ്ങൾ ചെയ്യാത്ത ആൾക്കാരൊന്നുമല്ല, ഒന്നും പഠിക്കാണ്ട് എക്സാമിന് പോയി, എന്നിട്ടും എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് വരും. അതൊരു ബേസിക് ക്വാളിറ്റിയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. സി നൺ ഓഫ് us are like, നമ്മൾ ആരും 0 മാർക്സ് വാങ്ങിക്കുന്ന ആൾക്കാരൊന്നുമല്ല. സോ വി നോ സംതിങ് ക്യാൻ ബി ഡൺ. നമുക്ക് ഇവിടുന്ന് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റിയാണ് ഇതിൽ തരുന്നത്. സോ എൻഷുർ ദാറ്റ് നിങ്ങൾ അവിടെ എത്തിയിട്ട് ആ 3 മണിക്കൂറിൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് സ്പെൻഡ് ചെയ്യും. എന്താണ് ബെസ്റ്റ് ചെയ്യാൻ പറ്റുക? അവിടെ നിങ്ങൾക്ക് ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാവും, നിങ്ങൾക്ക് ഫുൾ സ്വെറ്റ് ഉണ്ടാവും, പക്ഷെ അതിനെല്ലാം സമയം കൊടുക്കേണ്ട കുറച്ച് സമയം. അവിടെ പേടിക്കും, നിങ്ങൾക്ക് ആ എക്സാം ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ മനസ്സിലാവുന്നില്ല, ക്വസ്റ്റ്യൻ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്നലെ കേട്ട പാട്ടായിരിക്കും തലയിൽ വരുന്നുണ്ടാവുക, നമ്മൾ ആൻസർ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല പാട്ടുകളൊക്കെ ആയിരിക്കും മൈൻഡിൽ വരുന്നുണ്ടാവുക. ഇറ്റ്സ് ഓക്കെ, ഇങ്ങനെ തന്നെ എല്ലാവർക്കും ഉള്ളത്. പക്ഷെ എൻഷുർ ദാറ്റ് നിങ്ങൾ അതിൽ നിന്നൊക്കെ പെട്ടെന്ന് റിക്കവർ ചെയ്തിട്ട് എൻഷുർ ദാറ്റ് യു റൈറ്റ് ആൻസേഴ്സ്. ആ 3 hours വാട്ട് ബെസ്റ്റ് യു ഷുഡ് നോ. ലൈക് നിങ്ങൾ കറക്റ്റ് ആദ്യം ഏത് ആൻസർ എഴുതുന്ന പിക്ക് ചെയ്യുന്നത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് എപ്പോഴാണ് ഒരു ആൻസറിന് നിങ്ങൾ വിടേണ്ടത്. ഇറ്റ്സ് നോട്ട് ലൈക്ക് നിങ്ങൾക്ക് വേറെ പ്ലഡ്ജ് ഒന്നും എടുത്തിട്ടില്ലല്ലോ, ഒന്ന് കംപ്ലീറ്റ്ലി ഫിനിഷ് ചെയ്യാതെ ഞാൻ ഈ എക്സാമിന് ഇറങ്ങൂല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഫിക്സ് ചെയ്യരുത്. ഞാൻ കണ്ടിട്ടുണ്ട് കുറെ സ്റ്റുഡൻസ്, സാർ ആ ഒരു ക്വസ്റ്റ്യൻ അത് ടാലി ആവാത്തതുകൊണ്ട് ഞാൻ ഇരുന്നങ്ങ് ടാലി ചെയ്തു 1.5 മണിക്കൂർ. ദാറ്റ്സ് എ മിസ്റ്റേക്ക്. ഡോണ്ട് ഡു ദാറ്റ്. You should know when you should leave in paper. Like ഇപ്പൊ ഷാനിൽ പറഞ്ഞ മെത്തേഡ്സ് തന്നെ എടുത്താൽ മതി. ഇപ്പൊ നിങ്ങൾ ഒരു 16 മാർക്സിന്റെ ക്വസ്റ്റ്യൻ അപ്പിയർ ചെയ്യുകയാണ്, ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചു, അതിന് സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു, ഓൾറെഡി സേ 5 minutes is already gone for that. അത് കഴിഞ്ഞിട്ട് യു ആർ അഗെയിൻ സ്പെൻഡിങ് another 1.5 times or 1.8 times whatever it is നിങ്ങൾ സ്പെൻഡ് ചെയ്യുവാണ്. സോ പറഞ്ഞാൽ ഒരു 16 മാർക്സിന്റെ ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഒരു 15 മാർക്സിന്റെ ക്വസ്റ്റ്യനോ നിങ്ങൾ സ്പെൻഡ് ചെയ്യുവാണ്, യു ആർ സ്പെൻഡിങ് another 30 minutes. എന്നിട്ട് നിങ്ങൾ അവസാനം എത്തി, എന്നാൽ പിന്നെ ഒരു 5 minute കൂടെ ചേർത്ത് കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്യും. എന്നിട്ട് നിങ്ങൾക്ക് തീരുന്നില്ല, നിങ്ങൾ അലോക്കേറ്റ് ചെയ്ത സമയം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തീരുന്നില്ല. അങ്ങനെയാണ് യു ലീവ് ദാറ്റ് ക്വസ്റ്റ്യൻസ്, ലീവ് ഇനഫ് സ്പേസ്, കം ബാക്ക് ടു ദാറ്റ് ക്വസ്റ്റ്യൻ ഇഫ് ടൈം പെർമിറ്റ്സ്. കം ബാക്ക് ഒന്നും സാധാരണ നമുക്ക് സംഭവിക്കാറില്ല സി എക്സാമിന്, ബട്ട് ഇറ്റ്സ് ഓക്കെ. യു ജസ്റ്റ് ട്രൈ ടു ഗോ ത്രൂ ഓൾ ദി ക്വസ്റ്റ്യൻസ്. നിങ്ങൾ യു ഷുഡ് നോ, ആ ഗട്ട് ഫീലിംഗ് ഉണ്ടാവണം, ഓക്കെ ഈ ക്വസ്റ്റ്യൻ ഞാൻ വിടാം, എനിക്ക് കുഴപ്പമില്ല. കാരണം യു വിൽ ഹാവ് another question where you can attempt and it's okay. നിങ്ങൾക്ക് ആ അറ്റംപ്റ്റ് ചെയ്ത് നെക്സ്റ്റ് ശരിയാവത്തില്ല, ബട്ട് സ്റ്റിൽ യു ആർ നോട്ട് റെഡി ടു ഗിവ് അപ്പ്, യു ആർ ഗിവിംഗ് നെക്സ്റ്റ് 3 hours യു ഷുഡ് ഫീൽ. നമ്മൾ പുറത്തിറങ്ങുന്നത് നമുക്ക് ഫീൽ ചെയ്യണം, ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ എന്തൊക്കെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്, ആ ഒരു ഫീലിംഗ് ഉണ്ടാക്കി വെക്കണം അവിടെ പോയിട്ട്. കാരണം കുറെ സ്റ്റുഡൻസ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ആ 3 hours അവരുടെ ബാറ്റിൽ they don't really perform well. അങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് ഞാൻ എത്തിക്കില്ല എന്നുള്ള, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഞാൻ എന്നെ എത്തിക്കില്ല എന്നുള്ളൊരു ഒരു ഡിസിഷൻ നമ്മൾ മേക്ക് ചെയ്യണം. അതെങ്ങനെ നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റുക? ഇതേ ഒരു ഫീല് കിട്ടുന്ന മോഡൽ എക്സാംസ് എഴുതണം. യു റൈറ്റ് മോഡൽ എക്സാംസ് ഇൻ ദ സെയിം ഓർഡർ. ഓക്കെ, ഒരു 3 hours സ്പെൻഡ് ചെയ്തിട്ട് ഇതേപോലെ ഒരു പ്രോപ്പർ മോക്ക് ടെസ്റ്റ് പേപ്പർ എടുത്തിട്ട് നിങ്ങൾ എഴുതി നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇതേ കുറെ ഫീലിങ്സ് അതേപോലെ തന്നെ ഉണ്ടാവുക. ഇതറിയാം ഇതറിയില്ല, അതേ കാര്യങ്ങൾ തന്നെ ചെയ്യാം. എന്നിട്ട് നിങ്ങൾ തന്നെ വാല്യൂ ചെയ്യും, വേറെ ഒരാൾ വാല്യൂ വേണ്ട, എന്റെ സജസ്റ്റ് ആൻസർ അവിടെ ഉണ്ടാവും, നിങ്ങൾ തന്നെ വാല്യൂ. എന്നിട്ട് പറയാം, ഓക്കെ ഞാൻ ഈ ക്വസ്റ്റ്യന് കുറച്ച് കുറവ് സമയം സ്പെൻഡ് ചെയ്ത് എനിക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാറുണ്ട്. Try that. Do 2 model examination. At least 2 model exams എഴുതി നോക്ക്. And believe me, നിങ്ങൾ if you are someone who has not written model examination, നിങ്ങൾ ഒരു മോഡൽ എക്സാം എഴുതുന്നുള്ള ഒരൊറ്റ കാര്യം മാത്രം നിങ്ങളുടെ എക്സാമിനേഷൻ പ്രിപ്പറേഷനെ എക്സ്ട്രീംലി ബെറ്റർ ആക്കി മാറ്റും. അതിനകത്ത് നമ്മൾ ഒരുപാട് സമയം എടുത്തു. ഐ തിങ്ക് ഷാനിൽ നമുക്ക് ഇനി എന്തെങ്കിലും സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. നിങ്ങളുടെ സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് if you have, you can ask us now. We will try to answer. Either me or Shanil will try to address that. So എനിക്ക് തോന്നുന്നു എല്ലാവരും ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ വേണം നമുക്ക് ആദ്യം എടുത്ത് ആൻസർ ചെയ്യാം. എക്സാം പോസ്റ്റ്പോൺ ആവുമെന്നുള്ള ക്വസ്റ്റ്യൻ, you want to answer it or I should go ahead and then answer? Okay, so എക്സാമിനേഷൻ ഇപ്രാവശ്യം പോസ്റ്റ്പോൺ ആവുമെന്നുള്ളത് എനിക്ക് തോന്നുന്നു എല്ലാ സ്റ്റുഡൻസ് എന്നോട് ചോദിച്ചിട്ടുണ്ട്, മെസ്സേജ് അയച്ചിട്ടാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ ടെക്സ്റ്റ് ചെയ്തിട്ടാണെങ്കിലൊക്കെ. ഐ ഹാവ് ട്രൈ ടു ആൻസർ ടു ദം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളോട് പറയാനുള്ളത്, ഇങ്ങനെയുള്ള തോട്ട് തന്നെ നിങ്ങൾക്ക് അതൊക്കെ എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. ഇപ്പൊ ഒരു എന്ത് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നോട്ട് ലൈക്ക് നോബഡി ഈസ് എ ഫാൻ ഓഫ് എക്സാമിനേഷൻ അല്ലേ. അപ്പൊ നമുക്ക് എക്സാം പോസ്റ്റ്പോൺ ആവണമെന്നുള്ള ഒരു ആഗ്രഹം ഉള്ളിൽ എപ്പോഴും ഉണ്ടാവും. ഏറ്റവും അവസാനത്തെ ദിവസം ആണെങ്കിൽ ഇത് 2 ദിവസം കൂടെ ഒന്ന് പോസ്റ്റ്പോൺ ആയിരുന്നെങ്കിൽ എന്ന് തോന്നും. അപ്പോൾ ഇറ്റ്സ് ഓക്കെ ഫോർ യു ടു ഹാവ് ദറ്റ് ഫീലിംഗ്. 2-3 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഞാനിവിടെ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്കോ ഷാനിലിനോ ICAയുടെ റെപ്രസെന്റ് ചെയ്തിട്ട് ഒരു കാര്യം പറയാൻ പറ്റത്തില്ല. ഓക്കെ, പക്ഷെ വി ഓൾറെഡി നോ ദാറ്റ് തിങ്സ് ആർ നോട്ട് വെരി വെൽ ഔട്ട്സൈഡ് ഫോർ ഒരു ഫിസിക്കൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യേണ്ട ഒരു രീതിയിലല്ല കാര്യങ്ങൾ ഉള്ളത്. അതുകൊണ്ട് ദർ ഇസ് എ ചാൻസ് ദാറ്റ് എക്സാം മൈറ്റ് ബി പോസ്റ്റ്പോൺ. പക്ഷെ ഡോണ്ട്
കീപ് ഇറ്റ് ആസ് ലൈക്ക് എന്നാ പിന്നെ കുറച്ച് ദിവസം നമുക്ക് പഠിക്കാണ്ടിരുന്നേക്കാം എന്ന് വിചാരിക്കണ്ട. പക്ഷെ ഞാനിത് പറയണമെന്ന് ആഗ്രഹിക്കാനുള്ള റീസൺ, ഇപ്പൊ ചില ആൾക്കാർ ചിലപ്പം തീരെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവില്ല. യു മൈറ്റ് ബി തിങ്കിങ് ഓക്കെ ഞാൻ എന്നാ പിന്നെ ഞാൻ ഈ എക്സാം എഴുതണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിലെ പ്രിപ്പറേഷൻ ഭയങ്കര മോശമായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇപ്പം എനിക്കറിയുന്ന സ്റ്റുഡൻസ് തന്നെ ഉണ്ട്, അവർ കോവിഡ് പോസിറ്റീവ് ആയിരുന്നു. അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സി ദർ മൈറ്റ് ബി എൻ എക്സാം പോസ്റ്റ്പോൺമെന്റ്. അപ്പൊ നിങ്ങൾ ഇപ്പം പ്രിപ്പറേഷൻ ഒക്കെ നിർത്തി വെച്ചിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്നിരിക്കുവാണെങ്കിൽ യു ക്യാൻ സ്റ്റിൽ ഗിവ് ഇറ്റ് എ ട്രൈ. നിങ്ങൾക്ക് യു മൈറ്റ് ഗെറ്റ് സ്റ്റിൽ സം ടൈം ടു ഗിവ് ഇറ്റ് എ ട്രൈ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കണം. ദർ മൈറ്റ് ബി എ പോസ്റ്റ്പോൺമെന്റ്, ബട്ട് ഒരുപാട് അങ്ങ് പോസ്റ്റ്പോൺ ചെയ്തൊന്നുമില്ല. 2 മാസം 3 മാസം ഒന്നും പോസ്റ്റ്പോൺ ആവത്തില്ലല്ലോ. വി നോ ദാറ്റ് ഫ്യൂ വീക്സ് ഓഫ് പോസ്റ്റ്പോൺമെന്റ് മൈറ്റ് ബി ദർ. ഓക്കെ, സോ ഇപ്പൊ തന്നെ എക്സാം ഓൾറെഡി പോസ്റ്റ്പോൺഡ് രീതിയിലായിരിക്കുന്നത്. മേ ബി ദർ വിൽ ബി എ പോസ്റ്റ്പോൺമെന്റ് ദാറ്റ് മൈറ്റ് കം ബിക്കോസ് ഓഫ് കോവിഡ്. വി ഡോണ്ട് നോ യെറ്റ്, ഒഫീഷ്യൽ കൺഫർമേഷൻ ഇല്ല. പക്ഷെ 30-ാം തീയതി ഈ ആഴ്ച തന്നെ അവർ കൺഫർമേഷൻ വരും. കാരണം ഈ ആഴ്ച ഓൾറെഡി എക്സാം കമ്മിറ്റീസും സെൻട്രൽ കൗൺസിലും ഒക്കെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഞാൻ സെൻട്രൽ കൗൺസിലുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ ഹാവ് സെഡ്. അപ്പോൾ എൻഷുർ ദാറ്റ് യു കീപ് ദാറ്റ് ഇൻ യുവർ മൈൻഡ് ആൻഡ് ഡോണ്ട് ആസ്ക് ഫോർ ഇറ്റ്. എനിക്ക് തോന്നുന്നു ആദ്യം എഴുതുന്ന ആൾക്കാരായിരിക്കും ചോദിക്കേണ്ടത് എക്സാം പോസ്റ്റ്പോൺ ആവണം. ചില ആൾക്കാർ ഇപ്പം മൾട്ടിപ്പിൾ ആയിട്ട് എഴുതുന്ന ആൾക്കാരായിരിക്കും എന്നാ പിന്നെ ഒന്ന് എത്തിയിരുന്നെങ്കിൽ എനിക്ക് തീർക്കായിരുന്നു. അപ്പോൾ ഡോണ്ട് ലെറ്റ് ഇറ്റ് അഫക്ട് യു. The moment you get an announcement, you ensure that your plan is changed and then you're good enough to go. അതൊരു ബ്രേക്ക് ആയിട്ട് ഒരു കാരണവശാലും എടുക്കാൻ പാടില്ല. എന്ത് കാര്യം വന്നാലും അതൊരു ബ്രേക്ക് ആവരുത്. യുവർ പ്രിപ്പറേഷൻ ഈസ് ഓൺ ദ ഗോ. നിങ്ങൾക്ക് അഡീഷണൽ കിട്ടുന്ന ദിവസം അഡീഷണൽ ബെനിഫിറ്റിനായിട്ട് യൂസ് ചെയ്യാം. So there is a question from Techie. ഓക്കെ, ടെക്കി ആണത്. ഓക്കെ, ഞാൻ അതൊരു പേരാക്കാൻ വേണ്ടി ശ്രമിക്കുമായിരുന്നു. ഓക്കെ, സോ ടെക്കിയുടെ ചോദ്യം ഇതാണ്: ടിപ്സ് ടു പാസ് ഇന്റർ ബോത്ത് ഗ്രൂപ്പ്സ് ഫോർ ആൻ ആവറേജ് സ്റ്റുഡന്റ് ആൻഡ് ഹൗ മച്ച് hours in a day you want to study for it? ആഹാ, രാമായണം മൊത്തം കേട്ടിട്ട് നമ്മളോട് രണ്ട് ഗ്രൂപ്പ് പാസ്സാവണമെങ്കിൽ 2 ഗ്രൂപ്പിന്റെ സിലബസും ഫിനിഷ് ചെയ്യണം. ഓക്കെ, അപ്പോ 2 ഗ്രൂപ്പിന്റെ ഫിനിഷ് ചെയ്യാനുള്ള സമയം, അതിപ്പോ ടെക്കിക്ക് എത്ര സമയമാണെന്ന് ടെക്കിക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, സോ അഖിലിന് വേണ്ട സമയമായിരിക്കത്തില്ല, കവിക്ക് വേണ്ട സമയമായിരിക്കത്തില്ല, ടെക്കിക്ക് ഉണ്ടാവണ്ടേ. ഓക്കെ, സോ you should know how many hours is required for you to finish the topic. നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു ഫോർമുല ഇതാണ്: you finish both group syllabus, do 2 revisions. 2 റിവിഷൻ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ ഇടുക. ഇതാണ് മിനിമം നമ്മുടെ ഒരു മിനിമം സെറ്റപ്പിലുള്ള ഒരു റിക്വയർമെന്റ്. ഇഫ് യു ആർ റൈറ്റിംഗ് എക്സാം, എനിക്ക് തോന്നുന്നു he or she is not writing exam in May, might be writing another attempt. So if you have time, make a plan like that. Okay, ആസിലൊന്നും ഒരു കാര്യമില്ല, നിങ്ങൾ ഫിനിഷ് ചെയ്യാന്നുള്ളത് മാത്രമേ കാര്യമുള്ളൂ. പക്ഷെ നിങ്ങൾ സ്റ്റുഡന്റ് ആയതുകൊണ്ടും CA പഠിക്കുന്നതുകൊണ്ടും ഈ ദിവസം മൊത്തം കിട്ടുന്ന സമയം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുക. വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനില്ലല്ലോ നമുക്ക്. നിങ്ങൾ ആ പോയിന്റ് ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഫാക്ടർ, ഡേയ്സ് എല്ലാവർക്കും കോൺസ്റ്റന്റ് ആണ്. നമുക്ക് എത്ര hours ഡിറൈവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് വേരിയബിൾ ആണ്. അപ്പൊ ഡിസ്ട്രാക്ഷൻസ് മാക്സിമം മാറ്റി വെക്കാൻ നോക്കുക കേട്ടോ. ഇപ്പൊ എന്റെ കേസിൽ ഇപ്പൊ ഞാൻ ഐ നോ വാട്ട് ആർ മൈ ഡിസ്ട്രാക്ഷൻസ് എന്നുള്ളത്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്ട് എവർ. അപ്പൊ അങ്ങനത്തെ അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാക്സിമം മാറ്റി വെക്കാൻ നോക്കുക. സ്റ്റഡീസിൽ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കുക. സ്ലീപ്പ് കോംപ്രമൈസ് ചെയ്യരുത്, നോ മാറ്റർ വാട്ട്. അറ്റ്ലീസ്റ്റ് ഇഫ് പോസിബിൾ ഒരു അറ്റ്ലീസ്റ്റ് അല്ല ഒരു 6 മണിക്കൂർ, അറ്റ്ലീസ്റ്റ് എന്ന് പറയുന്നില്ല, 6 മണിക്കൂറെങ്കിലും നിങ്ങൾ സ്റ്റഡീസ് ടൈമിലും ഉറങ്ങാൻ നോക്കുക. ബാക്കിയുള്ള ടൈം മാക്സിമം നിങ്ങൾക്ക് എത്ര സ്റ്റഡീസിൽ എടുക്കാൻ പറ്റുമോ അത് എടുക്കാൻ നോക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു പ്ലാൻ വെച്ചിട്ട് പോവുക. അല്ലാതെ വെറുതെ റാൻഡമായിട്ട് ഇന്ന് എണീറ്റിട്ട് കുറച്ച് കോസ്റ്റിംഗ് നോക്കി, നാളെ എനിക്ക് കുറച്ച് ടാക്സ് നോക്കി, വിൽ ബി ഹാപ്പി അവർ സെൽഫ്, ഞാൻ ഇന്ന് കുറെ പഠിച്ചു, പക്ഷെ ആക്ച്വൽ വോളിയം വെച്ച് നോക്കി നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതിന് ഒരു പ്ലാനിങ് ഇമ്പോർട്ടന്റ് ആണ്. പ്ലാൻ ഒരു പക്ഷേ 100% നമുക്ക് അതേപോലെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. ബട്ട് സ്റ്റിൽ ഈ ഫാക്ടേഴ്സ് ശ്രദ്ധിക്കുക. ടൈം നമുക്ക് എത്ര മാക്സിമം ഡിറൈവ് ചെയ്യാൻ പറ്റുമോ നോക്കുക. ഡിസ്ട്രാക്ഷൻസ് മാറ്റി വെച്ചിട്ട് പഠിക്കാൻ നോക്കുക. ഓക്കെ, how many months is required for preparing CA final? So amendment class എന്നോടാണ്, അത് യൂട്യൂബ് ചാനലിൽ ഇടും. സോ ഇത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ അങ്ങോട്ട് ഇറങ്ങുന്നതാണ്. അപ്പോൾ അത് I don't think we should answer further. Okay, so next I think Shanil, you can answer. How many months is required for preparing CA final from the scratch? CA final, what I did was ക്ലാസ്സസ് ഏറെക്കുറെ എല്ലാം ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു ആർട്ടിക്കിൾഷിപ്പ് കാരണം. ബട്ട് അറ്റ്ലീസ്റ്റ് എന്റെ എക്സാമിന്റെ ഒരു 1.5 വർഷം മുന്നേ ഞാൻ സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി, 1.5 years ago. അപ്പൊ അതിൽ തന്നെ അമെൻമെന്റ്സ് ഇല്ലാത്ത സബ്ജക്ട്സ് ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി. ഇപ്പൊ FR, കോസ്റ്റിംഗ്, അങ്ങനത്തെ സബ്ജക്ട്സ് ഒക്കെ അമെൻമെന്റ്സിന്റെ സബ്ജക്ട്സ് ലാസ്റ്റ് ഇതിലേക്ക് പെൻഡിങ് വെച്ചില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്റെ എക്സാം May 2014 ആണെങ്കിൽ November 14 എക്സാമിന്റെ അറ്റ്ലീസ്റ്റ് ക്രാഷ് ക്ലാസ്സസ് എങ്കിലും ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. ഐ എം നോട്ട് സച്ച് എ പേഴ്സൺ, എനിക്ക് സെൽഫ് സ്റ്റഡി വർക്ക് ചെയ്യുന്ന ടൈപ്പ് ആളല്ല, എനിക്ക് എന്തെങ്കിലും കിട്ടണം. അപ്പോൾ ഒരു നവംബറിന്റെ ക്രാഷ് 2 ദിവസത്തെ ക്ലാസ് 3 ദിവസത്തെ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ ജസ്റ്റ് പോയി അറ്റൻഡ് ചെയ്തു ആദ്യമായിട്ട്. അതായത് സബ്ജക്ട് എന്താണെന്ന് തന്നെ അറിയില്ല, വെറുതെ പോയിരുന്ന് ഒരു അറ്റ്ലീസ്റ്റ് ഒരു സിലബസ് എന്താണെന്നുള്ള ഒരു ഐഡിയ കിട്ടി അതിൽ നിന്ന്.
ആൻഡ് ദെൻ സ്റ്റഡീസ് ഓൾ ടുഗദർ ഒരു 5 months സ്റ്റഡി പ്ലാൻ ആയിരുന്നു ഞാൻ ഫൈനലിന് മാറ്റി വെച്ചത്. ഇന്ററിന് 3 months, ഫൈനലിന് 5 months. 5 months എന്ന് പറയുമ്പോൾ 3 months സ്റ്റഡീസിന് വേണ്ടിയിട്ട്, 2 months റിവിഷന് വേണ്ടിയിട്ട്. അവിടെ ലിജിൽ ഭായ് പറഞ്ഞ അതേ കോൺസെപ്റ്റ് ആണ് പ്ലാൻ ചെയ്തിരുന്നത്. 2 months 2 റിവിഷൻ എന്ന രീതിയിൽ പ്ലാൻ ചെയ്തതായിരുന്നു. പക്ഷെ 2 റിവിഷൻ ഒന്നും ആയില്ല, സിലബസ് ഒന്നും കംപ്ലീറ്റ് ആയില്ല. ബട്ട് വാട്ട് എവർ, ഐ വാസ് ഹാപ്പി വിത്ത് മൈ സ്റ്റഡി പ്ലാൻ. ഏറെക്കുറെ ഒക്കെ വർക്ക്ഔട്ട് ആയി. ആൻഡ് ലിജിൽ ഭായ്, ഇഫ് യു റിമെമ്പർ, നമ്മളെ എക്സാമിൽ നമുക്ക് എക്സ്റ്റൻഷൻ കിട്ടിയിരുന്നു. ഇലക്ഷൻ കാരണം നമുക്കൊരു 3 ആഴ്ചത്തെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ എക്സ്റ്റൻഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ കൊണ്ട് ബെനിഫിറ്റ് ഇല്ല. നമ്മൾ എക്സ്പെക്ട് ചെയ്യാതെ നമ്മൾ അവസാനം പോകുമ്പോൾ ഒരു എക്സ്ട്രാ എഫേർട്സ് ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം കിട്ടുമ്പോഴാണ് ഒരു ബ്രീത്തിങ് ടൈം വരുന്നത്. നല്ല ബോണസ് ആയിരുന്നു ആ 3 ആഴ്ച കിട്ടി, നല്ല യൂട്ടിലൈസ് ചെയ്ത്. I got 402 marks out of 800. 2 മാർക്കിനാ പാസ് ആവണം. അതിന്റെ 3 സബ്ജക്ട് ജസ്റ്റ് പാസ് 40. So I was like, that 3 weeks was very valuable. If it wasn't there, ഒരു പക്ഷേ ക്ലിയർ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോ യൂട്ടിലൈസ് ചെയ്യാം ടൈം, നമുക്ക് കിട്ടുന്നത് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണാം. ഇപ്പൊ കഴിഞ്ഞ കേരളയിൽ ഉണ്ടായിരുന്ന 2 റാങ്ക് ഹോൾഡേഴ്സും അവരൊക്കെ പറഞ്ഞത് എക്സാം എന്താ പറയാ, മെയ് എക്സാം ഡെഫർ ചെയ്ത് നവംബറിലേക്ക് വന്നതും ആ സംഭവങ്ങളൊക്കെ അവർ പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്തു. മോക്ക് ടെസ്റ്റ് മാക്സിമം കൊടുത്ത്, മോക്ക് ടെസ്റ്റ് എത്ര ഏർലി കൊടുക്കാൻ പറ്റും അത്രയും നേരത്തെ കൊടുത്ത്, ലാസ്റ്റ് വെക്കാതെ. കാരണം മോക്ക് ടെസ്റ്റ് കൊടുത്ത് അതിൽ നിന്നുള്ള മിസ്റ്റേക്സിന്റെ ബേസിസിൽ നമുക്ക് ആ സബ്ജക്ട്സ് ഓവർകം ചെയ്യാൻ പറ്റും. റാങ്ക് ഹോൾഡർ പറഞ്ഞ അതായിരുന്നു. SFM ഹി ഗോട്ട് സംതിങ് 42 or something മോക്ക് ടെസ്റ്റില്. And he scored 70 above in the actual exam. So that shows the improvement. ആ ഒരു നമ്മൾ എത്ര നേരത്തെ കൊടുക്കുന്നോ, നമ്മളെ വീക്ക് സ്പോട്ട് നമ്മൾ നേരത്തെ അനലൈസ് ചെയ്ത് നമുക്ക് അതിന് എക്സ്ട്രാ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻ, ഷമീം 5 months ആയിരുന്നു ഫൈനലിന് സ്പെൻഡ് ചെയ്തിരുന്നത്, 3 months ആയിരുന്നു ഇന്ററിന് സ്പെൻഡ് ചെയ്തിരുന്നത്. ബട്ട് അഗൈൻ നോട്ട് മച്ച് ഓഫ് എ റെലവന്റ്. Previous year question paper. Next question. I think Shamim, your question is answered. ഞാൻ വീണ്ടും അതിന്റെ മുകളിൽ ആഡ് ചെയ്യുന്നില്ല. മോർ ഓർ ലെസ് ചാനൽ പറഞ്ഞ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യണോ? ഡെഫിനറ്റ്ലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എത്രത്തോളം ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് നോക്കിയാലും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കാണുമ്പോഴാണ് ICAയുടെ എക്സ്പെക്ടേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ഒരു പ്രൈം ഡോക്യുമെന്റ് ആണ് നിങ്ങൾ നോക്കേണ്ടത്. ഓഫ് കോഴ്സ് എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക. അതിൽ ഓൺലി തിങ് നിങ്ങൾ പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം പേപ്പേഴ്സ് ലൈക്ക് ഇപ്പം ഞാൻ എടുക്കുന്ന പേപ്പർ ആണെങ്കിലും ഇൻഡയറക്ട് ടാക്സ് ആണെങ്കിലും ഇപ്പൊ ഷാനലിന്റെ പേപ്പർ ആണെങ്കിലും ലോ ആണെങ്കിലും അമെന്റ്മെന്റ്സ് അത് ഇഫക്റ്റീവ് ആവുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പൊ പഴയ ക്വസ്റ്റ്യൻസ് ഒക്കെ അമെന്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ എൻഷുർ ദാറ്റ് യു ആർ റെഫറിംഗ് ദ കറക്റ്റ് ആൻസേഴ്സ്. അത് നിങ്ങളുടെ ഫാക്കൽറ്റീസുമായിട്ട് റെഫർ ചെയ്തിട്ടോ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസോ റെഫർ ചെയ്താൽ മതി. How to do questions, whether completing whole syllabus or after completing a particular subject. See, ഞാൻ ഹർഷിനോട് എനിക്ക് സ്പെസിഫിക് ആയിട്ട് പറയാനുള്ളത്, I will ask Shanil also to answer that question. He'll have more points to add. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഞാൻ again I'm stressing on what we did last time. നമ്മൾ ഒരു മെന്റർഷിപ്പ് പ്രോഗ്രാം റൺ ചെയ്തപ്പോൾ നമ്മൾ കുറെ ആൾക്കാരുമായിട്ട് സംസാരിച്ചാണ്. ഈ റാങ്ക് കിട്ടിയ കുറെ ആൾക്കാർ, പിന്നെ ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്കേഴ്സിനോടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറെ ചാർട്ടേഡ് അക്കൗണ്ടൻസിയിൽ ഫാക്കൽറ്റി ആയിരിക്കുന്ന ആൾക്കാർ, എന്റെ കുറെ സീനിയേഴ്സ്, ഇവരോടൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അബൌട്ട് പ്രിപ്പറേഷൻ. വാട്ട് ഡിഡ് യു ഡു ബെസ്റ്റ് എന്നുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലായ ഒരു ബെസ്റ്റ് മെത്തേഡ്, ഇതിൽ കുറെ ആൾക്കാർ സക്സസ്ഫുൾ ആയി ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടു ഫിനിഷ് എ സബ്ജക്ട് ആൻഡ് ദെൻ ഡു എ മോഡൽ എക്സാം. അപ്പോൾ ഒരു സബ്ജക്റ്റിന് നിങ്ങളിപ്പോ നിങ്ങൾ ഷാനിൽ പറഞ്ഞ പോലെ ഒരു 5 months പ്ലാൻ ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 10 days per സബ്ജക്ട് ഒക്കെ കിട്ടുക. ഇപ്പോൾ ഒരു 10 days കൊടുക്കുമ്പോൾ ഒരു 2 days എക്സ്ട്രാ ബഫർ ടൈം കൊടുക്കുക. ആ ബഫർ ടൈമിൽ നിങ്ങൾ 2 മോഡൽ എക്സാം എഴുതുക. ബാക്കിയുള്ള സമയം എന്തെങ്കിലും കംപ്ലീറ്റ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യുക. സോ ഒരു സബ്ജക്ട് മൊത്തം ഫിനിഷ് ചെയ്യുന്നു, അതിന്റെ 2 എക്സാം എഴുതുന്നു. അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. അപ്പോൾ നിങ്ങൾ ഒരു ചാപ്റ്റർ പഠിച്ചു പോയി കഴിഞ്ഞാലും, ഒരു ചാപ്റ്റർ നിങ്ങൾ തീർത്തു എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന എപ്പോഴേ ഉള്ളൂ നിങ്ങൾ അതിൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പഠിച്ചാൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ എക്സാം റെഡി ആയിട്ടില്ല, നിങ്ങൾ എന്തൊക്കെയോ മനസ്സിലാക്കി, പക്ഷെ നിങ്ങളെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്തിലാന്നുള്ളതിന്റെ ക്ലാരിറ്റി ഈസ് വെരി ഇമ്പോർട്ടന്റ് ഫോർ യു. So I will suggest, Harshina, I think you should be finishing a subject. I think you should finish a chapter, do the questions of that chapter, finish a subject, ആ സബ്ജക്റ്റിന്റെ കംപ്ലീറ്റ് ആയതിനു ശേഷം റൈറ്റ് ടു മോഡൽ എക്സാം ആൻഡ് ദെൻ സേ ദാറ്റ് ഓക്കെ ഞാൻ ഈ സബ്ജക്ട് കംപ്ലീറ്റ് ചെയ്തു. അതുവരെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. So don't wait for the entire syllabus to be over to do questions. ഹർഷിന, മെയ് ആയിരുന്നോ നവംബർ ആയിരുന്നോ, ഇന്റർ ആണോ ഫൈനൽ ആണോ? വേറെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ലിജിൽ ഭായ്. How much importance did we give to mock paper just before exam by ICAI? It's very important. കാരണം ഒരു മേജർ പോയിന്റ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ മോക്ക് ടെസ്റ്റ് പേപ്പേഴ്സ് നിങ്ങൾ നോക്കുവാണെങ്കിൽ എന്തെങ്കിലും മോഡൽ ചേഞ്ച് ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പം ഇന്ററിനും ഫൈനലും യു നോ ദാറ്റ് 30% ഓഫ് ചില സബ്ജക്റ്റിൽ 30% നിങ്ങൾക്ക് MCQ ക്വസ്റ്റ്യൻസ് ആണ്.
അപ്പൊ ഇനീഷ്യൽ അറ്റംപ്റ്റ്സിൽ അവർ MCQ ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ വാസ് ഡയറക്റ്റ് MCQ ക്വസ്റ്റ്യൻ. ചിലതിന് 2 മാർക്കായിരിക്കും, ചിലതിന് 1 മാർക്കായിരിക്കും. പക്ഷെ ഒരു പോയിന്റ് എത്തിയപ്പോൾ ഐസിക്ക് മനസ്സിലായി ആൾക്കാർ ഈ ചെറിയ ചെറിയ MCQ ക്വസ്റ്റ്യൻ ഒരുപാട് സമയം അവർക്ക് സേവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഐസിഐ വാണ്ട്സ് ടു എൻഷുർ നമ്മൾ മേജർ ക്വസ്റ്റ്യൻസ് മാറ്റി MCQ ആയതുകൊണ്ട് ആർക്കും അഡീഷണൽ സമയമൊന്നും ഞങ്ങൾ സേവ് ചെയ്യാൻ വിടത്തില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങളെ ഒരുപാട് വായിപ്പിക്കാൻ വേണ്ടിയിട്ട് നൗ ദേ ഹാവ് മെയ്ഡ് ഇറ്റ് കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. 2 കേസ് സ്റ്റഡിയും ബാക്കി ക്വസ്റ്റ്യൻസോ ചോദിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഒരാൾ ഫുൾ അപ്പൊ ഇതിനു മുമ്പ് വരെ ആൾക്കാർ എന്താ ചെയ്തത്, സ്റ്റുഡൻസ് എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MCQ എന്ന് പറയുമ്പോൾ തന്നെ ഇവർ MCQ ബുക്ക് അങ്ങ് വാങ്ങിക്കും. എന്നിട്ട് കുറെ MCQ ഇങ്ങനെ റെഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ദേ ആർ തിങ്കിങ് ദാറ്റ് MCQ ക്വസ്റ്റ്യൻസ് വിൽ കം ലൈക്ക് ദാറ്റ്. പക്ഷെ അതുകൊണ്ടല്ല കാര്യമുള്ളത്. ഒരു കേസ് സ്റ്റഡി ബേസ്ഡ് MCQ ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന എപ്പോഴാണ്? ഓൺലി വെൻ യു സി എൻ മോക്ക് ടെസ്റ്റ് പേപ്പർ. അവിടെയാണ് ഫസ്റ്റ് ടൈം അവർ ചേഞ്ച് ഇൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻസിന്റെ ചേഞ്ച് നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം മനസ്സിലാക്കി തരുന്നത് മോക്ക് ടെസ്റ്റ് ആണ്. പ്ലസ് മോക്ക് ടെസ്റ്റ് പേപ്പേഴ്സിന് there is a saying that like 5 to 10% questions can repeat എന്ന് പറയാറുണ്ട്. So ensure that you do both mock test. നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ആയിട്ട് എഴുതാൻ സമയം കിട്ടിയില്ലെങ്കിൽ ensure you study those questions. അതെന്തായാലും എൻഷുർ ചെയ്യണം നിങ്ങൾ ഗോ ത്രൂ ചെയ്യുന്ന ചാനലിന്. ഇഫ് യു വാണ്ട് ടു ആഡ് സംതിങ്. ഞാനത് മനഃപൂർവ്വം ഉണ്ടാക്കിയെന്ന് ലിജിൽ ഭായി, കാരണം അതൊക്കെ പറയണം എന്ന് ആഗ്രഹമുണ്ട്, എനിക്കൊന്നും അത് ചെയ്യാൻ പറ്റിയിട്ടല്ലേ. അത് ഒബ്വിയസ്ലി ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ പല സ്റ്റുഡൻസ് ചോദിക്കുന്ന ഡൗട്ട്സിന്റെ ബേസിൽ നമുക്ക് അസസ് ചെയ്യാമല്ലോ. അപ്പൊ നമ്മൾ പ്രാക്ടിക്കലി ചിന്തിക്കുന്ന ഡൗട്ട്സ് ഇപ്പൊ വി നോ, കാരണം നമ്മൾ RTP നോക്കുന്നുണ്ട്, MTP നോക്കുന്നുണ്ട്, സജസ്റ്റഡ് ആൻസേഴ്സ് നോക്കുന്നുണ്ട്. അപ്പൊ ഒരു കുട്ടി ഡൗട്ട് ചോദിക്കുമ്പോൾ തന്നെ വി നോ അത് എവിടുന്നാണ് ചോദിച്ചത്. സോ വി നോ ദാറ്റ് അവരുടെ സ്റ്റഡീസിന്റെ പ്രിപ്പറേഷൻ എവിടെ എത്തി എന്നുള്ളത്. അപ്പൊ നമ്മൾ പലപ്പോഴും the benefit that we get when we do these questions and we go through the suggested answers is ICA ഏതൊക്കെ ഏരിയാസ് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് and what is the type of answer that they're expecting from us. ഇത് രണ്ടും നമുക്ക് കിട്ടണം. ഇപ്പൊ ഒരു കുട്ടി എന്താ പറയാ എക്സാം ഹാളിൽ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരും അതൊന്നും അറിയാൻ വേണ്ടി ഞാനൊന്ന് പോയി നോക്കട്ടെ, ഒരു എക്സ്പീരിയൻസിന് വേണ്ടി പോയി 1-2 പ്രാവശ്യം പൊട്ടിയിട്ട് 3ാമത്തെ വട്ടം നമുക്ക് എക്സാം ഹാളിൽ അവർ എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി നമ്മൾ തന്നെ എക്സാം ഹാളിൽ പോയി പൊട്ടേണ്ട ആവശ്യമില്ല. ICA തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. കഴിഞ്ഞ എക്സാമിൽ ഇതാണ് ഞങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസ്, ദീസ് ആർ ദ ആൻസേഴ്സ് ദാറ്റ് വി എക്സ്പെക്ടിങ് ഫ്രം യു. അതിന് മുന്നത്തെ എക്സാമിൽ ദീസ് വർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് വി ആസ്ക്ഡ്, ദീസ് ആർ ദ ആൻസേഴ്സ് ദാറ്റ് വി എക്സ്പെക്ടിങ് ഫ്രം യു. അപ്പോൾ അത് കുറെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ അറിയാതെ ഓട്ടോമാറ്റിക്കലി നമ്മളെ മെത്തേഡ് ഓഫ് പ്രസന്റേഷൻ ICA പറഞ്ഞൊരു മെത്തേഡിലായി മാറും. പ്ലസ് നമുക്ക് ആ ഒരു ഫോക്കസ് കൊടുക്കാൻ പറ്റും. ഓരോ ഏരിയാസിൽ നമ്മൾ ചിലപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണാതിരുന്ന വേർഡ്സിൽ അല്ലെങ്കിൽ സെന്റൻസിലൊക്കെ ആയിരുന്നു ICA ഇത്രയും കാലം ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നത്. സോ ദാറ്റ് ഹെൽപ്സ് us. നമ്മൾ ഏറെക്കുറെ ഒരു ദാറ്റ് ഇസ് ടു ആഡ് ഓൺ ടു ഹർഷനാസ് ക്വസ്റ്റ്യൻ ആസ് വെൽ. ഏറെക്കുറെ നമ്മൾ ഒരു സാധനത്തിന്റെ കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഇൻ ടു ക്വസ്റ്റ്യൻസ്. നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ അറിയാം ഈ ചാപ്റ്ററിൽ എന്റെ വീക്ക് സ്പോട്ട് ഏതാന്നുള്ളത്. സോ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചു, നിങ്ങളെ ആൻസറിൽ മൈൻഡിൽ ആൻസർ വരുന്നുണ്ട്, അതേ ആൻസറിന് അവർ തന്നിട്ടുള്ളത്. ഇൻ ദാറ്റ് കേസ് പിന്നെ ആ ടോപ്പിക്കിൽ നിങ്ങൾ വീണ്ടും ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വേറെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചു, നിങ്ങളെ മൈൻഡിൽ വേറെ ആൻസർ വന്നത്, അവർ തന്ന ആൻസർ വേറെയാണ്. ഇൻ ദാറ്റ് കേസ് യു ക്യാൻ ഫോക്കസ് ഇൻ ദോസ് ഏരിയാസ്. അങ്ങനെ നോക്കാൻ പറ്റും. എനിക്ക് ഒരു പോയിന്റ് ഞാൻ ഇപ്പൊ ഷാനിൽ പറഞ്ഞത് ഞാൻ ആഡ് ചെയ്യുവാണ്. നിങ്ങൾ എന്നോട് സ്റ്റുഡൻസ് പറയാറുണ്ട്, ഞാൻ സാർ എന്തായി പ്രിപ്പറേഷൻ ഒക്കെ ചോദിക്കുമ്പോൾ അവർ പറയും സാർ ഞാൻ ഈ ഒരു സബ്ജക്ട് കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തോ ചെയ്തില്ലോ എന്നുള്ളത് നിങ്ങൾ ഈ മോഡൽ എക്സാം അറ്റംപ്റ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ. നിങ്ങൾ വിചാരിക്കേണ്ടാവും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടാവുള്ളൂ, പക്ഷെ നിങ്ങൾക്ക് ഈ വീക്ക് സ്പോട്സ് കുറെ ഉണ്ടാവും. സോ ദാറ്റ് ഹാസ് ടു ബി ആ ഒരു ചെക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത് നിങ്ങൾ ഈ മോഡൽ എക്സാം എഴുതുമ്പോഴാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, ഓ ഞാൻ ഈ പഠിച്ച ഈ ചാപ്റ്റർ എനിക്ക് അത്ര ഓർമ്മയില്ലാട്ടോ എന്നുള്ളത്. അപ്പൊ യു കൻ ഗോ ബാക്ക് ആൻഡ് ദെൻ ഡു ഇറ്റ്. ഞാൻ പേഴ്സണലി നോക്കുവാണെങ്കിൽ ഞാൻ എന്റെ ഇന്ററിന് എപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്. ഞാൻ ഭയങ്കര ഓവർ കോൺഫിഡന്റ് ആയിരുന്നു കോസ്റ്റിംഗ് പേപ്പറിൽ. കാരണം മാത്സ് എനിക്ക് അത്യാവശ്യം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ കോസ്റ്റിംഗ് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ഇതിൽ പഠിക്കുന്ന സമയത്ത്. അപ്പൊ കോസ്റ്റിംഗ് ക്ലാസ് റൂമിലൊക്കെ ഇരുന്നിട്ട് ഫുൾ വിളിച്ചു പറയല്ല ആൻസർ, ഭയങ്കര വെറുപ്പിക്കലായിരുന്നു എല്ലാവരും. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോയി ഒരു മോഡൽ എക്സാം എഴുതി, എനിക്ക് 25 മാർക്ക് കിട്ടിയത്. ഞാൻ ഫെയിൽ ആയി. ആകെ 2 ക്വസ്റ്റ്യൻ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. സോ ദാറ്റ് പക്ഷെ മെയിൻ എക്സാമിന് ഞാൻ അതുകൊണ്ട് തന്നെ അടുത്ത ഒരാഴ്ച ഇരുന്ന് മൊത്തം കോസ്റ്റിംഗ് റിവൈസ് ചെയ്യുക ടു എൻഷുർ ദാറ്റ് യു ഗെറ്റ് ഇറ്റ്. സോ ഇതുപോലുള്ളത് അപ്പം മോക്ക് ടെസ്റ്റ് ഐ വാണ്ടഡ് ടു ടെൽ യു ദിസ്, ലൈക്ക് മോക്ക് ടെസ്റ്റ് എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ആൻ അറ്റംപ്റ്റ് സേവ്ഡ്. ഒരു അറ്റംപ്റ്റ് സേവ് ചെയ്യുന്നതിന് അത്രയും ബെനിഫിറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. സോ എൻഷുർ ദാറ്റ് യു റൈറ്റ് ഇറ്റ്. How to prepare for CA foundation in 50 days. To give you a simpler plan, 50 days 35 days you have to do for intense preparation. എല്ലാ സബ്ജക്റ്റിനും ഒരേ നമ്പർ ഓഫ് ഡേയ്സ് കൊടുക്കരുത്. നിങ്ങൾ ഫൗണ്ടേഷൻ എഴുതുന്നത് അതുകൊണ്ട് തന്നെ പേപ്പേഴ്സ് ലൈക്ക് ഇംഗ്ലീഷും അതുപോലത്തെ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് കുറവ് ഡേയ്സും, അക്കൗണ്ട്സിനും എക്കണോമിക്സും മാത്സ് ഒക്കെ ഉള്ള പേപ്പറിന് കുറച്ച് എക്സ്ട്രാ ഡേയ്സും കൊടുത്തിട്ട് 35 ഡേയ്സിന് പ്ലാൻ നിങ്ങൾ ഇടുക, ഇൻക്ലൂഡിംഗ് ലോ. നിങ്ങൾ ആ ഒരു പ്ലാൻ ഇട്ടതിന് ശേഷം 15 days you do the revision and then go and write the exam. ഭയങ്കര ഈസി ടു തിങ്ക് ഓഫ് പ്ലാൻ ആണ്. ഇനി ആ ദിവസം എങ്ങനെ ചെയ്യും? ഡു മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഗൈസ്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക ഫൗണ്ടേഷൻ എൻഷുർ.
നിങ്ങൾക്ക് ഏതെങ്കിലും പെർട്ടിക്കുലർ ടോപ്പിക്കിൽ അബ്ദുള്ളന്റെ അതിൽ തന്നെ പറയണേ, ഇൻ കേസ് നിങ്ങൾ കോൺസെപ്റ്റൽ ക്ലാരിറ്റി പക്കല്ലേ എന്ന് നോക്കുക. ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ ഇൻ കേസ് ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരുപാട് റിസോഴ്സസ് യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആണ്. സോ യൂട്ടിലൈസ് ദം. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഒരു വർഷത്തിൽ ഈ കൊറോണ വന്നപ്പോൾ ഒരുപാട് ഫാക്കൽറ്റി അവരുടെ ക്ലാസ്സസ് ഒക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു എൻറ്റയർ ക്ലാസിന്റെ ആവശ്യമില്ല, ഒരു റിപ്പീറ്റേഴ്സ് ബാച്ചിന്റെ ആവശ്യമില്ല. യു വാണ്ട് എ പെർട്ടിക്കുലർ ടോപ്പിക്, അത് യൂട്യൂബിൽ അവൈലബിൾ ആണ്, റിസോഴ്സസ് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ യു ഹാവ് യുവർ ഫ്രണ്ട്സ്, ഗ്രൂപ്പ് സ്റ്റഡി, കമ്പൈൻ സ്റ്റഡി, നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള ചാപ്റ്റർ ഫ്രണ്ട്സിന് അറിയുന്ന ചാപ്റ്റേഴ്സ് ഉണ്ട്, അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് ആ ഒരു 35-15 നാളൊരു കോൺസെപ്റ്റിൽ പോകാൻ നോക്കുക. ദാറ്റ് വാസ് എ വെരി ഗുഡ് പ്ലാൻ. Other reference books പഠിക്കുന്നതാണോ അതോ സ്റ്റഡി മെറ്റീരിയൽ ഓൺലി, വിച്ച് ഇസ് ബെറ്റർ? അനക ഗോകുൽ ഇസ് ആസ്കിംഗ് ദാറ്റ് ക്വസ്റ്റ്യൻ. ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാം കേട്ടോ, ക്വിക്കായിട്ട്, എന്നിട്ട് ചാനൽ ക്യാൻ ആഡ് ഓൺ ദാറ്റ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഓൾസോ ദേ, സ്കാനേഴ്സ് റെഫർ ചെയ്യുന്നത് നല്ലതാണോ? അഖിൽ, അതൊന്ന് പെട്ടെന്ന് ഫിനിഷ് ചെയ്യാം. സ്കാനേഴ്സ് റെഫർ ചെയ്യുന്നത് ഡെഫിനറ്റ്ലി ബെനിഫിഷ്യൽ ആണ്. സ്കാനേഴ്സ് ഇല്ലെങ്കിൽ നിങ്ങൾ ICAയുടെ പഴയ ക്വസ്റ്റ്യൻസ് എല്ലാം എടുത്തിട്ട് നിങ്ങളുടെ തന്നെ ഒരു സ്കാനർ പ്രിപ്പയർ ചെയ്താലും കുഴപ്പമില്ല. സോ ബട്ട് ക്വസ്റ്റ്യൻസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്തേ പറ്റൂ അത്. ഇനി റെഫറൻസ് ബുക്കാണോ സ്റ്റഡി മെറ്റീരിയൽ ആണോ? ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ്, ലൈക്ക് പീപ്പിൾ ക്യാൻ ഡിഫർ ഫ്രം ദിസ്. ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് സ്റ്റഡി മെറ്റീരിയൽ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ എൻഷുർ ദാറ്റ് യു ഗോ ത്രൂ സ്റ്റഡി മെറ്റീരിയൽ. ഐ സജസ്റ്റ് ഓൾ ഓഫ് യു ടു ഡു ദാറ്റ്. ഇനി നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽ അല്ല, നിങ്ങൾക്ക് അത് അതിന്റെ പ്രിപ്പറേഷൻ മെത്തേഡും കാര്യങ്ങളൊക്കെ അത്രയും നന്നായിട്ട് തോന്നുന്നില്ല, അപ്പോൾ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാൻ അത് ഭയങ്കര വലുതാന്ന് തോന്നുന്നു, നിങ്ങൾ സ്കെയറി ആയിട്ട് തോന്നുന്നു, അങ്ങനെയാണെങ്കിൽ എൻഷുർ ദാറ്റ് യു പിക്ക് എ റൈറ്റ് സ്റ്റഡി മെറ്റീരിയൽ അതർ ദാൻ ദ ഇൻസ്റ്റിറ്റ്യൂട്ട് വൺ. റെഫറൻസ് ബുക്ക് അത് നിങ്ങൾ പിക്ക് ചെയ്യുക, അതിലെല്ലാം കവർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും എൻഷുർ യു ഡു ക്വസ്റ്റ്യൻസ് ഫ്രം സ്റ്റഡി മെറ്റീരിയൽ. സ്റ്റഡി മെറ്റീരിയലിലെ എക്സാമ്പിൾസും ക്വസ്റ്റ്യൻസും ഗോ ത്രൂ ചെയ്യുന്നതിൽ മിസ്സാക്കരുത്. ആ ഒരൊറ്റ കാര്യം മാത്രം നിങ്ങൾ അഡീഷണലി എൻഷുർ ചെയ്താൽ മതി. ബട്ട് സ്റ്റഡി മെറ്റീരിയൽ വായിക്കാനുള്ള ചാൻസസ്, നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽ തന്നെ ഫുൾ ടൈം വായിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. വൺസ് യു ഗോ, അറ്റ്ലീസ്റ്റ് വൺസ് യു ഷുഡ് ഗോ ത്രൂ ദ എൻറ്റയർ സ്റ്റഡി മെറ്റീരിയൽ. അതിനുശേഷം യു ക്യാൻ കം ടു എ സ്മോളർ മെറ്റീരിയൽ വിച്ച് വിൽ ബി നിങ്ങൾ പ്രിപ്പയർ ചെയ്തതാവാം, നിങ്ങളുടെ ഫാക്കൽറ്റി എന്നതാവാം, നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്യാൻ യൂസ് ചെയ്തതാവാം, സംതിങ് ലൈക്ക് ദാറ്റ്. So, but ensure you do all the questions from study material. That repeat cheyanalla chance ulladondu don't miss it. There is question. Okay, no question. That's Likki's. Oh, hi Likki. I hope you're doing good. Likki arayam. Likki nammada last mentorship program like undarnu. She's gone to do a lot of good preparation. All the very best for all of you. Answered all the questions and thanks for the session. Okay, so thank you guys. Thank you. എനിക്ക് തോന്നുന്നു നമുക്ക് we can wind up officially if there is no other question. എന്തെങ്കിലും ലാസ്റ്റ് റിമാർക്സ് എന്തെങ്കിലും ഉണ്ടോ അവരോട് പറയാൻ വേണ്ടിയിട്ട്? ജസ്റ്റ് ടു എൻഷുർ ദാറ്റ് നമ്മൾ കൺക്ലൂഡ് ചെയ്തു എന്നുള്ളത്. ആ ഒരു സാധനം ഇല്ലാതെ ഒരു സെഷൻ കൺക്ലൂഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഏറ്റവും അവസാനം നമ്മൾ ഒന്നോട് പറയണം, ടു ജസ്റ്റ് സമറൈസ് ആൻഡ് ദെൻ ടെൽ ദാറ്റ് ഓക്കെ ഇതാണ് ഞങ്ങളുടെ ടേക്ക് അവേ. നിങ്ങൾ ഈ സെഷനൊക്കെ അറ്റൻഡ് ചെയ്തത് നല്ല കാര്യമാണ്. സോ ഷാനിൽ യു ക്യാൻ ഗിവ് യുവർ ലാസ്റ്റ് റിമാർക്സ്, ദെൻ ഐ വിൽ ടെൽ സംതിങ് ദാറ്റ് വി ക്യാൻ ഹാൻഡ് ഓവർ ദ സെഷൻ. Nothing much. Okay. Even I enjoy myself little by നിങ്ങളുടെ കൂടെ സെഷൻ. ഈവൻ എനിക്ക് ഭയങ്കര നല്ല കാര്യമായിരുന്നു. കാരണം എനിക്ക് എപ്പോഴും സെഷൻ നമ്മൾ തന്നെ ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഡൗട്ടാണ് നമ്മൾ ഇത് കറക്റ്റ് തന്നെയാണോ പറയുന്നത് എന്നുള്ളത്. സോ വെൻ യു ഹാവ് someone like you to validate your point, then it ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഗൈസ്, ലൈക്ക് ലാസ്റ്റ് തിങ് ഐ വാണ്ടഡ് ടു ടെൽ യു ദാറ്റ് നിങ്ങൾ we are all lucky because നമ്മളൊരു ഏറ്റവും എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ജനറേഷൻ, നമ്മുടെ പഴയ 2-3 ജനറേഷൻസും ഇതുവരെ കാണാത്ത ഒരു ചലഞ്ചിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ ബോഡി നമ്മുടെ ബെസ്റ്റ് തിങ് ചെയ്തിട്ടുണ്ട്, അത് സർവൈവ് ചെയ്തു. സോ വി ആർ ഓൾ സേഫ് ആൻഡ് അവൈലബിൾ ഹിയർ. അത് തന്നെ ഒരു വലിയ നല്ല കാര്യമാണ്. സോ വി ഷുഡ് താങ്ക് ourselves for that. നമ്മുടെ ബോഡീനെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം. വി ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ അബൌട്ട് ദാറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ ആൻഡ് എൻഷുർ ദാറ്റ് നമ്മൾ ഇനിയുള്ള സമയം നമ്മൾ കറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക. നമ്മളെ എല്ലാ കാര്യങ്ങളും, നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടാവും, ലൈക്ക് ഇൻക്ലൂഡിങ് ബീങ് സേഫ്, ബീങ് ഹെൽത്തി ആൻഡ് ഓൾ ദാറ്റ്. എല്ലാ കാര്യങ്ങളും നമ്മൾ കറക്റ്റ് ആയിട്ട് ടേക്ക് കെയർ ചെയ്യാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്ത് നടക്കുക. ലൈക്ക് നമുക്ക് പറയാൻ പറ്റത്തില്ല, ലൈക്ക് ഫ്യൂച്ചർ ഇസ് സോ അൺപ്രഡിക്റ്റബിൾ, ഇൻക്ലൂഡിങ് എക്സാം റിസൾട്ട്സ് എല്ലാവരും അൺപ്രഡിക്റ്റബിൾ ആണ്. പക്ഷെ നമുക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കയ്യിലുണ്ട്. ആ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. എനിക്ക് തോന്നുന്നു അത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ എല്ലാവരുടെയും ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിലുള്ള ടൈം നമ്മൾ കറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, പെർസ്യൂട്ട് മാത്രമാണ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും ഫ്രം ബോട്ടം ഓഫ് മൈ ഹാർട്ട് ഞാൻ ബെസ്റ്റ് വിഷസ് പറയുന്നു. നിങ്ങൾ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കട്ടെ. എല്ലാവർക്കും എക്സാമിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. Wish you all the best. Yeah. And എനിക്ക് തോന്നുന്നു താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് us this opportunity and thanks to all of you for putting your time. നമ്മളെ കേൾക്കാൻ നിങ്ങൾ എടുത്ത സമയത്തിനും എഫേർട്സിനും നന്ദി. താങ്ക് യു. So I'm giving it back to the organizers, Sachin and Shalini. You can wind up the session officially. Okay, sir. Good evening, sir.
Good evening. I myself Abhinava, Sikasa committee editor ആണ്. Okay. ഞാൻ വോട്ട് ഓഫ് താങ്ക്സ് ഭയങ്കരമായിട്ട് പ്രിപ്പയർ ഒക്കെ ചെയ്ത് വെച്ചതായിരുന്നു. പക്ഷെ ഈ ഒരു സെക്ഷൻ കണ്ടിട്ട് എനിക്ക് ആ ഒരു ഒഫീഷ്യൽ മൂഡിൽ പറയാൻ തോന്നുന്നില്ല. ഒരു അടിപൊളി സെക്ഷൻ ആയിരുന്നു. കാരണം ഞാനിപ്പം സെക്കൻഡ് ഗ്രൂപ്പ് എഴുതാൻ പോകുന്ന ഒരാളാണ്. കുറെ മൈൻഡിൽ കുറെ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. കാരണം ഇപ്പൊ ഓഫീസിൽ പോകുന്നുണ്ട്, പ്രിപ്പയർ ചെയ്യാൻ ടൈം കിട്ടുന്നില്ല, അങ്ങനെ കുറെ ടെൻഷൻ ഉണ്ട് മനസ്സില്. പക്ഷെ ഇപ്പൊ ഒരു സെക്ഷൻ കണ്ടപ്പോ ഭയങ്കര കൂളായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു സെക്ഷൻ കണ്ട എല്ലാവർക്കും മനസ്സിൽ അങ്ങനെ ആയിരിക്കും. കാരണം രണ്ടുപേരും ഞങ്ങളെ ഒരു പെർസ്പെക്റ്റീവിലാണ് സംസാരിച്ചത്. കാരണം എനിക്ക് കുറെ തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് സാർ അവർ പറഞ്ഞത്. എക്സാം ഹോളിൽ പോകുമ്പോൾ ഉള്ള കാര്യങ്ങളും പിന്നെ പ്രിപ്പയർ ചെയ്യുമ്പോൾ അയ്യോ ഇന്ന് ഞാൻ പഠിച്ചില്ലല്ലോ എന്ന് ഓർത്തിട്ട് അടുത്ത ദിവസവും അങ്ങനെ വേസ്റ്റ് ആയി പോകുന്ന ഒരു കാര്യം ഒക്കെ കറക്റ്റ് ആണ് പറഞ്ഞത്. എനിക്ക് ഭയങ്കര എന്റെ ഒരു കാര്യം പറഞ്ഞതുപോലെയാണ് തോന്നിയത്. അതേപോലെ തന്നെ ആയിരിക്കും എല്ലാവർക്കും എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം കുറെ ഡൗട്ട്സ് ക്ലിയർ ആയിട്ടുണ്ട്. ഇനി അങ്ങോട്ടേക്ക് പ്രിപ്പയർ ചെയ്യാൻ ഒരു എനർജി കിട്ടിയിട്ടുണ്ട്. താങ്ക് യു സർ. താങ്ക് യു വിജിൽ സാറിനും ചാനൽ സാറിനും ഫ്രം മൈ ബോട്ടം ഓഫ് മൈ ഹാർട്ട് താങ്ക് യു. Thank you guys. അപ്പൊ നമ്മൾ ഒഫീഷ്യലി വൈൻഡ് അപ്പ് ചെയ്തില്ലേ? We can all exit, right? അപ്പൊ പറഞ്ഞാൽ എല്ലാവരും എക്സിറ്റ് അടിക്കാം. താങ്ക് യു. Okay. Thank you, sir. Bye. ഓക്കെ ബൈ ബൈ. Thank you, sir. Bye.